ഹായ് ഓൾ, വെൽക്കം ടു സിവിലിയൻസ്. അപ്പോൾ നമുക്ക് സെപ്റ്റംബർ 11 നടക്കാൻ പോകുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ സിവിൽ എക്സാമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സിലബസിൽ എന്തൊക്കെ പോർഷൻസ് ആണ് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതും ആ പോർഷൻസിൽ നിന്ന് കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അതിൽ നിന്ന് കുറച്ച് നമുക്ക് ഇനി കഴിഞ്ഞ എക്സാംസിന് ചോദിച്ചിട്ടുള്ളതും അതേപോലെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി പഠിച്ചിരിക്കുന്നവർക്ക് ഇതൊരു റിവിഷൻ പോലെ എടുക്കുകയും ചെയ്യണം. മറ്റുള്ളവരാണെങ്കിലും ഒന്ന് മനസ്സിലാക്കി മാക്സിമം എല്ലാം ഒന്ന് ടച്ച് ചെയ്ത് പോകുന്ന രീതിയിൽ കണ്ടുപോവുകയും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സെക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ ഇത്രയും പോർഷൻസ് പറഞ്ഞിട്ടുണ്ട്. ബിൽഡിംഗ് മെറ്റീരിയൽസിൽ എപ്പോഴും മെയിനായിട്ട് വരുന്ന പോർഷൻസ് തന്നെയാണ് പറയുന്നത്. റോക്ക്, സ്റ്റോൺ, ബ്രിക്ക്, ലൈം, സിമെൻറ്റ്, ടിമ്പർ, അതേപോലെ തന്നെ ക്ലേ പ്രോഡക്ട്സ്, പെയിൻറ്റ്, വാർണിഷ്, ആ സെക്ഷൻ എല്ലാം വരുന്നുണ്ട്. ടിമ്പർ വരുന്നുണ്ട്, കോൺക്രീറ്റ് വരുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് 15 മാർക്സിനാണ് ചോദിക്കുന്നത്. അപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയൽസിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. സിലബസിൽ തന്നെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. 15 മാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സെക്ഷന് തന്നെ കാണും. ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എക്സാം വെച്ച് നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. എല്ലാം പറയുന്ന രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പോർഷൻസിന് തീർച്ചയായിട്ടും 15 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരോ ടോപ്പിക്കായിട്ട് നോക്കി പോവാം. മെയിൻ ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പറഞ്ഞ് അതിൻ്റെ കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിപ്പോൾ സിമെൻറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് തന്നെ കുറച്ച് സിമെൻറ്റിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ദ ഇൻവെൻറ്റർ ഓഫ് പോർട്ട്ലാൻഡ് സിമെൻറ്റ്, പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ ഇൻവെൻറ്റർ ആരാന്നുള്ളത്, അതായത് നമ്മൾ OPC ആർട്ടിഫിഷ്യൽ സിമെൻറ്റിൻ്റെ ഇൻവെൻറ്റർ ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. ബേസിക് ആയിട്ട് നമ്മൾ എപ്പോഴും സിമെൻറ്റിൽ ആദ്യം തന്നെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനുമാണ്. ജോസഫ് ആസ്പിഡിൻ ആണ് സിമെൻറ്റിൻ്റെ ഇൻവെൻറ്റർ ആയിട്ട് പറയുന്നത്. ജോസഫ് ആസ്പിഡിൻ 1824 സിമെൻറ്റ് ഇൻവെൻറ്റ് ചെയ്തത്. ഓക്കെ, അതിന് മുന്നേ നാച്ചുറൽ സിമെൻറ്റ് ഉണ്ടായിരുന്നു. അതിന് തന്നെയാണ് റോമൻ സിമെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. റോമൻ സിമെൻറ്റിൻ്റെ കളർ ബ്രൗൺ ആയിരുന്നു. നമ്മൾ യൂസ് ചെയ്യുന്ന OPCയുടെ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് കളർ ഗ്രീനിഷ് ഗ്രേ എന്ന് പറയുന്ന കളറാണ്. ഗ്രീനിഷ് ഗ്രേ. അപ്പോൾ ഓപ്ഷനിൽ ഗ്രീനിഷ് ഗ്രേ എന്നൊക്കെ കാണും. ഗ്രീനിഷ് ഗ്രേ കളറാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സിമെൻറ്റിന്. ഓക്കെ, ഇനി നമ്മൾ ആദ്യം സിമ്മിൽ തന്നെ OPCയുടെ ഇൻഗ്രീഡിയൻസിനെ പറ്റി കൂടെ പറയുന്നുണ്ട്. കാരണം വെച്ചാൽ മിക്കപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അലൂമിന എത്ര പെർസെൻറ്റേജ് ഉണ്ട്, അല്ലെങ്കിൽ ജിപ്സം എത്ര പെർസെൻറ്റേജ് ഉണ്ട്, അല്ലെങ്കിൽ സിലിക്ക എത്ര പെർസെൻറ്റേജ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ മെയിനായിട്ട് സിമ്മിൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. അത് ലൈം, സിലിക്ക, അലൂമിന, ജിപ്സം, അയൺ ഓക്സൈഡ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പെർസെൻറ്റേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുകയും ചെയ്യരുത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി പെർസെൻറ്റേജ് ജിപ്സം ആഡഡ് ഇൻ മാനുഫാക്ചർ ഓഫ് സിമെൻറ്റ്? മാനുഫാക്ചറിങ് ഓഫ് സിമെൻറ്റിൽ എത്ര പെർസെൻറ്റേജ് ജിപ്സം ആണ് ആഡ് ചെയ്യുന്നത്? ഇപ്പം നമ്മൾ കണ്ടതേ ഉള്ളൂ. ജിപ്സം 3 to 4% ആണ് ആഡ് ചെയ്യുന്നത്. അലൂമിന 3 to 8% ആണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുകയും ചെയ്തത്. ജിപ്സം 3 to 4%. ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ജിപ്സത്തിൻ്റെ കേസ്. ഓക്കെ, വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് റോട്ടറി കിൽ? റോട്ടറി കില്ലിൻ്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് റോട്ടറി കിൽ എന്ന് ആദ്യം മനസ്സിലാക്കണം. സിമെൻറ്റ് മാനുഫാക്ചറിങ് നടക്കുന്നത് ശരിക്കും റോട്ടറി കില്ലിലാണ്. സിമെൻറ്റ് മാനുഫാക്ചറിങ് നമ്മൾ 3 പ്രോസസ്സുകളായിട്ട് പറയുന്നുണ്ട്. ആദ്യം മിക്സിംഗ് ഓഫ് റോ മെറ്റീരിയൽസ് ആണ്, അതിനുശേഷം ബേണിംഗ് ആണ്, ലാസ്റ്റ് പ്രോസസ്സായിട്ട് ഗ്രൈൻഡിങ് ആണ്. ഇതിൽ ബേണിംഗ് നടക്കുന്നത് റോട്ടറി കില്ലിനാണ്. സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, സിമെൻറ്റ് ഈസ് മാനുഫാക്ചർഡ് എന്ന് പറഞ്ഞ് ചോദിക്കും. റോട്ടറി കില്ലിനാണ് സിമെൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്. ആ റോട്ടറി കില്ലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 90 to 120 meters ആണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ മാനുഫാക്ചറിങ് ഓഫ് സിമെന്റിൽ ഈ 3 സ്റ്റെപ്സ് ആണുള്ളത്. ആദ്യം മിക്സിംഗ് ഓഫ് റോ മെറ്റീരിയൽസ് ആണല്ലോ. റോ മെറ്റീരിയൽസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് കാൽക്കേരിയസും ആർജിലേഷ്യസും ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. കാൽക്കേരിയസ് ആയിട്ടുള്ള എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ലൈം സ്റ്റോണും ആർജിലേഷ്യസിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ക്ലേയും ആണ്. അടുത്ത റോട്ടറി കില്ലിന്റെ ടെമ്പറേച്ചർ 1400 to 1500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബേണിംഗിൽ. ഇനി റോട്ടറി കില്ലിന്റെ ലെങ്ത് ആണ് ഇവിടെ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ. 90 to 120 meters ആണ്. കൂടാതെ ഇതിന്റെ ഡയമീറ്റർ പറയുന്നുണ്ട് 2.5 to 3 meters. പിന്നെ ഇൻക്ലിനേഷൻ പറയുന്നുണ്ട് 1/25 to 1/30. പിന്നെ റൊട്ടേഷൻ ഓഫ് റോട്ടറി കിൽ പറയുന്നുണ്ട് 1 to 3 RPM ആണ്. ഇനി ഇതിനുള്ളിൽ തന്നെ പൊതുവെ 3 സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഡ്രൈയിങ് സോണും കാൽസൈനിങ് സോണും ബേണിംഗ് സോണും. ഈ ബേണിംഗ് സോണിൽ ലാസ്റ്റ് ഫോം ചെയ്യുന്നതാണ് ക്ലിങ്കർ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ആ ക്ലിങ്കറിനെയാണ് നമ്മൾ അടുത്ത പ്രോസസ്സായ ഗ്രൈൻഡിങ്ങിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ജിപ്സം ഈ ഒരു സിമെന്റ് മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ഏത് പ്രോസസ്സിലാണ്, ഏത് സ്റ്റെപ്പിലാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഗ്രൈൻഡിങ് നടക്കുന്ന സമയത്താണ് ജിപ്സത്തിന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എത്ര പെർസെൻറ്റേജ് ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, 3 to 4% ആണ് ജിപ്സം ആഡ് ചെയ്യുന്നത്. ജിപ്സം സിമെന്റിൽ റിട്ടാർഡർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ആരാണ് റിട്ടാർഡർ ആയിട്ട് സിമെന്റിൽ ആക്ട് ചെയ്യുന്നത്? അത് ജിപ്സം ആണ്. ഓക്കെ, ഇതാണ് മാനുഫാക്ചറിങ് പ്രോസസ്സിനെ പറ്റി മെയിനായിട്ട് പറയാനുള്ളത്. ഇനി മാനുഫാക്ചറിനോടൊപ്പം തന്നെ സ്റ്റോറേജിനെ പറ്റി പറയാം. ഇതും റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് എക്സാംസിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതായത്
സിമെന്റ് എങ്ങനത്തെ ബാഗ്സിൽ വേണം സ്റ്റോർ ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോർമലി പറയുന്ന മെറ്റീരിയൽസ് ഇതാണ്, ജൂട്ട് അല്ലെങ്കിൽ ഗണ്ണി ബാഗ്സിൽ വേണം സിമെന്റ് സ്റ്റോർ ചെയ്യാൻ എന്നുള്ളത്. അതിനുശേഷം വെയിറ്റ് ഓഫ് ഈച്ച് ബാഗ് ഓഫ് സിമെന്റ്, ഒരു ബാഗ് സിമെന്റിന്റെ വെയിറ്റ് 50 kg, ഒരു ബാഗ് സിമെന്റിന്റെ വോളിയം 0.035 മീറ്റർ ക്യൂബും ആണ്. ഇത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ പോയിന്റിന്റെ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. 0.035 മീറ്റർ ക്യൂബ് ആണ് വോളിയം ഓഫ് 1 ബാഗ് ഓഫ് സിമെന്റ് എന്ന് പറയുന്നത്. കൂടാതെ ഡെൻസിറ്റി ഓഫ് സിമെന്റ് ചോദിക്കും. 1440 kg/m³ ആണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങളും കൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കോമ്പൗണ്ട് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ഇനീഷ്യൽ സെറ്റിംഗ് ഓഫ് പോർട്ട്ലാൻഡ് സിമെന്റ്? അപ്പോൾ ഈ ഓപ്ഷൻസ് കണ്ടാലേ അറിയാം ഇതെല്ലാം വന്നിരിക്കുന്നത് ബോക്സ് കോമ്പൗണ്ട് സെക്ഷൻ എന്നാണ്. അതായത് സെറ്റിംഗ് ആക്ഷൻ നടക്കുന്ന സമയത്ത് 4 ബോക്സ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. ആ ബോക്സ് കോമ്പൗണ്ടിൽ ആരാണ് ഇനീഷ്യൽ സെറ്റിങ്ങിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളതെന്നാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ സിമെന്റിൽ ആഡ് ചെയ്യുന്ന അലൂമിനയാണ് പെട്ടെന്ന് സെറ്റ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ബോക്സ് കോമ്പൗണ്ട് നോക്കുമ്പോൾ തന്നെ അലൂമിനിയം മെയിനായിട്ട് പ്രസന്റ് ആയിട്ടുള്ള ബോക്സ് കോമ്പൗണ്ട് ട്രൈ കാൽഷ്യം അലൂമിനേറ്റ് ആണ്. അപ്പൊ അലൂമിനിയം ഉണ്ടെങ്കിലേ മനസ്സിലാക്കണം സെറ്റിങ്ങിനെ എൻഹാൻസ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടെ ആര് സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ ട്രൈ കാൽഷ്യം അലൂമിനേറ്റ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഇനീഷ്യൽ സെറ്റിങ്ങിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ട്രൈ കാൽഷ്യം അലൂമിനേറ്റ് ആണ്. ഇനി ഇനീഷ്യൽ സ്ട്രെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ സ്ട്രെങ്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് സിലിക്കയാണ്. അപ്പൊ മനസ്സിലാക്കേണ്ടതാണ് ഇവിടെ 2 സിലിക്കേറ്റ്സ് ഉണ്ട്. അതായത് ഡൈ കാൽഷ്യം സിലിക്കേറ്റും ഉണ്ട്, ട്രൈ കാൽഷ്യം സിലിക്കേറ്റും ഉണ്ട്. അതിൽ തന്നെ ആദ്യം ഇനീഷ്യൽ സ്ട്രെങ്ത് കൊടുക്കുന്നത് എപ്പോഴും ട്രൈ കാൽഷ്യം സിലിക്കേറ്റ് ആയിരിക്കും. ഡൈ കാൽഷ്യം സിലിക്കേറ്റ് ഫൈനൽ സ്ട്രെങ്തേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഇവരുടെ 3 പേരുടെ ബേസിക് ഫംഗ്ഷൻസ് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരുപാട് എക്സാംസിന് ഇത് മാറി മാറി ചോദിക്കുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം അറിയേണ്ടത് 4 ബോക്സ് കോമ്പൗണ്ട്സ് ഉണ്ട്, C3A, C4AF, C3S, C2S. ഇതിൽ എ അലൂമിനിയാണ് മെയിൻ ആയിട്ട്, C3A ആണ് ഇനീഷ്യൽ സെറ്റ് അല്ലെങ്കിൽ ഫ്ലാഷ് സെറ്റിംഗ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. നമ്മൾ C4AFന് അധികം പ്രോപ്പർട്ടീസ് ഒന്നും പറയുന്നില്ല, പൂർ സിമെന്റിംഗ് വാല്യൂ ആയിട്ടേ പറയുന്നുള്ളൂ. അടുത്ത C3S ആണ് ഇനീഷ്യൽ സ്ട്രെങ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഏർലി സ്ട്രെങ്ത് കൊടുക്കുന്നത്. C2S ആണ് പ്രോഗ്രസീവ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഫൈനൽ സ്ട്രെങ്ത് കൊടുക്കുന്നത്. കാരണം ഏറ്റവും ലാസ്റ്റ് ഫോം ചെയ്യുന്നതാണ് C2S. ഏറ്റവും ലാസ്റ്റേ അവർ സ്ട്രെങ്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. അതുകൂടാതെ തന്നെ C2Sന് വേറൊരു പ്രോപ്പർട്ടിയും കൂടി ഉണ്ട്, അവർ നന്നായിട്ട് കെമിക്കൽ അറ്റാക്കിനെ റെസിസ്റ്റും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ഇത്രയും അറിഞ്ഞിരിക്കണം. അവരുടെ അതർ നെയിംസും അറിഞ്ഞിരിക്കണം. കൂടാതെ ഈ 3 റിലേഷൻസ് കൂടെ അറിഞ്ഞിരിക്കുക. ഇപ്പം നമുക്ക് PSCയിൽ നടക്കുന്ന എക്സാമിനൊക്കെ ഇങ്ങനെയുള്ള റിലേഷൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അതായത് ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്തിന്റെ ബേസിലാണെന്ന് വെച്ചാൽ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ്റെ ഓർഡർ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ്റെ ഓർഡർ അല്ലെങ്കിൽ പെർസെൻറ്റേജ് കോമ്പോസിഷൻ്റെ ഓർഡർ. ഈ 3 ഓർഡേഴ്സും കൂടി അറിഞ്ഞിരിക്കണം. അതാണ് ബോക്സ് കോമ്പൗണ്ടിൽ മെയിനായിട്ട് നോക്കാനുള്ളത്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ബോക്സ് കോമ്പൗണ്ട്. മസ്റ്റായിട്ട് ഈ 4 പേരുടെയും ബേസിക് പ്രോപ്പർട്ടീസും പിന്നെ ഈ ഓർഡേഴ്സും നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നുണ്ട്. വെൻ യു ഇൻസേർട്ട് യുവർ ഹാൻഡ് ഇൻ എ ബാഗ് ഓഫ് സിമെന്റ് ഇറ്റ് ഷുഡ് ഗിവ് യു എ ഹോട്ട് ഫീലിംഗ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇൻ അഡൾട്ടറേഷൻ ടെസ്റ്റ് ടേക്ക് എ പിഞ്ച് ഓഫ് സിമെന്റ് ആൻഡ് ഫീൽ ബിറ്റ്വീൻ ദി ഫിംഗേഴ്സ് ഇറ്റ് ഷുഡ് ഗിവ് എ സ്മൂത്ത് ഫീലിംഗ് ആൻഡ് നോട്ട് എ ഗ്രിറ്റി ഫീലിംഗ്. അപ്പോൾ ഇത് രണ്ടും പറയുന്നത് സിമെന്റിന്റെ ബേസിക് ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. ഇത് ഫീൽഡ് ടെസ്റ്റിൽ വരുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അതായത് ഫീൽഡ് ടെസ്റ്റിൽ നമ്മൾ നോർമലി ലാബ് ടെസ്റ്റിലല്ല, ഫീൽഡിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഒരു സിമെന്റ് നല്ലതാണോ ഇല്ലെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം അതിന്റെ കളർ നോക്കും. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പോർട്ട്ലാൻഡ് സിമെന്റ് ആണെങ്കിൽ ഗ്രീനിഷ് ഗ്രേ കളർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് ഓക്കെയാണ്. ഗ്രീനിഷ് ഗ്രേ ഏകദേശം ആ ഒരു കളറാണ്. പിന്നെ ലംസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല, ഈ കട്ടയായിട്ടൊന്നും ഇരിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. പിന്നെ പറയുന്നതാണ്, നമ്മൾ ഒരു ബാഗ് സിമെന്റിൽ ഹാൻഡ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ കൂൾ ആയിരിക്കണം, അവിടെ ഹോട്ട് ആകാൻ പാടില്ല. പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഷുഡ് ഗീവ് യു എ ഹോട്ട് ഫീലിംഗ് എന്നാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എപ്പോഴും ഹാൻഡ് ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ കൂൾ ആയിരിക്കണം ആകേണ്ടത്. അടുത്ത രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മൾ കുറച്ച് നേരത്ത് റബ്ബ് ചെയ്ത് നോക്കുമ്പോൾ സ്മൂത്ത് ഫീലിംഗ് ആയിരിക്കണം. അത് കറക്റ്റ് ആണ്. സ്മൂത്ത് ആയിട്ട് തന്നെ ഇരിക്കേണ്ടത്, ഗ്രിറ്റി ആകാനൊന്നും പാടില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുറച്ച് സിമെന്റ് എടുത്ത് വെള്ളത്തിലൊന്ന് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് അത് അവിടെ ഒന്ന് ഫ്ലോട്ട് ചെയ്ത് കിടന്നതിന് ശേഷമേ സിങ്ക് ചെയ്യാൻ പാടുള്ളൂ. സഡൻ ആയിട്ട് സിങ്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് ഇത്രയും നമ്മൾ ഫീൽഡ് ടെസ്റ്റിൽ പറയുന്നതാണ്. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെന്റ്സ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഒരിക്കലും ഹോട്ട് ഫീലിംഗ് അല്ല, കൂൾ ഫീലിംഗ് ആയിരിക്കണം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ സി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫോൾസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലേ ഷാറ്റ്ലിയർ എക്യുപ്മെന്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റർമൈനിങ്. ഓക്കെ, അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ് സിമെന്റിലെ ലേ ഷാറ്റ്ലിയർ എക്യുപ്മെന്റിനെ പറ്റി പറയുന്നതാണ്. അതായത് ഇത് ലാബ് ടെസ്റ്റ് ഓഫ് സിമെന്റിൽ വരുന്നതാണ്. അപ്പോൾ ലാബ് ടെസ്റ്റിൽ തന്നെ കുറച്ച് നമുക്ക് ടെസ്റ്റുകൾ നോക്കാനായിട്ടുണ്ട്. ഫൈനസ് ടെസ്റ്റ്, സ്ട്രെങ്ത് ടെസ്റ്റ്, കൺസിസ്റ്റൻസി ടെസ്റ്റ്, സെറ്റിംഗ് ടൈം ടെസ്റ്റ്, സൗണ്ട്നെസ് ടെസ്റ്റ്. ഇതിൽ ഫൈനസ് ടെസ്റ്റിൽ തന്നെ 2 വരുന്നുണ്ട്. സീവ് അനാലിസിസും വരുന്നുണ്ട്, എയർ പെർമിബിലിറ്റി ടെസ്റ്റും വരുന്നുണ്ട്. സീവ് അനാലിസിസ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ IS സീവ് നമ്പർ 9 ഓഫ് 90 മൈക്രോൺ സൈസ് വേണം യൂസ് ചെയ്യാനായിട്ട്. എയർ പെർമിബിലിറ്റി ടെസ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ബ്ലെയിൻസ് എയർ പെർമിബിലിറ്റി അപ്പാരറ്റസ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇനി സ്ട്രെങ്ത് ടെസ്റ്റിൽ തന്നെ കംപ്രഷനും വരുന്നുണ്ട്, ടെൻഷനും വരുന്നുണ്ട്.
കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു ക്യൂബ് സ്പെസിമെൻ വേണം കാസ്റ്റ് ചെയ്യാനായിട്ട്. ആ ക്യൂബിന്റെ സൈഡ് ലെങ്ത് 7.06 സെന്റിമീറ്റർ ആയിരിക്കണം. സിമെന്റിലെ ക്യൂബിന്റെ സൈഡ് ലെങ്ത് ആണ് 7.06 സെന്റിമീറ്റർ. കോൺക്രീറ്റ് വരുമ്പോഴത്തേനും ക്യൂബിന്റെ സൈഡ് ലെങ്ത് 15 സെന്റിമീറ്റർ ആയിട്ട് മാറും. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുകയും ചെയ്യരുത്. പിന്നെ ടെൻഷൻ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മളൊരു ബ്രിക്കറ്റ് മോൾഡിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആ ഒരു മോൾഡിൽ കാസ്റ്റ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഇനി ഇവിടെ എല്ലാം പ്രത്യേകം നമ്മൾ സിമെന്റ് ടു സാൻഡ് റേഷ്യോ പറയുന്നുണ്ട്. രണ്ടിടത്തും സ്ട്രെങ്ത് ടെസ്റ്റിൽ രണ്ടിടത്തും നമ്മൾ പറയുന്ന സിമെന്റ് ടു സാൻഡ് റേഷ്യോ 1:3 ആണ്. മോർട്ടാർ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള സിമെന്റ് ടു സാൻഡ് റേഷ്യോ 1:3 ആണ്. കൂടാതെ വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. കംപ്രസീവ് ടെസ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ വാട്ടർ കണ്ടന്റ് നമ്മൾ പറയുന്നത് P/4 + 3% എന്നും, ടെൻഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ P/5 + 2.5% എന്നുമാണ്. ഇതിൽ P കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൺസിസ്റ്റൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. ആ വാല്യൂനെ എടുത്തിട്ട് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എത്രത്തോളം വാട്ടർ വേണമെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതിനുശേഷം ഇതിനെല്ലാം സ്റ്റാൻഡേർഡ് റിസൾട്ട്സും ഉണ്ട്. പിന്നെ കൺസിസ്റ്റൻസി ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് വിക്കറ്റ് അപ്പാരറ്റസ് ആണ്. അതുപോലെ തന്നെ സെറ്റിംഗ് ടൈം ടെസ്റ്റിന് നമ്മൾ യൂസ് ചെയ്യുന്നത് വിക്കറ്റ് അപ്പാരറ്റസിന് തന്നെയാണ്. പക്ഷെ ഇവിടെ വ്യത്യാസം വരുന്നത് വിക്കറ്റ് അപ്പാരറ്റസിന്റെ കൂടെ 3 അറ്റാച്ച്മെന്റ്സ് വരും. അതിൽ തന്നെ പ്ലഞ്ചർ എന്ന് പറയുന്ന ഒരു അറ്റാച്ച്മെന്റ് വെച്ചിട്ടാണ് കൺസിസ്റ്റൻസി ടെസ്റ്റ് ചെയ്യുന്നത്. സെറ്റിംഗ് ടൈം ടെസ്റ്റ് ആകുമ്പോൾ 2 ടെസ്റ്റ് ഉണ്ട്. ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഉണ്ട്, ഫൈനൽ സെറ്റിംഗ് ടൈം ഉണ്ട്. അതിൽ ഇനീഷ്യൽ സെറ്റിംഗ് ടൈമിന് യൂസ് ചെയ്യുന്നത് സ്ക്വയർ നീഡിലും ഫൈനൽ സെറ്റിംഗ് ടൈമിന് യൂസ് ചെയ്യുന്നത് സ്ക്വയർ വിത്ത് ആനുലാർ കോളാറും ആണ്. ഇവരുടെ എല്ലാം ഡയമെൻഷൻസും പ്രത്യേകം നോട്ട് ചെയ്യണം. കാരണം ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കും. ഓക്കെ, ലാസ്റ്റ് വൺ ആണ് സൗണ്ട്നെസ് ടെസ്റ്റ്. സൗണ്ട്നെസ് ടെസ്റ്റ് ചെയ്യുന്നത് എക്സ്പാൻഷൻ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പ്രധാനമായിട്ട് ലൈമിന്റെ എക്സസ് കാരണമാക്കിയിരിക്കും അവിടെ എക്സ്പാൻഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട്, ലൈം എക്സസ് ആയി കഴിഞ്ഞാൽ അവിടെ എക്സ്പാൻഷനും ഡിസിൻറ്റഗ്രേഷനും നടന്ന് അൺസൗണ്ട് ആയിട്ട് മാറും. അപ്പോൾ എത്രത്തോളം സൗണ്ട്നെസ് ഉണ്ടെന്ന് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തന്നെ. അവിടെ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസിനെ പറയുന്ന പേരാണ് ലേ ഷാറ്റ്ലിയർ അപ്പാരറ്റസ്. ലേ ഷാറ്റ്ലിയർ അപ്പാരറ്റസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ സൗണ്ട്നെസ് ടെസ്റ്റ് ഡിറ്റർമൈൻ ചെയ്ത് സൗണ്ട്നെസ് ടെസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇനി ലേ ഷാറ്റ്ലിയർ ഫ്ലാസ്ക് എന്ന് പറയുന്ന ഒരു എക്യുപ്മെന്റും കൂടിയുണ്ട്. അത് യൂസ് ചെയ്യുന്നത് സിമെന്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് ഈ എക്യുപ്മെന്റ്സിന്റെ എല്ലാത്തിൻ്റെയും പേര് അറിഞ്ഞിരിക്കണം. കൺസിസ്റ്റൻസിക്കും സെറ്റിംഗ് ടൈമിനും യൂസ് ചെയ്യുന്നത് വിക്കറ്റ് അപ്പാരറ്റസും ലേ ഷാറ്റ്ലിയർ ആണ് സൗണ്ട്നെസ് ടെസ്റ്റിന് യൂസ് ചെയ്യുന്നത്. ലേ ഷാറ്റ്ലിയർ അപ്പാരറ്റസ്. ഓക്കെ, ഇവിടെയും വാട്ടർ കണ്ടന്റ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇവിടെ ഓൾറെഡി കംപ്രഷൻ ടെസ്റ്റിന്റെ അവിടെ നമ്മൾ പറയുന്ന വാട്ടർ കണ്ടന്റ് P/4 + 3%. ഇവിടെ ടെൻഷൻ്റെ അവിടെ പറയുന്നത് P/5 + 2.5%. ഇനി സെറ്റിംഗ് ടൈം ടെസ്റ്റിൻ്റെ അവിടെ നമ്മൾ എടുക്കുന്ന വാട്ടർ കണ്ടന്റ് 0.85 P. 85% വാട്ടറാണ് ഇവിടുത്തെ കൺസിസ്റ്റൻസിയിൽ കിട്ടുന്ന വാട്ടറിന്റെ 85% ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. സൗണ്ട്നെസ് ടെസ്റ്റിൻ്റെ അവിടെ 0.78 P വാട്ടറാണ് ആഡ് ചെയ്യുന്നത്. ഇത്രയും പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാത്തിൻ്റെയും റിസൾട്ട്സ് പറഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ നോക്കിയ ക്വസ്റ്റ്യൻ പറയാം. അതായത് ലേ ഷാറ്റ്ലിയർ എക്യുപ്മെന്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റർമിനിങ്. എന്തിനാണ് ലേ ഷാറ്റ്ലിയർ എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്നുള്ളത്? അപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്നത് ഏതായിരിക്കും? സൗണ്ട്നെസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലേ ഷാറ്റ്ലിയർ എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഇനി ലേ ഷാറ്റ്ലിയർ ഫ്ലാസ്ക് എന്നായിരുന്നു അത് പറഞ്ഞിരുന്നതെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അറ്റാച്ച്മെന്റ് ഷുഡ് ബി പ്ലേസ്ഡ് ഓൺ ദി വിക്കറ്റ് അപ്പാരറ്റസ് ടു ഫൈൻഡ് ദി ഇനീഷ്യൽ സെറ്റിംഗ് ടൈം? ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു, ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ വിക്കറ്റ് അപ്പാരറ്റസ് ആണ്. കൂടാതെ യൂസ് ചെയ്യുന്ന അറ്റാച്ച്മെന്റ് ഏതെന്നുള്ളതാണ്. സ്ക്വയർ നീഡിലാണ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈമിന് യൂസ് ചെയ്യുന്നത്. സ്ക്വയർ നീഡിലിന്റെ സൈസും പറയുന്നുണ്ട്. 1 mm × 1 mm സൈസുള്ള സ്ക്വയർ നീഡിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്ക്വയർ നീഡിലാണ് ഇനീഷ്യൽ സെറ്റ് ടൈമിന് യൂസ് ചെയ്യുന്നത്. ഇനി നീഡിൽ വിത്ത് ആനുലാർ കോളാർ ആയിരുന്നെങ്കിൽ അത് ഫൈനൽ സെറ്റ് ടൈമിന് യൂസ് ചെയ്യുന്നതാണ്. അതിൽ ആനുലാർ കോളാറിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 5 mm ആയിരിക്കും. ഓക്കെ, ഇത്രയും ഡയമെൻഷൻസ് അറിഞ്ഞിരിക്കണം. പ്ലഞ്ചർ യൂസ് ചെയ്യുന്നത് പറഞ്ഞല്ലോ, കൺസിസ്റ്റൻസി ടെസ്റ്റിനാണ് പ്ലഞ്ചർ യൂസ് ചെയ്തത്. പ്ലഞ്ചറിന്റെയും ഡയമീറ്ററും ലെങ്തും കൂടി അറിഞ്ഞിരിക്കണം. ഡയമീറ്റർ 10 mm ലെങ്ത് 50 mm ആണ്. ഇതിന്റെ എല്ലാത്തിൻ്റെയും ഡയമെൻഷൻസ് പ്രത്യേകം അറിഞ്ഞിരിക്കണം. Okay, next question. Cube size recommended for testing the compressive strength of cement. സിമെന്റിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നത് എന്തായാലും ഒരു ക്യൂബ് സ്പെസിമെൻ ആണ്. അതിന്റെ സൈഡ് ലെങ്ത് എന്ന് പറയുന്നത് 7.06 സെന്റിമീറ്റർ ആണ്. ഇവിടെ mm ലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? 70.6 millimeter എന്ന് പറയാം. ഓക്കെ, ഇനി 15 സെന്റിമീറ്റർ ആയിരുന്നെങ്കിൽ ഇത് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് തരുന്നത്. 15 സെന്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോൺക്രീറ്റിൽ കംപ്രസീവ് സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ എക്സ്പാൻഷൻ ഇൻ പോർട്ട്ലാൻഡ് സിമെന്റ് ക്യാൻ ബി ടെസ്റ്റഡ് ബൈ. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മൾ എന്ത് ടെസ്റ്റ് വെച്ചിട്ടാണ് ആ സിമെന്റിന്റെ എക്സ്പാൻഷൻ മനസ്സിലാക്കുന്നത് എന്നുള്ളത്. അതായത് സൗണ്ട്നെസ് ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ സിമെന്റ് എത്രത്തോളം എക്സ്പാൻഡ് ചെയ്യുന്നു ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത്. സൗണ്ട്നെസ് ടെസ്റ്റ്. ഓക്കെ,
ഇനി ഇത് കുറച്ച് ടൈപ്സ് ഓഫ് സിമെന്റ് ആണ്, അതിന്റെ യൂസസും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഒരു യൂസ് പറഞ്ഞിട്ട് ഇത് ഏത് സിമെന്റ് ആണ് യൂസ് ചെയ്യുന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. കൂടാതെ ചിലതിനൊക്കെ നമുക്ക് ഇനിഷ്യൽ സെറ്റിംഗ് ടൈം, ഫൈനൽ സെറ്റിംഗ് ടൈം പ്രത്യേകം പഠിക്കാനായിട്ടും ഉണ്ട്. അതെല്ലാം മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പം ഞാൻ ഈ പറയാൻ പോകുന്നത് യൂസസ് ആണ്. അതിൽ തന്നെ OPC നമ്മുടെ ജനറൽ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിലെല്ലാം യൂസ് ചെയ്യുന്നതാണ്. ആസിഡ് റെസിസ്റ്റന്റ് സിമെന്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കെമിക്കൽ ഇൻഡസ്ട്രീസിലാണ്. ആസിഡിന്റെ അറ്റാക്ക് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലാണ് ആസിഡ് റെസിസ്റ്റന്റ് സിമെന്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഓൺ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ്, പെട്ടെന്ന് ഹാർഡൻ ആകുന്ന സിമെന്റ് ആണ്, അതുകൊണ്ട് തന്നെ എമർജൻസി വർക്ക്സിനാണ് യൂസ് ചെയ്യുന്നത്. ഇനി റാപ്പിഡ് ഹാർഡനിങ് സിമെന്റിൽ ഏത് ബോക്സ് കോമ്പൗണ്ട് ആണ് കൂടുതലായിട്ട് പ്രസന്റ് ആയിരിക്കുന്നത് എന്ന് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. C3S എന്ന് പറയുന്ന ബോക്സ് കോമ്പൗണ്ട് ആണ് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റിൽ പ്രസന്റ് ആയിട്ടുള്ളത്. കാര്യം എന്താണ്? അവിടെ പെട്ടെന്ന് തന്നെ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യേണ്ടതാണ്. ഇനിഷ്യൽ സ്ട്രെങ്ത് കൊടുക്കുന്നത് ആരായിരിക്കും? C3S ആണ്. കൂടാതെ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റിൽ ഏത് ഇൻഗ്രീഡിയന്റ് ആയിരിക്കും കൂടുതലെന്ന് ചോദിക്കും. ലൈം തന്നെയാണ് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റിൽ കൂടുതലായിട്ട് ഇരിക്കുന്ന ഇൻഗ്രീഡിയന്റ്. ഓക്കെ, നെക്സ്റ്റ് ബ്ലാസ്റ്റ് ഫർണസ് സിമെന്റ്. ബ്ലാസ്റ്റ് ഫർണസ് സിമെന്റിൽ നമ്മൾ ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് ആഡ് ചെയ്ത് കൊടുക്കും. മാസ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിൽ യൂസ് ചെയ്യുന്നേ പറയുന്നുള്ളൂ. മാസ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന വേറൊരു സിമെന്റ് ഉണ്ട്, ലോ ഹീറ്റ് സിമെന്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോ ഹീറ്റ് സിമെന്റ് മാസ് കോൺക്രീറ്റ് സ്ട്രക്ചറായ ഡാംസിലൊക്കെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ലോ ഹീറ്റ് സിമെന്റ് ആണ്. നെക്സ്റ്റ് എക്സ്പാൻഡിങ് സിമെന്റ്. എക്സ്പാൻഡിങ് സിമെന്റ് സ്ഥിരം ചോദിക്കുന്നതാണ്. ഡാമേജ്ഡ് കോൺക്രീറ്റ് സർഫസസ് ഒക്കെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്പാൻഡിങ് സിമെന്റിനെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഹൈ അലൂമിന സിമെന്റ്. ഹൈ അലൂമിന എന്ന് പറയുമ്പോഴേ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമെന്റ് ആണ്. അപ്പോൾ എവിടെയായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഹൈ ടെമ്പറേച്ചറിന്റെ ആക്ഷൻസ് വരുന്ന ഫർണസസ്, റിഫ്രാക്ടറീസ്, ചിമ്നീസ് പോലുള്ള സ്ഥലങ്ങളാണ് ഹൈ അലൂമിന സിമെന്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ മോഡിഫൈഡ് പോർട്ട്ലാൻഡ് സിമെന്റ്. മോഡിഫൈഡ് പോർട്ട്ലാൻഡ് സിമെന്റിനെ ഹെവി കൺസ്ട്രക്ഷൻ, നമ്മൾ അബട്ട്മെന്റ്സിന്റെ പിയേഴ്സിന്റെ ഒക്കെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് മോഡിഫൈഡ് പോർട്ട്ലാൻഡ് സിമെന്റിനെ യൂസ് ചെയ്യുന്നത്. ലോ ഹീറ്റ് സിമെന്റ് യൂസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മാസ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ്, ഡാംസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെന്റ് ഉണ്ട്. സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെന്റിന്റെയും യൂസ് ഇമ്പോർട്ടന്റ് ആണ്. കനാൽ ലൈനിങ്, സീവേജ് വർക്സിലൊക്കെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെന്റ് ആണ്. കൂടാതെ എക്സ്ട്രാ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ്. എക്സ്ട്രാ റാപ്പിഡ് ഹാർഡനിങ് ആണ്, അതായത് റാപ്പിഡ് ഹാർഡനിങ്ങിനേക്കാളും പെട്ടെന്ന് തന്നെ ഹാർഡൻ ആവുന്നതാണ്. അതുകൊണ്ട് തന്നെ കാൽഷ്യം ക്ലോറൈഡ് എന്ന് പറഞ്ഞൊരു അഡ്മിക്സർ ആഡ് ചെയ്യുന്നുണ്ട്. അതിനെ യൂസ് ചെയ്യുന്നത് കോൾഡ് വെതർ കോൺക്രീറ്റിങ്ങിനാണ്. ഈ എക്സ്ട്രാ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് തന്നെയാണ് നമ്മൾ കാൽഷ്യം ക്ലോറൈഡ് സിമെന്റ് എന്ന് പറയുന്നത്. കൂടാതെ ഡെലിക്യൂസിന്റെ സിമെന്റ് എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള സിമെന്റ്സും അതിന്റെ യൂസസും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ഗ്രേഡ്സ് ദ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് ഈസ് അവൈലബിൾ ആസ് പെർ IS സ്പെസിഫിക്കേഷൻസ്? ഇതും മിക്കപ്പോഴും കാണുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. എത്ര ഗ്രേഡ്സിലാണ് OPC അവൈലബിൾ ആയിട്ടുള്ളത്? എല്ലാവർക്കും അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 3 ഗ്രേഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഗ്രേഡ് 33, ഗ്രേഡ് 43 ആൻഡ് ഗ്രേഡ് 53. ഈ 3 ഗ്രേഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം 3 ഗ്രേഡ്സ് ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, വിച്ച് ഈസ് ദ ഗ്രേഡ് ഓഫ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് കൺഫേമിംഗ് IS 12269? അപ്പോൾ ഇവിടെ IS കോഡ് പറയുന്നുണ്ട്. സ്ഥിരം ഈ IS കോഡ്സ് സിമെന്റ് നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. ഇതിൽ തന്നെ ഈ 3 ഗ്രേഡ്സ് പറഞ്ഞല്ലോ, 33, 43, 53. ഇവരുടെ 3 പേരുടെയും ഗ്രേഡ്സ് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഗ്രേഡ് 33 ആണെങ്കിൽ അവിടെ നമ്മൾ പറയുന്ന IS കോഡ് IS 269 ആണ്. 269. ഇവിടെ ഇയറിന് ഇമ്പോർട്ടൻസ് അധികം കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല, അറ്റ്ലീസ്റ്റ് ആ കോഡ്സ് എങ്കിലും അറിയണം. 269 ആണ് ഗ്രേഡ് 33. അടുത്തത് ഗ്രേഡ് 43 ആകുമ്പോൾ 8112, ഗ്രേഡ് 53 ആകുമ്പോഴാണ് 12269 വരുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനും അത് തന്നെയാണ്. 12269 ഏതാണെന്നുള്ളത്. 12269 വരുന്നപ്പോൾ ഏതിലാണ്? 53 ഗ്രേഡിലാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള IS കോഡ്സ്. ഇതിൽ ആദ്യമേ ഞാൻ പറഞ്ഞിരിക്കുന്നത് 3 എണ്ണമാണ്, 33, 43, 53. ഇത് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട 3 ഗ്രേഡ്സ് ആണ്. ഇത് കൂടാതെ എക്സ്ട്രാ എല്ലാ സിമെന്റ്സിന്റെയും ഗ്രേഡ്സ് പറയുന്നുണ്ട്. ഇതിനകത്ത് തന്നെ പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെന്റ്, പോർട്ട്ലാൻഡ് പോർസലോന സിമെന്റും ഒക്കെ മിക്ക എക്സാംസിനും ചോദിച്ചിട്ടുണ്ട്. മറ്റുള്ള സിമെന്റ്സിന്റെ IS കോഡ്സും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അടുത്തത് വിച്ച് സിമെന്റ് ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് അബട്ട്മെന്റ് ആൻഡ് പിയേഴ്സ്? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ, അബട്ട്മെന്റ്സിലും പിയേഴ്സിലും നമ്മൾ യൂസ് ചെയ്യുന്ന സിമെന്റ് കൂടുതലായിട്ടും ആരെയായിരിക്കും? മോഡിഫൈഡ് പോർട്ട്ലാൻഡ് സിമെന്റിനെ ആയിരിക്കും. നെക്സ്റ്റ് വൺ, വിച്ച് സിമെന്റ് ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് കെമിക്കൽ പ്ലാന്റ് ആൻഡ് ഫർണസ്? അപ്പോൾ ഹൈ ടെമ്പറേച്ചർ വരുന്ന സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്ന സിമെന്റ് ആയിരിക്കും കെമിക്കൽ പ്ലാന്റ് ആൻഡ് ഫർണസ്. കെമിക്കൽ ഇൻഡസ്ട്രീസ് എന്ന് മാത്രമായിരുന്നെങ്കിൽ അത് ആസിഡ് റെസിസ്റ്റന്റ് സിമെന്റ് ആണ്. ഇവിടെ പറയുന്നത് കെമിക്കൽ പ്ലാന്റിലും ഫർണസിലും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന സിമെന്റ് ആയിരിക്കണം. ആരായിരിക്കും അപ്പോൾ അത്? ഹൈ അലൂമിന സിമെന്റ് ആയിരിക്കും. നെക്സ്റ്റ് വൺ, ദ മോസ്റ്റ് സ്യൂട്ടബിൾ സിമെന്റ് യൂസ്ഡ് ഇൻ വർക്ക്സ് ഓഫ് അണ്ടർ വാട്ടർ ഓർ റണ്ണിംഗ് വാട്ടർ കോൺക്രീറ്റ്. അണ്ടർ വാട്ടർ ഓർ റണ്ണിംഗ് വാട്ടർ കോൺക്രീറ്റ്, വെള്ളത്തിന് താഴെയുള്ള കോൺക്രീറ്റിംഗ് വർക്സിനെല്ലാം ക്യുക്ക് സെറ്റിംഗ് സിമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ക്യുക്ക് സെറ്റിംഗ് സിമെന്റ്, കാരണം വെച്ചാൽ പെട്ടെന്ന് സെറ്റ് ആകണം എന്നുള്ളതാണ് ആ സിമെന്റിന്റെ എയിം തന്നെ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും എന്ന് വെച്ചാൽ ക്യുക്ക് സെറ്റിംഗ് സിമെന്റ് ആണ്.
നെക്സ്റ്റ് വൺ, റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് ഹാസ് ഹൈ പെർസെൻറ്റേജ് ഓഫ്, നേരത്തെ പറഞ്ഞതാണ് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റിൽ C3S എന്ന് പറയുന്ന കോമ്പൗണ്ടാണ് ബോക്സ് കോമ്പൗണ്ടിൽ കൂടുതലായിട്ടുള്ളത്. അല്ലാതെ നമ്മൾ കോമ്പോസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ലൈം തന്നെയാണ് സിമെന്റിൽ കൂടുതലായിട്ടുള്ളത്. റാപ്പിഡ് ഹാർഡനിങ് സിമെന്റിൽ കൂടുതലായിട്ട് കാണുന്നത് ആര് തന്നെയായിരിക്കും? ലൈമിന് തന്നെയായിരിക്കും. സിലിക്ക ആയിട്ട് കൺഫ്യൂഷൻ ആകരുത്, എപ്പോഴും സിമെന്റിൽ കൂടുതലായിട്ടുള്ളത് ആര് തന്നെയായിരിക്കും? അത് ലൈം ആയിരിക്കും. Okay, next question. Which of the following types of cement gives 1 day strength that is equal to 3 day strength of OPC with the same water content? അതായത് ഏത് സിമെന്റ് ആണ് നമ്മുടെ OPCയുടെ 3 day strength ഈ ഒരു സിമെന്റിന്റെ 1 day strengthന് സമമായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് ഉണ്ടല്ലോ, പെട്ടെന്ന് തന്നെ ഹാർഡൻ ആയി സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്ന സിമെന്റ് ആണ് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ്. ആ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് ആണ് OPC 3 ദിവസം കൊണ്ട് എടുക്കുന്ന സ്ട്രെങ്ത് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് ഒറ്റ ദിവസം കൊണ്ട് എടുക്കും. ഇതേപോലെ തന്നെ OPC 7 days കൊണ്ട് എടുക്കുന്ന സ്ട്രെങ്ത് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് 3 ദിവസം കൊണ്ട് എടുക്കും. ആ ഒരു റിലേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ആൻസർ എന്തായിരിക്കും? ഇപ്പോൾ ഇവിടെ റാപ്പിഡ് ഹാർഡനിങ് പോർട്ട്ലാൻഡ് സിമെന്റ് ആയിരിക്കും. Okay, which of the following statements is incorrect regarding the fineness of cement? Incorrect ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. The unit of fineness of cement is centimeter cube per kilogram എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂണിറ്റ് ഓഫ് ഫൈൻനെസ് പറയുന്നുണ്ട്, സ്പെസിഫിക് സർഫസ് ഏരിയ വെച്ച് പറയുമ്പോൾ ഏരിയ പെർ മാസ് ആയിട്ടാണ് യൂണിറ്റ് ഓഫ് ഫൈൻനെസ് പറയുന്നത്, ഏരിയ പെർ മാസ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തിലാണ് വന്നിരിക്കുന്നത്? വോളിയം പെർ മാസിന്റെ ടേംസിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ആ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല. സ്പെസിഫിക് സർഫസ് ഏരിയ വെച്ചിട്ടാണ് നമ്മൾ ഫൈൻനെസ് എക്സ്പ്രസ് ചെയ്യുന്നത്. സ്പെസിഫിക് സർഫസ് ഏരിയ മെൻഷൻ ചെയ്യുന്നത് തന്നെ ഏരിയ പെർ മാസിന്റെ ടേംസിലാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റാണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, സ്പെസിഫിക് സർഫസ് ഏരിയ ഓഫ് സിമെന്റ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ യൂസിങ് എയർ പെർമിബിലിറ്റി അപ്പാരറ്റസ്. ഇതാണ് ഞാൻ ആദ്യം പറയുന്നത്, ബ്ലെയിൻസ് എയർ പെർമിബിലിറ്റി അപ്പാരറ്റസ് ആണ് യൂസ് ചെയ്യുന്നത്. ദ ഫൈനസ് ഓഫ് സിമെന്റ് ക്യാൻ ബി ടെസ്റ്റഡ് ബൈ ഡിറ്റർമിനേഷൻ ഓഫ് സ്പെസിഫിക് സർഫസ് ഓഫ് സിമെന്റ്. അതെ, ഫൈനസ് നമുക്ക് സ്പെസിഫിക് സർഫസ് വെച്ചിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. എത്രത്തോളം ഫൈനർ ആയിരിക്കുന്നോ അതിന് സ്പെസിഫിക് സർഫസ് ഏരിയ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇൻക്രീസ് ഇൻ ദി ഫൈനസ് ഓഫ് സിമെന്റ് ഇൻക്രീസസ് ദി ഡ്രൈയിങ് ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ്. ഓക്കെ, എത്രത്തോളം ഫൈൻ ആയിരിക്കുന്നോ അത് നല്ലത് തന്നെയാണ്, പക്ഷേ പെട്ടെന്ന് തന്നെ ഷ്രിങ്ക് ആവാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. അതൊരു പോയിന്റ് ആണ്. അതായത് എത്രയും ഫൈൻ ആകുന്നോ അത്രയും ഷ്രിങ്ക് ആവാൻ, ചുരുങ്ങി ക്രാക്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മോട്ടാറിലും കോൺക്രീറ്റിലും എല്ലാം ഫൈൻ അഗ്രിഗേറ്റ്സ് മിക്സ് ചെയ്യുന്നത് തന്നെ. നമ്മൾ സാൻഡിനെയൊക്കെ മിക്സ് ചെയ്യുമല്ലോ, അത് തന്നെ ആ ഒരു ഷ്രിങ്കേജ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് റോങ് ആയിട്ടുള്ളത്. ഓക്കെ, വാട്ട് ഈസ് ദ പ്രൊപ്പോർഷൻ ഓഫ് സിമെന്റ് വാട്ടർപ്രൂഫേഴ്സ് ഫോർ വാട്ടർ ടാങ്ക്സ് ഇൻ പേസ്റ്റ് ഫോം? ഓക്കെ, ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇനി തീർച്ചയായിട്ടും ചോദിക്കാൻ പോകുന്നതാണ്, ശ്രദ്ധിക്കണം. അതായത് വാട്ടർ പ്രൂഫേഴ്സ് യൂസ് ചെയ്യുന്നു ഇൻ പേസ്റ്റ് ഫോമിലാണെങ്കിൽ, അതായത് ഇത്ര പേസ്റ്റ് ഓഫ് വാട്ടർ പ്രൂഫറിൽ ഇത്ര എമൗണ്ട് ഓഫ് വാട്ടർ ആണ് ആഡ് ചെയ്യുന്നതെന്ന് പറയാറുണ്ട്. നമ്മൾ പറയുന്ന റേഷ്യോ ഇങ്ങനെയാണ്. അതായത് ഇപ്പോൾ പേസ്റ്റ് ഫോമിലാണെങ്കിൽ നമ്മൾ എടുക്കുന്ന വാട്ടർ പ്രൂഫറിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ 1:10 ആയിരിക്കും. ഇനി ലിക്വിഡ് ഫോമിൽ വാട്ടർ പ്രൂഫർ അവൈലബിൾ ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ റേഷ്യോ 1:15 ആയിരിക്കും. അതായത് 1 ലിറ്റർ വാട്ടർ പ്രൂഫർ 15 ലിറ്റർ വാട്ടറുമായിട്ടായിരിക്കും മിക്സ് ചെയ്യുന്നത്. ഇത് കൂടാതെ പൗഡർ ഫോമിലും അവൈലബിൾ ആയിട്ടുണ്ട് വാട്ടർ പ്രൂഫർ. പൗഡർ ഫോമിലാണ് അവൈലബിൾ ആയിട്ടുള്ളതെങ്കിൽ ഒരു 2 to 5% വാട്ടർ പ്രൂഫറാണ് പൊതുവെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതാണ് പേസ്റ്റ് ഫോമിൻ്റെത്, ഇത് ലിക്വിഡ് ഫോമിൻ്റെതാണ്, ഇത് പൗഡർ ഫോമിൻ്റെതാണ്. ഇത് 3ഉം എന്തിലാണ് കിട്ടുന്നത്? വാട്ടർ പ്രൂഫറാണ് ഈ 3 ഫോംസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതും വേണമെങ്കിൽ ചോദിക്കാം, വാട്ടർ പ്രൂഫേഴ്സ് എത്ര ഫോമിൽ അവൈലബിൾ ആയിട്ടുണ്ടെന്നുള്ളത്. പൗഡർ ഫോമിലും പേസ്റ്റ് ഫോമിലും ലിക്വിഡ് ഫോമിലും അവൈലബിൾ ആണ്. അതിൽ തന്നെയാണ് റേഷ്യോയും ഈ ഒരു പെർസെൻറ്റേജിൻ്റെ വാല്യൂവും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? 1 to 10 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പെർസെൻറ്റേജ് ഓഫ് സിമെന്റ് വാട്ടർ പ്രൂഫർ ഇൻ പൗഡർ ഫോം ഫോർ ഓൾ വാട്ടർ റിട്ടൈനിങ് സ്ട്രക്ചേഴ്സ്? അപ്പോൾ ഇവിടെ പൗഡർ ഫോം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരേണ്ടത്? 2 to 5% ആയിരിക്കും. അപ്പോൾ പൗഡർ ഫോം ആണെങ്കിലും പേസ്റ്റ് ഫോം ആണെങ്കിലും ലിക്വിഡ് ഫോം ആണെങ്കിലും അറിഞ്ഞിരിക്കുക ഈ 3 വാല്യൂസ്. ഓക്കെ, അപ്പോൾ അതത്രയാണ് സിമെന്റിലെ മെയിനായിട്ട് പറയുന്ന ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് ലൈമിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ലൈമിലും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസേ ചോദിക്കാറുള്ളൂ. ദ ഹീറ്റിംഗ് ഓഫ് ലൈംസ്റ്റോൺ ടു റെഡ്നെസ് ഇൻ കോൺടാക്ട് വിത്ത് എയർ. സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹീറ്റിംഗ് ഓഫ് ലൈംസ്റ്റോൺ. ലൈംസ്റ്റോണിനെ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ടു റെഡ്നെസ് ഇൻ ദ പ്രസൻസ് ഓഫ് എയർ എന്ന് പറയുന്നത്. എന്തായിരിക്കും അത്? കാൽസിനേഷൻ ആയിരിക്കും. ലൈംസ്റ്റോൺ കിട്ടുന്നത് CaCO3 ഫോമിലാണ്. അതിനെ ഹീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ലൈമിനെ കിട്ടുന്നത് CaO ഫോമിൽ. ഇനി പ്യുവർ ലൈംസ്റ്റോണിനെയാണ് എടുത്ത് നമ്മൾ ഹീറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് ക്യുക്ക് ലൈം അല്ലെങ്കിൽ കോസ്റ്റിക് ലൈമിനെയാണ്. അതാണ് കാൽസിനേഷന്റെ പ്രത്യേകത. ഇനി സ്ലേക്കിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിട്ടുന്ന ലൈമിലോട്ട് വാട്ടറിന് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്ലേക്കിംഗ്.
ഓക്കെ, ഇനി ഹൈഡ്രോളിസിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈമിന്റെ പ്രോപ്പർട്ടിയാണ്. അതായത് വാട്ടറിന്റെ പ്രസൻസിൽ സെറ്റ് ആകുന്ന ചില ലൈംസ് വാട്ടറിന്റെ പ്രസൻസിൽ സെറ്റ് ആകുന്നുണ്ട്. അങ്ങനത്തെ പ്രോപ്പർട്ടി പറയുന്ന പേരാണ് ഹൈഡ്രോളിസിറ്റി. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പറയാം. അടുത്ത, വാട്ട് ലൈം ഈസ് നോൺ ആസ് കോസ്റ്റിക് ലൈം. ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ലൈം സ്റ്റോണിനെ എടുത്ത് കാൽസിനേറ്റ് ചെയ്യും. അത് പ്യുവർ ലൈം സ്റ്റോണിനെ എടുത്താണ് കാൽസിനേറ്റ് ചെയ്യുന്നതെങ്കിൽ കിട്ടുന്ന ലൈമിനെ പറയുന്ന പേരാണ് ക്യുക്ക് ലൈം അല്ലെങ്കിൽ കോസ്റ്റിക് ലൈം. അപ്പോൾ കോസ്റ്റിക് ലൈമിന്റെ അതർ നെയിം ഇവിടെ എന്തായിരിക്കും? ക്യുക്ക് ലൈം ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇതൊരു ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈം ആണ് പറയുന്നത്. ലൈമിന്റെ ബേസിക് ക്ലാസിഫിക്കേഷൻ ആണ്. ഇവിടെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈം എന്നാണ്. ഓക്കെ, ഇതിൽ തന്നെ 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: ഫാറ്റ് ലൈം, ഹൈഡ്രോളിക് ലൈം ആൻഡ് പുവർ ലൈം. അപ്പോൾ ഫാറ്റ് ലൈമിന് തന്നെ കുറച്ച് അതർ നെയിംസിൽ പറയാറുണ്ട്. പ്യുവർ ലൈം, റിച്ച് ലൈം, വൈറ്റ് ലൈം, ഹൈ കാൽഷ്യം ലൈം എന്ന് പറയുന്നുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ലൈമിന്റെ പ്രസൻസ് ഉള്ളത് ഫാറ്റ് ലൈമിലായിരിക്കും. ഏകദേശം 95% ലൈമും ഫാറ്റ് ലൈമിലായിരിക്കും കാണുന്നത്. അവിടുത്തെ ഇംപ്യൂരിറ്റീസ് ലെസ് ദാൻ 5% ആയിരിക്കും. ഓക്കെ, ഇനി ഈ ലൈം കൂടുതലാകുമ്പോഴാണ് സ്ലേക്കിംഗ് വിഗറസ് ആയിട്ട് നടക്കുന്നത്. വാട്ടറുമായിട്ട് നല്ല രീതിയിൽ കമ്പൈൻ ആകുന്നത് ലൈം കൂടുതലാകുമ്പോഴാണ്. അപ്പോൾ ഇവർ 3 പേരെയും വെച്ച് നോക്കുമ്പോഴത്തേനും ഏറ്റവും കൂടുതൽ സ്ലേക്കിംഗ് എല്ലാം നടക്കുന്നത് ഈ ഫാറ്റ് ലൈമിനാണ്. സ്ലേക്കിംഗ് വിഗറസ് ആയിട്ട് നടക്കുകയാണെങ്കിൽ സെറ്റിംഗ് അവിടെ സ്ലോ ആയിരിക്കും. അതേപോലെ തന്നെ ഇതിന്റെ യൂസും ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റ് വാഷിംഗ്, പ്ലാസ്റ്ററിംഗ് പോലുള്ള ഫിനിഷിംഗ് വർക്സിനെല്ലാം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ആയിരിക്കും എന്ന് വെച്ചാൽ അത് ഫാറ്റ് ലൈമാണ്. ഫാറ്റ് ലൈമിന്റെ അതർ നെയിംസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇംപ്യൂരിറ്റീസ് ഏറ്റവും കുറവുള്ള ലൈമാണ്. ഈ പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇനി ഫാറ്റ് ലൈം കഴിഞ്ഞാണ് നമ്മൾ ഹൈഡ്രോളിക് ലൈമിനെ പറയുന്നത്. ഹൈഡ്രോളിക് ലൈമിന് തന്നെ നമ്മൾ വാട്ടർ ലൈം എന്ന് പറയുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹൈഡ്രോളിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ വാട്ടറിൽ സെറ്റ് ആകുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഹൈഡ്രോളിക് ലൈം എന്തായിരിക്കും? വാട്ടർ ലൈം. അതായത് ആ ലൈം വാട്ടറിന്റെ പ്രസൻസിൽ സെറ്റ് ആകുന്നതാണ്. ഇനി ഹൈഡ്രോളിസിറ്റി പ്രോപ്പർട്ടി കൊടുക്കുന്നത് ആരെന്ന് ചോദിക്കും. ഹൈഡ്രോളിസിറ്റി പ്രോപ്പർട്ടി മെയിൻ ആയിട്ട് കൊടുക്കുന്നത് ക്ലേ ആണ്. ക്ലേ ആണ് മെയിൻ ആയിട്ട് ഹൈഡ്രോളിസിറ്റി പ്രോപ്പർട്ടി കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഹൈഡ്രോളിക് ലൈമിനെ തന്നെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ക്ലേ കണ്ടന്റ് ആണ്. ഫീബ്ലി ഹൈഡ്രോളിക് ലൈം, മോഡറേറ്റ്ലി ഹൈഡ്രോളിക് ലൈം ആൻഡ് എമിനന്റ്ലി ഹൈഡ്രോളിക് ലൈം. ഫീബ്ലി എന്ന് പറയുകയാണെങ്കിൽ അവിടെ 5 to 10% ക്ലേ ആയിരിക്കും. മോഡറേറ്റ് എന്ന് പറയുമ്പോൾ 11 to 20% ക്ലേ ആയിരിക്കും. അടുത്ത എമിനന്റ്ലി എന്ന് പറയുമ്പോഴത്തേനും 21 to 30% ക്ലേ ആയിരിക്കും. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ കൺസ്ട്രക്ഷൻ പർപ്പസിന് എല്ലാം യൂസ് ചെയ്യുന്നത്, സ്ട്രക്ചറൽ പർപ്പസിന് എല്ലാം യൂസ് ചെയ്യുന്നത് എമിനന്റ്ലി ഹൈഡ്രോളിക് ലൈം ആണ്. നമ്മൾ OPC ആയിട്ട് സിമിലർ ആയിട്ടുള്ളത് എമിനന്റ്ലി ഹൈഡ്രോളിക് ലൈം ആണ്. ഏറ്റവും നല്ല പ്രോപ്പർട്ടീസ് ഉള്ളതെല്ലാം എമിനന്റ്ലി ഹൈഡ്രോളിക് ലൈമിനായിരിക്കും. ഇവർ രണ്ടുപേരും നമ്മൾ മേസൺറി വർക്സിനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പുവർ ലൈമിനെ തന്നെയാണ് നമ്മൾ ഇംപ്യൂർ ലൈം എന്ന് പറയുന്നുണ്ട്, ലീൻ ലൈം എന്ന് പറയുന്നുണ്ട്. അതായത് അവിടെ ലൈമിന്റെ കണ്ടന്റ് കുറവാണ്, കൂടുതൽ ക്ലേ ആണ്. അതായത് 30%-നേക്കാൾ കൂടുതൽ ക്ലേ കണ്ടന്റ് ഉള്ളത് പുവർ ലൈമിനാണ്. ഒരുപാട് എക്സാമിന് ചോദിച്ചുള്ള ക്വസ്റ്റൻ ആണ്, ദ ലൈം വിച്ച് ഹാസ് മോർ ദാൻ 30% ക്ലേ എന്ന് പറഞ്ഞ് ചോദിക്കും. അതാരായിരിക്കും? അത് പുവർ ലൈം ആയിരിക്കും. പുവർ ലൈമിനെ നമ്മൾ അങ്ങനെ എങ്ങും യൂസ് ചെയ്യാറില്ല. സ്ലോ സെറ്റിംഗ്, ഹാർഡനിങ് എല്ലാം വളരെ സ്ലോ ആണ്. വളരെ ഇൻഫീരിയർ വർക്സിന് മാത്രമേ പുവർ ലൈമിനെ സെലക്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ 3 ലൈമും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് നന്നായിട്ട് പഠിച്ചു പോവുകയും വേണം. ഒരുപാട് തവണ എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ വിച്ച് ലൈം ഈസ് പോപ്പുലർലി നോൺ ആസ് ഫാറ്റ് ലൈം. തന്നിരിക്കുന്നതിൽ ഏത് തന്നെയാണ് ഫാറ്റ് ലൈം എന്ന് പറയുന്നത്? നമ്മൾ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞതേ ഉള്ളൂ. ഹൈ കാൽഷ്യം ലൈം, ഏറ്റവും കൂടുതൽ ലൈമുള്ള അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ഫാറ്റ് ലൈം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The commonly used lime for works underwater or in dam conditions. ഈ തന്നിരിക്കുന്നതിൽ ഏതിനെയാണ് അണ്ടർ വാട്ടർ അല്ലെങ്കിൽ ഡാം കണ്ടീഷനിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രോളിക് ലൈമിനെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആരായിരിക്കും? എമിനന്റ്ലി ഹൈഡ്രോളിക് ലൈമിനെയാണ് നമ്മൾ ആ ഒരു OPC ആയിട്ട് സിമിലർ ആയിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡാം കണ്ടീഷൻസിലെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ആരെ തന്നെയായിരിക്കും? എമിനന്റ്ലി ഹൈഡ്രോളിക് ലൈമിനെ ആയിരിക്കും. Next question. The lime which has high calcium oxide content and is dependent for setting and hardening solely on the absorption of carbon dioxide from the atmosphere. ഇത് ആരുടെ പ്രോപ്പർട്ടി വെച്ചാലും നമ്മുടെ ഫാറ്റ് ലൈമിന്റെ പ്രോപ്പർട്ടിയാണ്. അതിനകത്ത് എന്തായാലും ഹൈ കാൽഷ്യം കണ്ടന്റാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ ഇവർ എങ്ങനെ സെറ്റ് ആകുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ അവിടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡൊക്കെ അബ്സോർബ് ചെയ്ത് മാത്രമേ സെറ്റ് ആകുള്ളൂ. വേറെ ഒരു രീതിയിലും സെറ്റ് ആകില്ല. ഏറ്റവും ഭയങ്കര പതുക്കെ സ്ലോ ആയിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു ലൈമാണ് ഫാറ്റ് ലൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? ഫാറ്റ് ലൈം ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്. വാട്ട് ഈസ് ദി കെമിക്കൽ ഫോർമുല ഓഫ് ലൈം സ്റ്റോൺ? ഞാൻ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. ലൈം സ്റ്റോണിന്റെ കെമിക്കൽ ഫോർമുല CaCO3 ആണ്. CaCO3. ലൈമിന്റെ കെമിക്കൽ ഫോർമുല ചോദിക്കണമെങ്കിൽ അത് CaO ആണ്. ഇനി ഇതുപോലെ തന്നെ സ്ലേക്കിംഗ് നടക്കുമ്പോൾ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ഈ ലൈം സ്ലേക്കഡ് ലൈം അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് ലൈമായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ സ്ലേക്കഡ് ലൈം അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് ലൈമിന്റെ കെമിക്കൽ ഫോർമുലയാണ് CaOH2, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സ്ലേക്കഡ് ലൈമിൻ്റെതാണ്. കാൽഷ്യം കാർബണേറ്റ് ലൈം സ്റ്റോണിൻ്റെതാണ്. കാൽഷ്യം ഓക്സൈഡ് ലൈമിൻ്റെതാണ്. എല്ലാത്തിനെയും കെമിക്കൽ ഫോർമുലാസും അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ്, വിച്ച് ലൈം ഈസ് നോൺ ആസ് വാട്ടർ ലൈം? ആരെയാണ് ഇതിനകത്ത് വാട്ടർ ലൈം എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു വാട്ടറിൽ സെറ്റ് ആകുന്ന ലൈമാണ്. അപ്പോൾ അത് ആരായിരിക്കും? ഹൈഡ്രോളിക് ലൈം ആയിരിക്കും. ഹൈഡ്രോളിസിറ്റി പ്രോപ്പർട്ടി കൊടുക്കുന്നത് ആരാണ്? ക്ലേ ആണ്. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ കറക്റ്റ്? കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്.
മിൽക്ക് ലൈം ഈസ് എ തിൻ പോറബിൾ സൊല്യൂഷൻ ഓഫ് സ്ലേക്കഡ് ലൈം ഇൻ വാട്ടർ ആണ്. നമ്മൾ മിൽക്ക് ലൈം അല്ലെങ്കിൽ മിൽക്ക് ഓഫ് ലൈം എന്ന് പറയും. ഈ സ്ലേക്കഡ് ലൈമിനെ തന്നെ വാട്ടറിലാക്കിയുമ്പോൾ ഒരു തിന്നായിട്ടുള്ള നമ്മൾ സസ്പെൻഷൻ ആക്കി മാറ്റും. അതിനെ പറയുന്ന ഒരു പേരാണ് മിൽക്ക് ലൈം. അടുത്ത ലംബ് ലൈം ഈസ് ദ ക്യുക്ക് ലൈം കമ്മിങ് ഔട്ട് ഓഫ് ദി കിൽ. ഈ ക്യുക്ക് ലൈം കിട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ, പ്യുവർ ലൈം സ്റ്റോൺ എടുത്ത് കാൽസിനേറ്റ് ചെയ്യുമ്പോഴാണ് ക്യുക്ക് ലൈം കിട്ടുന്നത്. ഈ ക്യുക്ക് ലൈമിനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് കില്ലിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അങ്ങനെ പറയുന്ന ലൈമിന് പേരാണ് ലംബ് ലൈം. ഡയറക്റ്റ് ആയിട്ട് കില്ലിൽ നിന്ന് കിട്ടുന്ന ക്യുക്ക് ലൈമിനെ പറയുന്ന പേരാണ് ലംബ് ലൈം. അടുത്ത ഹൈഡ്രോളിക് ലൈം കണ്ടെയ്ൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് സിലിക്ക അലൂമിന അയൺ ഓക്സൈഡ് ഇൻ കെമിക്കൽ കോമ്പിനേഷൻ വിത്ത് കാൽഷ്യം ഓക്സൈഡ് കമ്പോണന്റ് ആൻഡ് ഹാസ് ദ പ്രോപ്പർട്ടി ടു സെറ്റ് ആൻഡ് ഹാർഡൻ അണ്ടർ വാട്ടർ. അതായത് ഹൈഡ്രോളിക് ലൈമിൽ കുറച്ച് സിലിക്ക അലൂമിന കണ്ടന്റ് ഒക്കെ ഉണ്ട്, അയൺ ഓക്സൈഡ് കണ്ടന്റ് ഒക്കെ ഉണ്ട്. അതായത് ഇന്നത്തെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ട് ക്ലേ കണ്ടന്റ് ഉണ്ട്. ക്ലേ തന്നെ ഹൈഡ്രേറ്റഡ് അലൂമിനോ സിലിക്കേറ്റ്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ അലൂമിനിയം സിലിക്കേറ്റ്സും ഉണ്ട്. ഇനി ഇവിടെ പറയുന്നുണ്ട് എന്താണ് സെറ്റ് ആൻഡ് ഹാർഡൻ അണ്ടർ വാട്ടർ. അതിന് വാട്ടറിന്റെ പ്രസൻസിൽ സെറ്റ് ആകാനായിട്ട് പറ്റും. അതിനെ പറഞ്ഞ പേരാണ് ഹൈഡ്രോളിക് ലൈം. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. അപ്പോൾ ഈ ലൈമിന്റെ ചാപ്റ്ററിൽ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ആ ഒരു സെക്ഷനിലാണ് പഠിക്കാനായിട്ടുള്ളത്. ആദ്യത്തെ കുറച്ച് ടെർമിനോളജീസ് ഉണ്ട്, കാൽസിനേഷൻ, സ്ലേക്കിംഗ്, ഹൈഡ്രോളിസിറ്റി, പിന്നെ അവിടുത്തെ ഓരോ ലൈംസിന്റെ പേര്, പിന്നെ അതിലെല്ലാം കെമിക്കൽ ഫോർമുല, പിന്നെ ആ ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഇനി ഇത് കൂടാതെ വരുന്ന ഒരെണ്ണമാണ് IS കോഡ് പ്രകാരമുള്ള ക്ലാസിഫിക്കേഷൻ. അവിടെ നിന്ന് ഒരു ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ദി നെയിം ഓഫ് ക്ലാസ് ലൈം വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്ട്രക്ചറൽ വർക്ക് സച്ച് ആസ് ആർച്ചസ്, ഡോംസ് എക്സെട്ര. ആർച്ചസിലും ഡോംസിലും പോലുള്ള സ്ട്രക്ചറൽ വർക്ക്സിന് യൂസ് ചെയ്യുന്ന ലൈം ഏതാന്നുള്ളത്. അപ്പോൾ ഇതിന്റെ ആൻസർ അറിയണമെങ്കിൽ ആദ്യം ഈ ഒരു ക്ലാസിഫിക്കേഷൻ കൂടെ അറിഞ്ഞിരിക്കണം. നമ്മൾ ഓൾറെഡി ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, അതിനുശേഷമാണ് IS കോഡ് പ്രകാരമുള്ള ക്ലാസിഫിക്കേഷൻ. ഈ IS കോഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. IS 712 ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈമിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 6 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ലൈമിനെ. ക്ലാസ് A to F ആണ്. ഓരോന്നിൻ്റെയും പേരറിയണം, അതിൻ്റെ എല്ലാം യൂസസ് അറിയണം. സ്ട്രക്ചറൽ വർക്ക്സിനെല്ലാം യൂസ് ചെയ്യുന്നത് ക്ലാസ് A ലൈമാണ്. ഏറ്റവും ബെസ്റ്റ് ലൈമാണ്. അതാരായിരിക്കും? എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു OPC ആയിട്ട് സിമിലർ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ക്ലാസ് A ലൈം സ്ട്രക്ചറൽ വർക്ക്സിന് യൂസ് ചെയ്യുന്നു. അതിനുശേഷം ക്ലാസ് B ലൈം മേസൺറി വർക്ക്സിന് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മേസൺറിക്കൊക്കെ യൂസ് ചെയ്യുന്നത് സെമി ഹൈഡ്രോളിക് ലൈമാണ്. ഇനി നമ്മുടെ ഫിനിഷിംഗ് വർക്ക്സിനൊക്കെ യൂസ് ചെയ്യുന്നത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഫാറ്റ് ലൈമാണ് ഫിനിഷിംഗ് വർക്ക്സിന് യൂസ് ചെയ്യുന്നുള്ളത്. അത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? ക്ലാസ് സിയിൽ വരുന്നതാണ്. ഇനി ഇൻഫീരിയർ ഫിനിഷിംഗ് വർക്കാണ് ക്ലാസ് ഡിയിൽ വരുന്നത്. അതിനെ പറയുന്ന പേര് മാഗ്നീഷ്യ ഡോളോമെറ്റിക് ലൈമാണ്. ഇനി മേസൺറി മോർട്ടാർ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് കൺകാർ ലൈം യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ പറയുന്നത് ക്ലാസ് ഇ ലൈം എന്നാണ്. കൺകാറിന് കിട്ടുന്നത് തന്നെ ലൈം നോഡ്യൂൾസ് ഒക്കെ ബേൺ ചെയ്തിട്ടാണ്. ഓക്കെ, അടുത്ത അണ്ടർ കോട്ട് ആൻഡ് ഫിനിഷിംഗ് കോട്ട് ഓഫ് പ്ലാസ്റ്റിക്കിന് യൂസ് ചെയ്യുന്നത് സിലീഷ്യസ് ഡോളോമെറ്റിക് ലൈമാണ്. അത് ക്ലാസ് എഫിൽ വരുന്നതാണ്. മസ്റ്റ് ആയിട്ട് ഈ ക്ലാസിഫിക്കേഷൻസ് പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അത് വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദി നെയിം ഓഫ് ക്ലാസ് ലൈം വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്ട്രക്ചറൽ വർക്ക് സച്ച് ആസ് ആർച്ചസ്, ഡോംസ് എക്സെട്ര. സ്ട്രക്ചറൽ വർക്ക്സിനെല്ലാം യൂസ് ചെയ്യുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള ലൈമാണ്. അതാരായിരിക്കും? ക്ലാസ് A ലൈമാണ്. അത് എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടെസ്റ്റ് ഈസ് കണ്ടക്ടഡ് ടു നോ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈം. ഇതിൽ ഏത് ടെസ്റ്റ് വെച്ചിട്ടാണ് നമുക്ക് ലൈമിന്റെ ക്ലാസിഫിക്കേഷൻ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. അത് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ലൈമിന്റെ ടെസ്റ്റ് എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈം ഡിറ്റർമൈൻ ചെയ്യുന്നത് ബോൾ ടെസ്റ്റ് വെച്ചിട്ടാണ്. ലൈം ബോൾസ് ആയിട്ട് മേക്ക് ചെയ്യും. ഒരു 40 mm സൈസ് ഉള്ള ബോൾസ് ആണ്. ബോളിന്റെ സൈസ് ആണ് 40 mm. ഈ 40 mm സൈസ് ഉള്ള ബോൾസ് ആയിട്ട് മേക്ക് ചെയ്തതിനു ശേഷം 6 hours അതിനെ മാറ്റി വെച്ചിട്ട് വാട്ടറിലൊന്ന് ഇമ്മേഴ്സ് ചെയ്ത് നോക്കും. അപ്പോൾ നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അത് ക്ലാസ് C ലൈം എന്നും, എക്സ്പാൻഷൻ അധികം ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ ക്ലാസ് B ലൈം എന്നും പറയും. അപ്പോൾ ക്ലാസ് B ആണോ C ആണോ എന്നാണ് മെയിൻ ആയിട്ട് ഈ ബോൾ ടെസ്റ്റ് വെച്ച് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് ലൈമിൽ ചെയ്യുന്ന ടെസ്റ്റുകൾ. ആദ്യം വിഷ്വൽ എക്സാമിനേഷൻ, കളർ നോക്കും. ക്ലാസ് C ലൈം നമ്മുടെ ഫാറ്റ് ലൈം ഉണ്ടല്ലോ, പ്യുവർ വൈറ്റ് കളർ ആയിരിക്കണം. പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ടെസ്റ്റ് ഉണ്ട്. കാൽഷ്യം കാർബണേറ്റ് ഡിറ്റർമിനേഷനും ക്ലാസിഫിക്കേഷനും അവിടെ കിട്ടും. മെയിൻ ആയിട്ട് ക്ലാസിഫിക്കേഷൻ കിട്ടുന്നത് ബോൾ ടെസ്റ്റിലാണ്. അടുത്ത ഇമ്പ്യൂരിറ്റി ടെസ്റ്റ്, അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ വേണ്ടി. പ്ലാസ്റ്റിസിറ്റി ടെസ്റ്റ്, പ്ലാസ്റ്റിസിറ്റി അറിയാൻ വേണ്ടിയിട്ട്. വർക്കബിലിറ്റി ടെസ്റ്റ്, വർക്കബിലിറ്റി അറിയാൻ വേണ്ടിയിട്ട്. ഇതാണ് ലൈമിൽ ചെയ്യുന്ന മെയിൻ ടെസ്റ്റുകൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നമ്മുടെ സാൻഡിന്റെ ടോപ്പിക്കിൽ വരുന്നതാണ്. മോർട്ടാറിൽ സാൻഡിന്റെ ടോപ്പിക്. നെയിം ദ സാൻഡ് വിച്ച് പാസസ് ത്രൂ എ സീവ് വിത്ത് ക്ലിയർ ഓപ്പണിംഗ് ഓഫ് 3.17 mm ആൻഡ് യൂസ്ഡ് ഫോർ മേസൺറി വർക്ക്സ്. സാൻഡ് തന്നെ നമ്മൾ 3 ആയിട്ട് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ബേസ്ഡ് ഓൺ ഗ്രെയിൻ സൈസ് സാൻഡിനെ ഫൈൻ സാൻഡ്, കോഴ്സ് സാൻഡ്, ഗ്രേവലി സാൻഡ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫൈൻ സാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലിയർ ഓപ്പണിംഗ് ആയ 1.5875 mm കൂടെ പാസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത്രത്തോളം ഫൈൻ ആയിട്ടുള്ള സാൻഡാണ് നമുക്ക് പ്ലാസ്റ്ററിംഗ് വർക്ക്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്താണ് കോഴ്സ് സാൻഡ്. കോഴ്സ് സാൻഡാണ് 3.175 mm കൂടെ പാസ് ചെയ്യുന്നത്. അത് ഫൈൻ അല്ല, കുറച്ചും കൂടി കോഴ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് മേസൺറി വർക്ക്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇത് കൂടാത്തതാണ് ഗ്രാവലി സാൻഡ്. ഗ്രാവലി സാൻഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടി വലുതാണ്. അതായത് 7.62 mm കൂടെ പാസ് ചെയ്യുന്ന സാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ നമുക്ക് കോൺക്രീറ്റിംഗ് വർക്ക്സിനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? 3.17 mm കൂടെ പാസ് ചെയ്യുന്നത് മേസൺറി വർക്കിന് യൂസ് ചെയ്ത് ആരെയായിരിക്കും? അപ്പോൾ ഇതിനകത്ത് കോഴ്സ് സാൻഡ് ആയിരിക്കും. ഫൈൻ സാൻഡാണ് 1.5875 mm കൂടെ പാസ് ചെയ്യുന്നത്. ഗ്രേവലി സാൻഡാണ് 7.62 mm കൂടെ പാസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടക്കുന്ന എക്സാംസിനെല്ലാം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് സാൻഡ് ബേസ്ഡ് ഓൺ ഗ്രെയിൻ സൈസ് എന്നുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ,
അടുത്തത് വാട്ട് ഈസ് ദി വെയിറ്റ് റേഞ്ച് ഓഫ് സാൻഡ് ഇൻ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്? ഡ്രൈ സാൻഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡ്രൈ സാൻഡിന്റെ വെയിറ്റ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. 1540 to 1600 ആണ് ഡ്രൈ സാൻഡിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി വെറ്റ് സാൻഡ് ആയിരുന്നെങ്കിൽ അത് 1600 to 1700 ആയിരുന്നു. ഇത് രണ്ടും അറിഞ്ഞിരിക്കുക, ഡ്രൈ സാൻഡിന്റെയും വെറ്റ് സാൻഡിന്റെയും. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഡ്രൈ സാൻഡിന്റെ ആൻസർ 1540 to 1600. അടുത്തത് എ പേസ്റ്റ് ഫോംഡ് ബൈ ദ അഡീഷൻ ഓഫ് വാട്ടർ ടു എ മിക്സ്ചർ കമ്പോസ്ഡ് ഓഫ് എൻ അഗ്രിഗേറ്റ് സച്ച് ആസ് സാൻഡ് ആൻഡ് എ മെട്രിക്സ് ഓർ ബൈൻഡിംഗ് മെറ്റീരിയൽ ലൈക്ക് ലൈം ഓർ സിമെന്റ് ഈസ് കോൾഡ്. അതായത് എന്ത് പേസ്റ്റ് ആണ് ഉണ്ടാകുന്നത്? വാട്ടറിന്റെ കൂടെ നമ്മളൊരു ഫൈൻ അഗ്രിഗേറ്റിനെയും ആഡ് ചെയ്യുന്നുണ്ട്, സാൻഡിനെ. അതുകൂടാതെ മെട്രിക്സ് അല്ലെങ്കിൽ ബൈൻഡിംഗ് മെറ്റീരിയൽ ആയിട്ടുള്ള ലൈമോ സിമെന്റോ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ബേസിക് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ലൈം അല്ലെങ്കിൽ സിമെന്റിന്റെ കൂടെ സാൻഡും വാട്ടറും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആരെയായിരിക്കും? മോർട്ടാറിനെയാണ്. ഇവിടെ ലൈം ഓർ സിമെന്റ് എന്ന് പറയുന്നുണ്ട്. അപ്പം ജനറലി മോർട്ടാറിന്റെ ഡെഫിനിഷൻ ആണ്. ഇനി ലൈം എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് ലൈം മോർട്ടാർ ആയിരിക്കും. സിമെന്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? സിമെന്റ് മോർട്ടാർ ആയിരിക്കും. ഇവിടെ ലൈം ഓർ സിമെന്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും? മോർട്ടാറിന്റെ ഡെഫിനിഷൻ ആണ്. ഓക്കെ, വാട്ട് ഈസ് ഗേജ്ഡ് സിമെന്റ് മോർട്ടാർ? ഗേജ്ഡ് മോർട്ടാർ എന്താണെന്ന് അറിയണം. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഗേജ്ഡ് മോർട്ടാർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ബൈൻഡിംഗ് മെറ്റീരിയൽ വേണം, ഫൈൻ അഗ്രിഗേറ്റ് വേണം, വാട്ടർ വേണം. അപ്പോൾ ഫൈൻ അഗ്രിഗേറ്റ് സാൻഡ് ആണ്, വാട്ടർ എടുത്തിട്ടുണ്ട്. ബൈൻഡിംഗ് മെറ്റീരിയൽ ആയിട്ട് വരുന്നത് ലൈമും ഉണ്ട്, സിമെന്റും ഉണ്ട്. അപ്പോൾ സിമെന്റിനെയും ലൈമിനെയും കൂടെ വരികയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഗേജ്ഡ് മോർട്ടാർ. അപ്പോൾ നമുക്കിവിടെ ആൻസർ എന്തായിരിക്കും? എ മിക്സ്ചർ ഓഫ് ഏതൊക്കെ വരും? സിമെന്റ്, സാൻഡ്, ലൈം ആൻഡ് വാട്ടർ. ഇവരെ എല്ലാം കൂടി വരുന്നതാണ്. അവിടെ ബൈൻഡിംഗ് മെറ്റീരിയൽ ആയിട്ട് സിമെന്റ് വരുന്നുണ്ട്, ലൈമും വരുന്നുണ്ട്. അങ്ങനെ പറയുന്ന മോട്ടാറിനെ പറയുന്ന പേരാണ് ഗേജ്ഡ് മോട്ടാർ, ഗേജ്ഡ് സിമെന്റ് മോട്ടാർ എന്ന് പറയും. നെക്സ്റ്റ് വൺ, ബൾക്കിംഗ്. എന്താണ് ബൾക്കിംഗ് എന്ന് അറിയണം. ബൾക്കിംഗ് തന്നെ ദ ഇൻക്രീസ് ഇൻ വോളിയം ഓഫ് സാൻഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മോയ്സ്ചർ എന്നാണ് പറയുന്നത്. സാൻഡിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നതാണ് മോയ്സ്ചറിന്റെ പ്രസൻസ് കാരണം. പക്ഷേ ബൾക്കിംഗ് എപ്പോഴും ഇൻക്രീസ് ചെയ്തിരിക്കില്ല. ഒരു പർട്ടിക്കുലർ മോയ്സ്ചർ ലെവൽ കഴിഞ്ഞാൽ ബൾക്കിംഗ് കുറയുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ബൾക്കിംഗ് എന്തായിരിക്കും? നമുക്ക് എന്തെന്ന് പറയാം? ഇൻക്രീസ് ഇൻ വോളിയം ഓഫ് സാൻഡ് ഡ്യൂ ടു മോയ്സ്ചർ വിച്ച് കീപ്സ് ദി സാൻഡ് പാർട്ടിക്കിൾസ് അപ്പാർട്ട്. ഈ സാൻഡ് പാർട്ടിക്കിൾസ് എല്ലാം പരസ്പരം ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു വോളിയം ഇൻക്രീസ് ചെയ്യുന്നത്. ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, ഹൗ ഈസ് പാർട്ടിക്കിൾ സൈസ് ഓഫ് ഗ്രാൻ റിലേറ്റഡ് ടു ബൾക്കിംഗ്? ബൾക്കിങ്ങും പാർട്ടിക്കിൾ സൈസും തമ്മിലുള്ള ഇതെന്താണ്, റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ബൾക്കിംഗ് ഓൾറെഡി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എത്രയും ഫൈൻ ആയിട്ടുള്ള അഗ്രിഗേറ്റ്സിലായിരിക്കും. അതായത് പാർട്ടിക്കിൾസിന്റെ സൈസ് കുറയും തോറും, ഫൈനർ ആകും തോറും, അതായത് പാർട്ടിക്കിൾ സൈസ് കുറയും തോറും ബൾക്കിംഗ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഇവർ ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ് അല്ലേ? പാർട്ടിക്കിൾ സൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ബൾക്കിംഗ് കൂടുതലായിരിക്കും. അപ്പോൾ ഇവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. പാർട്ടിക്കിൾ സൈസും ബൾക്കിങ്ങും തമ്മിലുള്ള റിലേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് പ്രിപ്പയർഡ് ആസ് ആർട്ടിഫിഷ്യൽ സാൻഡ്. തന്നിരിക്കുന്നത് ഏതാണ് ആർട്ടിഫിഷ്യൽ സാൻഡ് എന്നുള്ളതാണ്. പിച്ച് സാൻഡ്, റിവർ സാൻഡ്, സീ സാൻഡ് എല്ലാം നമ്മുടെ നാച്ചുറൽ സോഴ്സ് ഓഫ് സാൻഡ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാച്ചുറൽ സോഴ്സ് ഓഫ് സാൻഡ്. പിച്ച് സാൻഡിനെ തന്നെ കിട്ടുന്നത് 1 to 2 മീറ്റർ ഫ്രം ദി ഗ്രൗണ്ട് ലെവൽ. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു 1 to 2 മീറ്റർ നിന്നാണ് നമുക്ക് പിച്ച് സാൻഡിനെ കിട്ടുന്നത്. റിവർ സാൻഡിനെ കിട്ടുന്നത് റിവറിന്റെ ബാങ്ക്സ് എന്നും ബെഡ്സ് എന്നുമാണ്. സീ സാൻഡിനെ കിട്ടുന്നത് സീ ഷോസ് എന്നാണ്. ഇതിൽ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് സാൻഡ് എന്ന് പറഞ്ഞാൽ അത് റിവർ സാൻഡ് ആയിരിക്കും. റിവർ സാൻഡിന്റെ കളർ വൈറ്റ് ആണ്. ഇനി പിച്ച് സാൻഡിന്റെ കളർ ഓറഞ്ച് റെഡ് കളറാണ്. പിച്ച് സാൻഡ് ആംഗുലർ ആയിട്ടുള്ള ഗ്രെയിൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കോൺക്രീറ്റിംഗ് മോട്ടാർ വർക്കിനൊക്കെ ഇവർ എക്സലന്റ് മെറ്റീരിയൽ ആണ് പിച്ച് സാൻഡ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ വൈഡ്ലി യൂസ്ഡ് സാൻഡ് എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഫിനിഷിംഗ് വർക്സിനും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നത് റിവർ സാൻഡിനെയാണ്. അപ്പോൾ ഇവർ 3 പേരും നാച്ചുറൽ സാൻഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും എന്താണിത്? ക്രഷിംഗ് സ്റ്റോൺസ് സാൻഡ്, അതായത് സ്റ്റോൺസിന് തന്നെ ക്രഷ് ചെയ്ത് പൗഡർ ആക്കില്ലേ, ആ സാൻഡ് എപ്പോഴും എന്തായിരിക്കും? ആർട്ടിഫിഷ്യൽ സാൻഡിന്റെ എക്സാമ്പിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആഡഡ് ടു മേക്ക് മോർട്ടാർ ഫയർ പ്രൂഫ്? മോർട്ടാറിനെ ഫയർ പ്രൂഫ് ആക്കാനായിട്ട് എന്താണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മോർട്ടാർ ആണ്. അപ്പോൾ എന്തായാലും അവിടെ ബൈൻഡിംഗ് മെറ്റീരിയൽ ഉണ്ട്, പിന്നെ ഫൈൻ അഗ്രിഗേറ്റ് ഉണ്ട്, വാട്ടർ ഉണ്ട്. അപ്പോൾ ബൈൻഡിംഗ് മെറ്റീരിയൽ ആയിട്ട് എടുക്കുന്നത് നമ്മൾ സിമെന്റ് ആയിരിക്കും എടുക്കുന്നത്. അതിൽ തന്നെ ഏത് സിമെന്റ് ആണ് എടുക്കുന്നത് എന്ന് ശ്രദ്ധിക്കാനായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു. സിമെന്റ് പറഞ്ഞപ്പോൾ ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ഏത് സിമെന്റ് ആയിരിക്കും? ഹൈ അലൂമിനിയം സിമെന്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് അലൂമിനിയം സിമെന്റ് ആണ് മോർട്ടാറിനെ ഫയർ പ്രൂഫ് ആക്കാനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കപ്പോൾ മോർട്ടാറിന്റെ കുറച്ച് ടൈപ്സ് പഠിക്കാനായിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് മോർട്ടാർ വരുന്നുണ്ട്. ബേസ്ഡ് ഓൺ ബൾക്ക് ഡെൻസിറ്റി, ബേസ്ഡ് ഓൺ ബൈൻഡിംഗ് മെറ്റീരിയൽ, ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് ആപ്ലിക്കേഷൻ ആൻഡ് കുറച്ച് സ്പെഷ്യൽ മോട്ടാർസ് വരുന്നുണ്ട്. ഇതിൽ ബേസ്ഡ് ഓൺ ബൾക്ക് ഡെൻസിറ്റി 2 ഉണ്ട്. ഹെവി മോട്ടാറും ഉണ്ട്, ലൈറ്റ് വെയിറ്റ് മോട്ടാറും ഉണ്ട്. ഹെവി മോട്ടാർ എന്ന് പറയുമ്പോൾ ബൾക്ക് ഡെൻസിറ്റി ഗ്രേറ്റർ ദാൻ 15 kN/m3 ആണ്. ലൈറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ ബൾക്ക് ഡെൻസിറ്റി ലെസ് ദാൻ 15 kN/m3. ഇനി ബൈൻഡിംഗ് മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് ബൈൻഡിംഗ് മെറ്റീരിയൽ അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. സിമെന്റ് മോട്ടാർ എന്ന് പറയുമ്പോൾ ബൈൻഡിംഗ് മെറ്റീരിയൽ സിമെന്റ് ആണ്. ലൈം മോട്ടാർ എന്ന് പറയുമ്പോൾ ബൈൻഡിംഗ് മെറ്റീരിയൽ ലൈം ആണ്. ഗേജ്ഡ് മോട്ടാർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബൈൻഡിംഗ് മെറ്റീരിയൽ ലൈമും വരും, സിമെന്റും വരും. ഇനി സുർക്കി മോട്ടാർ ഉണ്ട്. സുർക്കി മോട്ടാർ എന്ന് പറയുമ്പോൾ അവിടെ ബൈൻഡിംഗ് മെറ്റീരിയൽ അല്ല സുർക്കി, ഫൈൻ അഗ്രിഗേറ്റ് ആണ് സുർക്കി. സുർക്കി എടുക്കുന്ന സമയത്ത് ബൈൻഡിംഗ് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ലൈമിനെ ആയിരിക്കും.
ഓക്കെ, ഇനി സുർക്കിക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ട് മെയിനായിട്ട് പറയുന്നത് ഹൈഡ്രോളിസിറ്റി ഇമ്പാർട്ട് ചെയ്യുന്നതാണ് സുർക്കി എന്ന് പറയുന്ന മെറ്റീരിയൽ. സുർക്കി ഇമ്പാർട്ട്സ് എന്ന് പറഞ്ഞ് മിക്കപ്പോഴും ചോദിക്കുന്നുണ്ട്. ഹൈഡ്രോളിസിറ്റി പ്രോപ്പർട്ടിയാണ് സുർക്കി കൊടുക്കുന്നത്. എന്താണ് ഹൈഡ്രോളിസിറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഡാം കണ്ടീഷനിലും സെറ്റ് ആകുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അവിടെ ബൈൻഡിങ് മെറ്റീരിയൽ ലൈം എടുത്തു കഴിഞ്ഞാൽ ഡാംനെസ്സിൽ സെറ്റ് ആകുന്ന സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സുർക്കിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഡാംനെസ്സിൽ സെറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് സുർക്കിയെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതുകൂടാതെ ജിപ്സം മോട്ടാറും കൂടെ വരും. ജിപ്സം മോട്ടാർ എന്ന് പറയുമ്പോൾ അവിടെ ബൈൻഡിങ് മെറ്റീരിയൽ എടുക്കുന്നത് ജിപ്സോ ആയിരിക്കും. ഈ നേച്ചർ ഓഫ് ആപ്ലിക്കേഷനിൽ വരുന്നത് നമ്മുടെ ബ്രിക്ക് ലേയിങ് മോട്ടാർ ഉണ്ട്, അതായത് ബ്രിക്ക് ലേയിങ് വാൾ ലേയിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് ബ്രിക്ക് ലേയിങ് മോട്ടാർ യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ ഫിനിഷിംഗ് മോട്ടാർ ഉണ്ട്, പ്ലാസ്റ്റിക് പോലുള്ള വർക്ക്സിന് യൂസ് ചെയ്യുന്നതാണ് ഫിനിഷിംഗ് മോട്ടാർ. അതെല്ലാം നേച്ചർ ഓഫ് ആപ്ലിക്കേഷനിൽ വരുന്നതാണ്. കൂടാതെ സ്പെഷ്യൽ മോട്ടാർസിൽ വരുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഫയർ റെസിസ്റ്റന്റ് മോട്ടാർ. ഫയർ റെസിസ്റ്റന്റ് മോട്ടറിൽ അപ്പോൾ ആഡ് ചെയ്യുന്ന സിമെന്റ് ഏതാണ്, ഹൈ അലൂമിന സിമെന്റ് ആണ്, അലൂമിന സിമെന്റ് ആണ്. പിന്നെ ലൈറ്റ് വെയിറ്റ് മോട്ടാർ എന്ന് പറയുമ്പോൾ ലൈറ്റ് വെയിറ്റുള്ള അഗ്രിഗേറ്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സൗണ്ട് അബ്സോർബിംഗ് മോട്ടാർ ഉണ്ട്, സൗണ്ടിനെ അബ്സോർബ് ചെയ്യുന്ന മോട്ടാറാണ്. അവരുടെ ബൾക്ക് ഡെൻസിറ്റി 6 to 12 kN/m³ ആണ് പറയുന്നത്. എക്സ്റേ ഷീൽഡിംഗ് മോട്ടാർ ഉണ്ട്, അവരുടെ ബൾക്ക് ഡെൻസിറ്റി ഗ്രേറ്റർ ദാൻ 22 kN/m³. ഇത് കൂടാതെ പാക്കിംഗ് മോട്ടാർ ഉണ്ട്. പാക്കിംഗ് മോട്ടാർ എന്ന് പറയുമ്പോഴത്തേനും ഓയിൽ വെൽസ് ഒക്കെ നന്നായിട്ട് അവിടെയൊക്കെ വാട്ടർ ടൈറ്റ് ജോയിൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പാക്കിംഗ് മോട്ടാറിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് മോട്ടാറിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഏത് ആഡ് ചെയ്യുമ്പോഴാണ് മോട്ടാറിനെ ഫയർ പ്രൂഫ് ആക്കുക എന്നുള്ളത്. ആര് ആഡ് ചെയ്യുമ്പോഴാണ്, അലൂമിന സിമെന്റിനെ ആഡ് ചെയ്യുമ്പോഴാണ് മോട്ടാറിനെ ഫയർ പ്രൂഫ് ആക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. സുർക്കി മോട്ടാറിൽ സുർക്കി എന്താണ് ആഡ് ചെയ്യുന്നത്, ലൈം മോട്ടാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തന്നെ ഹൈഡ്രോളിസിറ്റി ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടി. ഓൾറെഡി ലൈം മോട്ടാറിൽ അത്രത്തോളം ഹൈഡ്രോളിസിറ്റി പ്രോപ്പർട്ടി കാണില്ല. അപ്പോൾ സുർക്കി ആഡ് ചെയ്യുമ്പോഴാണ് ശരിക്കും ആ ഒരു ഹൈഡ്രോളിസിറ്റി പ്രോപ്പർട്ടി അവിടെ വരുന്നത് തന്നെ. ഡാംനെസ്സിൽ സെറ്റ് ആകുന്നതെല്ലാം ഈ ഒരു സുർക്കി കാരണമായിരിക്കും. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻഗ്രീഡിയൻസ് റെഫർ ടു ബൈൻഡിങ് മെറ്റീരിയൽസ് ഓഫ് മോട്ടാർ? തന്നിരിക്കുന്നതിൽ ഏതാണ് ബൈൻഡിങ് മെറ്റീരിയൽസ് ആയിട്ട് പറയുന്നത്? സിമെന്റ് ഒരു ബൈൻഡിങ് മെറ്റീരിയൽ ആണ്, ലൈം ഒരു ബൈൻഡിങ് മെറ്റീരിയൽ ആണ്, സാൻഡ് ബൈൻഡിങ് മെറ്റീരിയൽ അല്ല, അത് ഫൈൻ അഗ്രിഗേറ്റ് ആണ്. ആഷും ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇവിടെ ആരൊക്കെ ആയിരിക്കും, 1 ഉം 2 ആണ് ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മോട്ടാറിലുള്ള ബൈൻഡിങ് മെറ്റീരിയൽസ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് കാര്യങ്ങളൂടെ പറയാം. മോട്ടാറിൻ്റെ പ്രിപ്പറേഷൻ കൂടെ അറിഞ്ഞിരിക്കാം. മോട്ടാർ പ്രിപ്പറേഷൻ നമ്മൾ പൊതുവെ മിക്സ് ചെയ്യുന്നത് ഹാൻഡ് മിക്സിംഗ് മെത്തേഡും ഉണ്ട്, മെഷീൻ മിക്സിംഗ് മെത്തേഡും ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ലാർജ് സ്കെയിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെഷീൻ മിക്സിംഗ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി പറയുമ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ ഓഫ് ലൈം മോട്ടാറിനെ പറ്റി എടുത്ത് പറയാറുണ്ട്. ലൈം മോട്ടാർ തന്നെ രണ്ട് രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. പൗണ്ടിങ് മെത്തേഡും ഉണ്ട്, ഗ്രൈൻഡിങ് മെത്തേഡും ഉണ്ട്. പൗണ്ടിങ് ആണ് സ്മോൾ സ്കെയിലിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്, ഗ്രൈൻഡിങ് ആണ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡ്. മെഷീൻസ് എല്ലാം വരുന്നത് ഗ്രൈൻഡിങ് മെത്തേഡിലാണ്. മെഷീൻസിനെ യൂസ് ചെയ്തും ബുള്ളോക്സിനെല്ലാം യൂസ് ചെയ്യുന്നത് ഗ്രൈൻഡിങ് മെത്തേഡാണ്. പൗണ്ടിങ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ചെറിയൊരു കുഴി, ഒരു ട്രെഞ്ച് താഴെ നമ്മുടെ ഒരു ഗ്രൗണ്ടിൽ, ഒരു ഹാർഡ് ഗ്രൗണ്ടിൽ നമ്മളായിട്ട് തന്നെ മേക്ക് ചെയ്തിട്ട് അതിനകത്ത് ഈ മെറ്റീരിയൽസ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒരു മിക്സ് ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡിന് പറയുന്ന പേരാണ് പൗണ്ടിങ് മെത്തേഡ്. ലൈം മോട്ടാറിന്റെ പ്രിപ്പറേഷനിൽ പൗണ്ടിങ് ഉണ്ട്, ഗ്രൈൻഡിങ് ഉണ്ട്. അതിൽ പൗണ്ടിങ്ങിലാണ് നമ്മളൊരു കുഴി, ഒരു ട്രെഞ്ചിനെ ഉണ്ടാക്കി എടുക്കുന്നത്. ആ ട്രെഞ്ചിന്റെ വിട്ടും ഹൈറ്റും അതിൻ്റെ ഒരു ലെങ്ത് ഒക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ ഒരു ട്രെഞ്ച് ട്രപ്പിസോഡൽ ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. അതിൻ്റെ ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത് 50 mm 50 cm, താഴത്തെ ബോട്ടം വിഡ്ത്ത് എന്ന് പറയുന്നത് 40 cm ആയിരിക്കും. അതിൻ്റെ ഒരു ഡെപ്ത് 40 cm ആണ്. ലെങ്ത് എന്ന് പറയുന്നത് 180 cm ആയിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് പറയുന്നതാണ്. ഈ പോയിന്റ്സും കൂടി അറിഞ്ഞിരിക്കുക. പ്രിപ്പറേഷൻ ഓഫ് ലൈം മോട്ടാറും കൂടി പ്രത്യേകം നോട്ട് ചെയ്യുക. പൗണ്ടിങ് ഉണ്ട്, ഗ്രൈൻഡിങ് ഉണ്ട്. പൗണ്ടിങ് ആണ് സ്മോൾ സ്കെയിലിന്, ഗ്രൈൻഡിങ് ആണ് ലാർജ് സ്കെയിലിന്. ആ പൗണ്ടിങ്ങിന് എടുക്കുന്ന ആ ട്രെഞ്ചിന്റെ കാര്യങ്ങളൂടെ അറിഞ്ഞിരിക്കുക. ടോപ്പ് വിഡ്ത്ത് 50 cm, ബോട്ടം വിഡ്ത്ത് 40 cm, ഡെപ്ത് 50 cm, കൂടാതെ ലെങ്ത് എന്ന് പറയുന്നത് 180 cm ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ കോൺക്രീറ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കുകയാണ്. ദ കറസ്പോണ്ടിങ് പ്രൊപ്പോർഷൻ ഓഫ് M7.5 കോൺക്രീറ്റ്. അപ്പോൾ നമുക്കറിയാം കോൺക്രീറ്റ് തന്നെ പല ഗ്രേഡ്സ് അവൈലബിൾ ആണ്. M5, M7.5, M10, M15, M20 അങ്ങനെ പല ഗ്രേഡ്സ് ഉണ്ട്. എന്തിന്റെ ബേസിലാണ് ഗ്രേഡ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്? സിമെന്റ് ആണെങ്കിലും ശരി, കോൺക്രീറ്റ് ആണെങ്കിലും ശരി, 20 day കംപ്രസീവ് സ്ട്രെങ്ത് നോക്കിയിട്ടാണ് ഗ്രേഡ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ചോദിക്കുന്നത് M7.5ന്റെ പ്രൊപ്പോർഷൻ എത്രയാണെന്നുള്ളതാണ്. M5 ആണെങ്കിൽ നമ്മൾ പറയുന്നത് 1:5:10 ആണ്. M7.5 ആണെങ്കിൽ 1:4:8 ആണ്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് പറയുന്നത് ഓപ്ഷൻ സി ആയിരിക്കും. അപ്പോൾ ഈ ഗ്രേഡ്സ് എന്തൊക്കെയാണെന്നും അതിന്റെ പ്രൊപ്പോർഷൻസ് പറഞ്ഞിരിക്കുക. M5 1:5:10, M7.5 1:4:8, അതുപോലെ M10, M15, M20, M25 വരെ അറിഞ്ഞിരിക്കുക. കൂടാതെ ഇവിടെ എല്ലാം എടുക്കുന്ന വാട്ടർ കണ്ടന്റ് പറഞ്ഞിരിക്കുക. എത്ര ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആണ് എടുക്കുന്നത് എന്നുള്ളത്. M5 ആണെങ്കിൽ പെർ 50 kg ഓഫ് സിമെന്റിൽ 60 liters ഓഫ് വാട്ടർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതേപോലെ ഓരോന്നിലും യൂസ് ചെയ്യുന്ന വാട്ടർ കണ്ടന്റ്സും അറിഞ്ഞിരിക്കുക. ഇതൊക്കെ കോൺക്രീറ്റ് എന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ്, ഇതേപോലെ തന്നെ നമ്മുടെ ആ ഒരു കോൺക്രീറ്റ് മിക്സിന് മാക്സിമം എത്ര സൈസുള്ള അഗ്രിഗേറ്റ്സിനാണ് ആഡ് ചെയ്യുന്നതെന്നുള്ളതും എവിടേക്കാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതും പറയുന്നുണ്ട്. ഇതെല്ലായിടത്തും പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ യൂസസ് ഓഫ് മോട്ടാർ കോൺക്രീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെന്നെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ചിലപ്പോൾ ഇവിടുന്ന് ചോദിക്കാം. മാസ് കോൺക്രീറ്റ് ഫോർ ഹെവി വോൾസ്, ഫൗണ്ടേഷൻ, ഫൂട്ടിങ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ 1:4:8. അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ടെക്സ്റ്റിലും അതേപോലെ തന്നെ പല മെറ്റീരിയൽസിലും എടുത്തെടുത്ത് പറയുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഈ യൂസസും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക.
നെക്സ്റ്റ് വൺ, വാട്ട് ഡസ് ദി ടൈം ബാച്ചിങ് റെഫർ ടു ഇൻ കോൺക്രീറ്റ് പ്രൊഡക്ഷൻ? ബാച്ചിങ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നുള്ളതാണ്. അപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് കോൺക്രീറ്റിൽ വരുന്ന ആദ്യത്തെ ഒരു പ്രോസസ്സാണ് ബാച്ചിങ്. ബാച്ചിങ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മളെ മെഷർമെന്റ് ഓഫ് മെറ്റീരിയൽസ് ഫോർ കോൺക്രീറ്റ് ആണ്. എത്രയായിട്ട് മെഷർ ചെയ്ത് ആദ്യം വയ്ക്കണം എന്നുള്ളത്. മിക്സ് ചെയ്യുന്നതിന് മുന്നെയാണ് നമ്മൾ ബാച്ചിങ് ചെയ്യുന്നത്. എത്രയായിട്ട് മെഷർ ചെയ്ത് വെക്കുന്ന പ്രോസസ്സാണ് ബാച്ചിങ്. അപ്പോൾ അത് തന്നെ രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട്. ബാച്ചിങ് ഓർ മെഷർമെന്റ് ഓഫ് മെറ്റീരിയൽസ്. വോളിയം ബാച്ചും ഉണ്ട്, വെയ് ബാച്ചും ഉണ്ട്. വോളിയം വെച്ചിട്ട് നമ്മൾ മാറ്റി വെക്കും, വെയിറ്റ് എടുത്ത് മാറ്റി വെക്കും. അത് തന്നെ വെയ് ബാച്ചിങ് ആണ് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ബാച്ചിങ് കഴിഞ്ഞതിന് ശേഷം കറക്റ്റായിട്ട് മെഷർ ചെയ്ത് മാറ്റിയതിനു ശേഷം നമ്മൾ മിക്സ് ചെയ്യും. അതായത് നന്നായിട്ട് അതിനെ റോൾ ചെയ്ത് ഫോൾഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന പ്രോസസ്സാണ് മിക്സിംഗ് എന്ന് പറയുന്നത്. അത് തന്നെ ഹാൻഡ് മിക്സിംഗ് ഉണ്ട്, മെഷീൻ മിക്സിംഗ് ഉണ്ട്. രണ്ട് രീതിയിൽ ചെയ്യും. ഹാൻഡ് മിക്സിംഗ് ചെയ്യാറുണ്ട്, മെഷീൻ മിക്സിംഗ് ചെയ്യാറുണ്ട്. ഹാൻഡ് മിക്സിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏകദേശം ഒരു 8 to 10% എക്സ്ട്രാ ആഡ് ചെയ്യുന്ന നല്ലതായിരിക്കും. ഒരു 10% ആണ് പൊതുവെ പറയുന്നത്. അപ്പോൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് വെച്ചാൽ സിമെന്റൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യണം. കാര്യം വെച്ചാൽ ചിലപ്പോൾ ഈ മെറ്റീരിയൽ നമ്മൾ ഹാൻഡ് മിക്സിംഗ് വഴി അവിടെ ഇവിടെയൊക്കെ ലോസ് ആയി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം കൂടെ പറയുന്നത്. കൂടാതെ ട്രാൻസ്പോർട്ട് ചെയ്യും. അപ്പോൾ ബാച്ച് ചെയ്തു, മിക്സ് ചെയ്തു, ഇനി നമുക്ക് എവിടെയാണ് കൊണ്ടുപോകുന്നത് വെച്ചാൽ അവിടെ കൊണ്ടുപോകണം. അതാണ് ട്രാൻസ്പോർട്ടിങ്. പിന്നെ അവിടെ പ്ലേസ് ചെയ്യും. അവിടെ നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നതാണ് പ്ലേസിങ്. ഇനി ഇത് കൂടാതെ പ്ലേസ് ചെയ്തതിന് ശേഷം കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ കോമ്പാക്ഷൻ ചെയ്യണം. അതായത് നമ്മൾ വച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് റാം അല്ലെങ്കിൽ ടാമ്പ് ചെയ്ത് കൊടുക്കണം. അതിനുള്ളിലുള്ള എയർ വോയിഡ്സ് അതെല്ലാം ഒന്ന് എക്സ്പെൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് കോമ്പാക്ടിങ് ഓർ കൺസോൾട്ടേഷൻ. അപ്പോൾ വേണമെങ്കിൽ ഇതൊക്കെ ഡെഫിനിഷനായിട്ട് ചോദിക്കാം. ഒരു ക്വസ്റ്റ്യൻ ഇതായിട്ട് ഡെഫിനിഷൻ തന്നിട്ട് ഇത് എന്ത് പ്രോസസ് ആണെന്ന് ചോദിക്കാം. എക്സ്പെൽസ് എൻട്രാപ്ഡ് എയർ ഫ്രം ഫ്രഷ്ലി പ്ലേസ്ഡ് കോൺക്രീറ്റ് ആൻഡ് പാക്സ് ദി aggregate particles together so all to increase the density of concrete. നന്നായിട്ട് കോമ്പാക്ട് ചെയ്യുമ്പോഴാണ് അതിന്റെ ഡെൻസിറ്റി കൂടുന്നത്. അതിനുശേഷം ക്യൂറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രത്തോളം വാട്ടറിനെ കൊടുത്തിട്ട് അതൊന്ന് സെറ്റാക്കി എടുക്കുന്ന പ്രോസസ്സാണ്. ഓൾറെഡി നമ്മൾ കൊടുക്കുന്ന പ്രോസസ്സാണ്. ബൈ പോണ്ടിങ് മെത്തഡ് ഉണ്ട്. ഫ്ലാറ്റ് സർഫസിലൊക്കെ നമ്മൾ ഇങ്ങനെ വെള്ളം കെട്ടിയിട്ട് ക്യൂറിങ് ചെയ്യാറുണ്ട്. പിന്നെ വെറ്റ് സാക്സ്, ഈ നനഞ്ഞ ചാക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ സ്റ്റീം കൊടുത്തിട്ട് ചെയ്യാറുണ്ട്. പിന്നെ കറണ്ട് കൊടുത്തിട്ട് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സീലിംഗ് കോമ്പൗണ്ട്സ് കൊടുക്കാറുണ്ട്. ലാസ്റ്റ് കുറച്ച് കെമിക്കൽ വാട്ടേഴ്സും കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ ക്യൂർ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഇത്രയാണ് പ്രിപ്പറേഷൻ ഓഫ് കോൺക്രീറ്റിൽ വരുന്ന മെയിൻ പ്രോസസ്സുകളെല്ലാം. ഓക്കെ, വാട്ട് ഈസ് ദി അപ്രോക്സിമേറ്റ് പീരീഡ് റിക്വയർഡ് ഇൻ ഡേയ്സ് ഫോർ കോൺക്രീറ്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ ക്യൂറിംഗ്? ക്യൂറിംഗ് എത്ര നാളത്തേക്ക് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ പൊതുവേ പറയുന്നത് ഒരു 7 to 14 days ആണ് ക്യൂറിംഗിന് വേണ്ടത്. അറ്റ്ലീസ്റ്റ് 7 days എങ്കിലും വേണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ആൻസർ ആയിട്ട് നമുക്ക് എന്ത് സെലക്ട് ചെയ്യാം? 7 to 28 days ഒക്കെ ക്യൂറിംഗിന് സെലക്ട് ചെയ്യാം. ഓപ്ഷൻ ബി. നെക്സ്റ്റ്, ഈ കോൺക്രീറ്റിന്റെ ക്ലാസിഫിക്കേഷൻ കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. കാരണം സിലബസിൽ കോൺക്രീറ്റിന്റെ ക്ലാസിഫിക്കേഷൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അക്കോർഡിംഗ് ടു ബൈൻഡിംഗ് മെറ്റീരിയൽ, അക്കോർഡിംഗ് ടു ഡിസൈൻ, അക്കോർഡിംഗ് ടു പർപ്പസ്, ഈ 3 രീതിയിലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അക്കോർഡിംഗ് ടു ബൈൻഡിംഗ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അവിടെ സിമെന്റ് കോൺക്രീറ്റ് ഉണ്ട്, ലൈം കോൺക്രീറ്റ് ഉണ്ട്. അപ്പോൾ ആരായിരിക്കും ബൈൻഡിംഗ് മെറ്റീരിയൽ? സിമെന്റ് ആണെങ്കിൽ സിമെന്റ് കോൺക്രീറ്റ്, ലൈം ആണെങ്കിൽ ലൈം കോൺക്രീറ്റ്. അക്കോർഡിംഗ് ടു ഡിസൈൻ, PCCയും RCCയും പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റും ഉണ്ട്. PCC എന്ന് വെച്ചാൽ നമ്മൾ നോർമലി പോർട്ട്ലാൻഡ് സിമെന്റ് കോൺക്രീറ്റ് ആണ്. RCC എന്ന് പറയുമ്പോൾ അവിടെ എന്തും കൂടെ വരും? റെയിൻഫോഴ്സ്മെന്റും കൂടെ വരും. അടുത്ത പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ആണ്. നമ്മൾ ഓൾറെഡി മുന്നേ തന്നെ കോൺക്രീറ്റിന് അതിന് മുന്നേ തന്നെ സ്ട്രെസ് കൊടുത്തിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നതാണ്. പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ഉണ്ട്. അതാണ് 3 പറയുന്നത്. അത് അക്കോർഡിംഗ് ടു ഡിസൈൻ ആണ്. ഇനി അക്കോർഡിംഗ് ടു പർപ്പസ് ഉണ്ട്. ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ഉണ്ട്, കൂടാതെ ഹെവി വെയ്റ്റ് കോൺക്രീറ്റ് ഉണ്ട്, പിന്നെ സെല്ലുലാർ എയറേറ്റഡ് കോൺക്രീറ്റ് ഉണ്ട്, സോ ഡസ്റ്റ് കോൺക്രീറ്റ് ഉണ്ട്, വാക്യൂം കോൺക്രീറ്റ് ഉണ്ട്, വൈറ്റ് ആൻഡ് കളേർഡ് കോൺക്രീറ്റ് ഉണ്ട്, ഹൈ എയർലി സ്ട്രെങ്ത് കോൺക്രീറ്റ് ഉണ്ട്. ഇതിൽ ഈ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിന്റെ വെയിറ്റ് ഒക്കെ എത്രയെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഒരു 40 kg/m³ ആണ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിന്റെ വെയിറ്റ് ആയിട്ട് വരുന്നത്, യൂണിറ്റ് വെയിറ്റ് ആയിട്ട് വരുന്നത്. ഹെവി ആണെങ്കിൽ ഏകദേശം ഒരു 3400 to 4000 kg/m³ വരെ ഹെവി ഇതിന് യൂണിറ്റ് വെയിറ്റ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിനകത്ത് സെല്ലുലാർ എയറേറ്റഡ് കോൺക്രീറ്റ് വെച്ചാൽ ഉള്ളിൽ എയറേറ്റഡ് കമ്പോണൻസ് ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ അഡ്മിക്സേഴ്സ് ഒക്കെ ആഡ് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മൾ എയറേഷൻസ് ഒക്കെ വരുത്തുന്നത്. സോഡസ്റ്റ് കോൺക്രീറ്റ് ആണെങ്കിൽ ശരി, നമ്മൾ സോഡസ്റ്റ് അഡീഷണൽ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. വാക്യൂം കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, നമ്മൾ ഈ കോൺക്രീറ്റിൽ തന്നെ കുറച്ച് എയറും വാട്ടറും ഒക്കെ വാക്യൂം കൊടുത്തുനിന്ന് റിലീസ് ചെയ്യിക്കും. അങ്ങനെ കിട്ടുന്ന ഒരു കോൺക്രീറ്റ് പറയുന്ന പേരാണ് വാക്യൂം കോൺക്രീറ്റ്. പിന്നെ വൈറ്റ് ആൻഡ് കളേർഡ് കോൺക്രീറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ മിനറൽ പിഗ്മെന്റ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നുള്ളത് ഹൈ ഏർലി സ്ട്രെങ്ത് കോൺക്രീറ്റ്, പെട്ടെന്ന് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്ന കോൺക്രീറ്റ് ആണ്. അപ്പോൾ ഇതാണ് കോൺക്രീറ്റിന്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അടുത്തത്, വിച്ച് ടൈപ്പ് ഓഫ് വാട്ടർ റെഡ്യൂസിങ് അഡ്മിക്സേഴ്സ് യൂഷ്വലി റിട്ടാർഡ് ദി സെറ്റിംഗ് ടൈം ഓഫ് കോൺക്രീറ്റ് ബൈ 1 to 3 hours? അപ്പോൾ ഇതിൽ അഡ്മിക്സേഴ്സിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇതിൽ ഏത് വാട്ടർ റെഡ്യൂസിങ് അഡ്മിക്സർ ആണ് യൂഷ്വലി റിട്ടാർഡ് ദി സെറ്റിംഗ് ടൈം ഓഫ് കോൺക്രീറ്റ് ബൈ 1 to 3 hours? ഈ വാട്ടർ റെഡ്യൂസിങ് അഡ്മിക്സേഴ്സ് തന്നെ പല രീതിയിൽ പറയാറുണ്ട്. ചിലത് ആക്സിലറേറ്റർ ആയിട്ടും, ചിലത് റിട്ടാർഡർ ആയിട്ടും, ചിലതിന് ഒരു ഫംഗ്ഷനും കാണത്തില്ല, ഒന്നും ആ സെറ്റിങ്ങിനെ ഒന്നും അഫക്റ്റും ചെയ്യില്ല. അപ്പം അങ്ങനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് വാട്ടർ റെഡ്യൂസിങ് അഡ്മിക്സേഴ്സിനെ. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ടൈപ്പ് എ വാട്ടർ റെഡ്യൂസിങ് അഡ്മിക്സർ എന്ന് പറഞ്ഞാൽ അവർക്ക്
എഫക്റ്റ് ഒന്നും കാണില്ല, ലിറ്റിൽ എഫക്റ്റേ കാണുള്ളൂ സെറ്റിംഗിൽ. അടുത്ത ടൈപ്പ് ഡി അഡ്മിക്സർ ആണെങ്കിൽ പ്രൊവൈഡ് വാട്ടർ റിഡക്ഷൻ വിത്ത് റിട്ടാർഡേഷൻ. ടൈപ്പ് ഡി ആണ് റിട്ടാർഡും കൂടെ ചെയ്യുന്നത്. അതെന്താ പറയുന്നത്? റിട്ടാർഡ് ദി സെറ്റിംഗ് ടൈം ഓഫ് കോൺക്രീറ്റ് ബൈ 1 to 3 hours. അതാണ് നമ്മളിവിടെ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ. റിട്ടാർഡ് ദി സെറ്റിംഗ് ടൈം ഓഫ് കോൺക്രീറ്റ് ബൈ 1 to 3 hours. വാട്ടർ റെഡ്യൂസിങ് അഡ്മിക്സർ ആണ്, അത് റിട്ടാർഡും കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആരായിരിക്കും? ടൈപ്പ് ഡി അഡ്മിക്സർ ആയിരിക്കും. അടുത്തത് ടൈപ്പ് ഇ ഉണ്ട്. അഡ്മിക്സേഴ്സ് പ്രൊവൈഡ് വാട്ടർ റിഡക്ഷൻ വിത്ത് ആക്സിലറേഷൻ. ആക്സിലറേറ്റ് ചെയ്യണമെങ്കിൽ അതെന്തായിരിക്കും? ടൈപ്പ് ഇ അഡ്മിക്സർ ആയിരിക്കും. പിന്നെ ലാസ്റ്റ് ഒരു ലിഗ്നിൻ ബേസ്ഡ് അഡ്മിക്സർ ഉണ്ട്. ക്യാൻ ഇൻക്രീസ് എയർ കണ്ടൻസ് ബൈ 1 to 2%. അതായത് ഇതിനുള്ളിൽ തന്നെ നമ്മൾ എയർ എൻട്രെയിൻഡ് അഡ്മിക്സേഴ്സ് ഒക്കെ കൊടുക്കും. അതേപോലെ കുറച്ച് എയറിന് ഉള്ളിൽ കൊടുക്കുന്നതാണ്, ഒരു 1 to 2% കൊടുക്കും. അത് ലിഗ്നിൻ ബേസ്ഡ് അഡ്മിക്സേഴ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. വാട്ടർ റെഡ്യൂസിങ് അഡ്മിക്സേഴ്സിൽ വരുന്നതാണ് ടൈപ്പ് എയും ഡിയും ഇയും. എക്ക് വലിയ എഫക്റ്റ് ഇല്ല, ഡി ആണ് റിട്ടാർഡ് ചെയ്യുന്നത്, ഇ ആണ് ആക്സിലറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, കൂടാതെ ഇങ്ങനെയുള്ള അഡ്മിക്സേഴ്സും കൂടെ അറിഞ്ഞിരിക്കുക. ഒരുപാട് അഡ്മിക്സേഴ്സ്, ക്ലാസിഫിക്കേഷൻ ഓഫ് അഡ്മിക്സേഴ്സ് കുറേ ഉണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ആക്സിലറേറ്റേഴ്സ് ഉണ്ട്, എയർ ഡീട്രെയിനേഴ്സ് ഉണ്ട്, അതായത് തിരിച്ചെടുക്കുന്നത്, എയർ എൻട്രെയിനിങ് ഉണ്ട്, അങ്ങോട്ട് എയറിനെ ഇൻഡ്യൂസ് ചെയ്യുന്നത്, പെർമിബിലിറ്റി റെഡ്യൂസേഴ്സ് ഉണ്ട്, ഒന്നിനെയും കടത്തി വിടാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അടുത്തത് റിട്ടാർഡേഴ്സ് ഉണ്ട്, സെറ്റിങ്ങിനെ റിട്ടാർഡ് ചെയ്യുന്നത്. പിന്നെ സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് ഉണ്ട്, വാട്ടർ റെഡ്യൂസേഴ്സ് ഉണ്ട്. ഇതിനെല്ലാത്തിനും കുറേ എക്സാമ്പിൾസും ഉണ്ട്. അതിൽ തന്നെ ഈ ആക്സിലറേറ്ററിൻ്റെയും റിട്ടാർഡേഴ്സിൻ്റെ ഒക്കെ എക്സാമ്പിൾസ് നന്നായിട്ട് നോക്കിയിരിക്കണം. ആക്സിലറേറ്ററിൻ്റെ തന്നെ മെയിനായിട്ട് പറയുന്ന ഒരു എക്സാമ്പിളാണ് കാൽഷ്യം ക്ലോറൈഡ്. കാൽഷ്യം ക്ലോറൈഡ് പൊതുവെ നമ്മളൊരു 2% ഒക്കെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ അവിടെ കൊറോഷനൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇത്രയാണ് അഡ്മിക്സേഴ്സിന്റെ എക്സാമ്പിൾസ്. ഇനി ഈ ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഞാനിപ്പോൾ പറഞ്ഞു കാൽഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു ആക്സിലറേറ്റർ നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ക്ലോറൈഡ് ഒരുപാട് ആയി കഴിഞ്ഞാൽ കൊറോഷൻ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ക്ലോറൈഡ് അയോൺ കണ്ടന്റ് ഫോർ കൊറോഷൻ പ്രൊട്ടക്ഷൻ ഓൺ റെയിൻഫോഴ്സ്മെന്റ്. മാക്സിമം ഇത്രയേ പാടുള്ളൂ ക്ലോറൈഡ് അയണിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നുണ്ട്. പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിലാണെങ്കിൽ 0.06 നമ്മൾ ടോട്ടലി പെർസെൻറ്റേജിലാക്കി വെച്ചിരിക്കുന്നതാണ്, 0.06 പറയുന്നത്. റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എക്സ്പോസ്ഡ് ടു ക്ലോറൈഡ് ഇൻ സർവീസ് ആണെങ്കിൽ 0.15. അത് റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ദാറ്റ് വിൽ ബി ഡ്രൈ ഓർ പ്രൊട്ടക്റ്റഡ് ഫ്രം മോയ്സ്ചർ ഇൻ സർവീസ് ആണെങ്കിൽ 1 ആണ്. അത് റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചറിനാണെങ്കിൽ 0.3 ആണ്. ഈ വാല്യൂസും കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ് എങ്ങനെയാണ് മാക്സിമം ക്ലോറൈഡ് അയൺ കണ്ടന്റ് ഓരോ സ്ഥലത്തും യൂസ് ചെയ്യുന്നുള്ളത്, എത്ര പെർസെൻറ്റേജ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നുള്ളത്. അടുത്തത് വാട്ട് പ്രോപ്പർട്ടി ഓഫ് ഫ്രഷ്ലി മിക്സ്ഡ് മോർട്ടാർ ഡിറ്റർമൈൻസ് ഇറ്റ്സ് ഈസ് ഓഫ് പ്ലേസ്മെന്റ്, കോമ്പാക്ഷൻ ആൻഡ് ഫിനിഷിംഗ്. ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നതും കോമ്പാക്ട് ചെയ്യാൻ പറ്റുന്നതും ഫിനിഷിംഗ് എല്ലാം വരുന്നത് ഏത് പ്രോപ്പർട്ടി വെച്ചിട്ടാണ്? വർക്കബിലിറ്റിയെ വെച്ചിട്ടാണ്. വർക്കബിലിറ്റി കോൺക്രീറ്റിലെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വർക്കബിലിറ്റി. ഓക്കെ, ഇവിടെ ഓപ്ഷൻ്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ. അടുത്തത് റെക്കമെൻഡഡ് സ്ലംപ് ഓഫ് നോർമൽ RCC വർക്ക്. അപ്പോൾ സ്ലംപിന്റെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. സ്ലംപ് എന്ന് ചിലപ്പോൾ വാല്യൂസിനെ വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ സ്ലംപ് ടെസ്റ്റിനെ വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇവിടെ ചോദിക്കുന്നത് റെക്കമെൻഡഡ് സ്ലംപ് ഓഫ് നോർമൽ RCC വർക്കാണ്. നോർമൽ RCC വർക്കാണെങ്കിൽ സ്ലംപിന്റെ വാല്യൂ 80 to 150 mm ആയിരിക്കും. അപ്പോൾ ഈ 2 കോളംസ് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. ഇവിടുന്ന് തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും, അത് ഉറപ്പാണ്. അതായത് കോൺക്രീറ്റ് ഫോർ റോഡ് കൺസ്ട്രക്ഷൻ പറയുന്നുണ്ട്, അടുത്ത പാരപെറ്റ് സ്ലാബ് വോൾസിന് പറയുന്നുണ്ട്, കനാൽ ലൈനിങ്ങിന് പറയുന്നുണ്ട്, ആർച്ചസിന് പറയുന്നുണ്ട്, നോർമൽ RCC വർക്കിന് പറയുന്നുണ്ട്, മാസ് കോൺക്രീറ്റിന് പറയുന്നുണ്ട്, കോൺക്രീറ്റ് ടു ബി വൈബ്രേറ്ററിന് പറയുന്നുണ്ട്. ഈ നോർമൽ RCC വർക്ക്, മാസ് കോൺക്രീറ്റ്, കനാൽ ലൈനിങ് ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഇത് കൂടാതെ നമ്മൾ നേച്ചർ ഓഫ് കോൺക്രീറ്റ് മിക്സ് പറയുന്നുണ്ട്. സ്ലംബ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിഫ് ആൻഡ് എക്സ്ട്രാ സ്റ്റിഫ് മിക്സ് ആയിരിക്കും. അടുത്ത ഫ്രം 10 to 30 mm ആണ് സ്ലംബെങ്കിൽ അത് പൂർ മിക്സ് ആയിരിക്കും. 40 to 150 mm ആണെങ്കിൽ മൊബൈൽ മിക്സ് ആയിരിക്കും. ഓവർ 150 mm ആണെങ്കിൽ അത് കാറ്റ് മിക്സ് ആയിരിക്കും. അങ്ങനെ നമ്മൾ പറയുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ മിനറൽ അഡ്മിക്സർ? തന്നിരിക്കുന്നതിൽ ഏതാണ് മിനറൽ അഡ്മിക്സറിന് എക്സാമ്പിൾ ആയിട്ടുള്ളതാണ്? അഡ്മിക്സേഴ്സിന്റെ സെക്ഷനിൽ തന്നെ വരുന്നതാണ്. ഇതിൽ മിനറൽ അഡ്മിക്സറിന്റെ മെയിൻ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഫ്ലൈ ആഷിനെയാണ്. ഫ്ലൈ ആഷ് ഒരു മിനറൽ അഡ്മിക്സറിന്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ ഈ ഫ്ലൈ ആഷ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിയിക്കാം. ഇതിനകത്ത് ഫ്ലൈ ആഷ് കൂടാതെ നമ്മുടെ ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ്, അതേപോലെ മെറ്റാകയോലിൻ, സിലിക്ക ഫ്യൂംസ്, റൈസ് ഹസ്ക് ആഷ്, നമ്മുടെ ഈ ഉമിയൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം മിനറൽ അഡ്മിക്സേഴ്സിന്റെ മെയിൻ എക്സാമ്പിൾസ് ആണ്. ഈ 5 എണ്ണം മിനറൽ അഡ്മിക്സേഴ്സിന്റെ മെയിൻ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നതാണ് ഇവർ 5 പേര്. ഓക്കെ, ഇനി ഈ ഫ്ലൈ ആഷിന് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫ്ലൈ ആഷ് എന്ന് പറയുന്ന അഡ്മിക്സറിന് കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് റിഗാർഡ് ടു ഫ്ലൈ ആഷ് ടു ബി യൂസ്ഡ് ഫോർ മേക്കിംഗ് കോൺക്രീറ്റ്. ഫ്ലൈ ആഷിനെ യൂസ് ചെയ്യുന്നതിന് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നതെന്നുള്ളതാണ് നോക്കേണ്ടത്. ദ കാർബൺ കണ്ടന്റ് ഷുഡ് ബി ആസ് ലോ ആസ് പോസിബിൾ. ഫ്ലൈ ആഷിൽ കാർബൺ കണ്ടന്റ് എപ്പോഴും കുറവായിരിക്കണം തന്നെയാണ് പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ദ ഫൈനസ് ഓഫ് ഫ്ലൈ ആഷ് ഷുഡ് ബി ആസ് ഹൈ ആസ് പോസിബിൾ. നമ്മൾ ഈ ആഡ് ചെയ്യുന്ന അഡ്മിക്സേഴ്സ് എല്ലാം എത്രത്തോളം ഫൈനർ ആയിരിക്കുന്നത് അത് അത്രയും നല്ലതാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇനി ദ സിലിക്ക ഇൻ ഫ്ലൈ ആഷ് ഷുഡ് ബി ഇൻ ഫൈനലി ഡിവൈഡഡ് സ്റ്റേറ്റ്. ഈ ഫ്ലൈ ആഷിനുള്ളിൽ സിലിക്ക ഉണ്ട്, തീർച്ചയായിട്ടും സിലിക്കയുടെ പ്രസൻസ് ഉണ്ട്. ആ സിലിക്കയും വളരെ ഫൈനായിട്ട് വേണം ഇരിക്കാനായിട്ട്, എങ്കിലേ നല്ല രീതിയിൽ അവിടെ റിയാക്ഷൻ നടക്കുള്ളൂ. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. 1, 2, 3 ആർ
കറക്റ്റ്. അപ്പോൾ ഫ്ലൈ ആഷിന്റെ കുറച്ച് പ്രത്യേകതകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട് ഫ്ലൈ ആഷ് ഓർ പൾവറൈസ്ഡ് ഫ്യൂവൽ ആഷ് ഈസ് എ റെസിഡ്യൂ ഫ്രം കമ്പഷൻ ഓഫ് പൾവറൈസ്ഡ് കോൾ. നമ്മൾ ഈ ഇലക്ട്രോണിക് സെപ്പറേറ്റേഴ്സിനും ഒക്കെ കിട്ടുന്നതാണ് ഈ ഫ്ലൈ ആഷിന് പറയുന്നത്. 75% ടോട്ടൽ ആഷിന്റെ ഒരു 75% അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി കാർബൺ കണ്ടന്റ് എപ്പോഴും ലോ ആയിരിക്കണം, ഫൈൻനെസ് ഹൈ ആയിരിക്കണം, അതേപോലെ തന്നെ സിലിക്ക കണ്ടന്റ് എങ്ങനെയായിരിക്കണം, വളരെ ഫൈൻലി ഡിവൈഡഡ് സ്റ്റേറ്റിലായിരിക്കണം. കൂടാതെ ക്യൂറിംഗ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 38 degrees Celsius ഹാസ് ബീൻ ഫൗണ്ട് ടു ഗ്രേറ്റ്ലി ആക്സിലറേറ്റ് ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ ടു സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. കോൺക്രീറ്റിൽ കൊടുക്കുമ്പോൾ അതിനൊരു 38 degrees Celsius ക്യൂർ ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ സ്ട്രെങ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ജസ്റ്റ് ഫ്ലൈ ആഷിനെ പറ്റി പറയുന്നതാണ്. ഇതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കാം. ഈ ക്വസ്റ്റ്യൻ ഒക്കെ അതുപോലെ തന്നെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫ്ലൈ ആഷ് ഒരു മിനറൽ അഡ്മിക്സറിന്റെ എക്സാമ്പിൾ ആണ്. പിന്നെ അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ദ ബെസ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് പോസലോന ഇൻ സിമെന്റ് കോൺക്രീറ്റ്. അപ്പോൾ പോസലോനെ പറ്റിയും പറയുന്നുണ്ട്. പോസലോന എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി സിമെന്റിൽ പഠിക്കുന്നതാണ്. പോർട്ട്ലാൻഡ് പോസലോന സിമെന്റ് എന്ന് പറഞ്ഞിട്ട്. ഈ പോസലോന എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു വോൾക്കാനിക് പൗഡർ ആണ്. അതിൽ ഏകദേശം 80% ക്ലേ കാണും. ഈ പോസലോന കൊടുക്കുന്നത് തന്നെ നമ്മൾ മാസ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിൽ തന്നെ ഡാംസിലൊക്കെ വേണ്ടിയിട്ടാണ് പോസലോന കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി അവിടെ പറഞ്ഞിരുന്നു ലോ ഹീറ്റ് സിമെന്റ് യൂസ് ചെയ്യുന്നത് ഡാംസിലാണെന്ന്. ഇനി ഡാംസിൽ യൂസ് ചെയ്യുന്ന സിമെന്റ് പറഞ്ഞാൽ ലോ ഹീറ്റ് സിമെന്റ് ഇല്ലെങ്കിൽ നമുക്ക് ആര് സെലക്ട് ചെയ്യാം, പോർട്ട്ലാൻഡ് പോസലോന സിമെന്റിനെയും സെലക്ട് ചെയ്യാം. അപ്പോൾ പോസലോന നമ്മൾ മെയിനായിട്ട് ഡാംസിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോസലോന ആഡ് ചെയ്ത് കൊടുക്കുന്നെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആയിരിക്കും. നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ട് ലോ ഹീറ്റ് സിമെന്റും സൾഫേറ്റ് റെസിസ്റ്റൻസ് സിമെന്റും കണ്ടായിരുന്നു. ഇത് കൂടാതെ പോർട്ട്ലാൻഡ് പോസലോന സിമെന്റ് ഇവർക്ക് 3 പേർക്കും ഏകദേശം ഒരേ പ്രോപ്പർട്ടീസ് ആണ്. കുറച്ച് അതുപോലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വർക്സിനാണ് ഇവർ 3 പേരും യൂസ് ചെയ്യുന്നത്. ലോ ഹീറ്റ് സിമെന്റിനെയും പോർട്ട്ലാൻഡ് പോസലോന സിമെന്റിനെയും സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെന്റ്. ഇവർക്ക് 3 പേർക്കും ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഒക്കെ വളരെ കുറവായിരിക്കും. നല്ല രീതിയിൽ തന്നെ കെമിക്കലിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള എബിലിറ്റിയും ഈ 3 സിമെന്റ്സിനുണ്ട്. അപ്പോൾ ആ പ്രോപ്പർട്ടീസ് ഒക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ പോസലോനയ്ക്ക് എന്തുണ്ട്, ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കുറവായിരിക്കും, നല്ല രീതിയിൽ കെമിക്കലിനെ അറ്റാക്ക് ചെയ്യാനുള്ള എബിലിറ്റിയും പോസലോനയ്ക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ എന്തായിരിക്കും, ഡാംസിൽ യൂസ് ചെയ്യുന്നതാണ് പോസലോന. മെയിൻ ആയിട്ടുള്ള യൂസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബെസ്റ്റ് ആപ്ലിക്കേഷൻ ഡാംസിലായിരിക്കും. അടുത്ത പോസലോനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സം ഓഫ് ദി നാച്ചുറലി ഒക്കറിംഗ് പോസലോനാസ്. കുറച്ച് നാച്ചുറലി ഒക്കറിംഗ് പോസലോനാസ് ആണ് ഈ പറയുന്നത്. വോൾക്കാനിക് പൗഡേഴ്സ്, വോൾക്കാനിക് ടഫ്സ് അതെല്ലാം എന്തായിരിക്കും, നാച്ചുറലി ഒക്കറിംഗ് പോസലോനാസ് ആണ്. ആർട്ടിഫിഷ്യൽ പോസലോണിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മളെ ഫ്ലൈ ആഷിനെ പറയുന്നത്. നമ്മൾ നേരത്തെ മിനറൽ അഡ്മിക്സറിന്റെ എക്സാമ്പിൾ ആയിട്ട് കണ്ടല്ലോ ഫ്ലൈ ആഷ്. നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നതെല്ലാം സുർക്കി, റൈസസ് കാഷ്, ഇതെല്ലാം ആർട്ടിഫിഷ്യൽ പോസലോനയുടെ എക്സാമ്പിൾ ആണ്. സുർക്കിയും പോസലോനയുടെ ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇത് ഇത്രയും ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ആർട്ടിഫിഷ്യൽ പോസലോനെ, നാച്ചുറൽ പോസലോനെ. അടുത്ത ടിമ്പർ എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ട്രീസ് ഗ്രോ ലെങ്ത് വൈസ് ത്രൂ ദ എൻഡ്സ്. ഏത് ട്രീസ് ആണ് ലെങ്ത് വൈസ്, എൻഡ് വൈസ് ആയിട്ട് ഗ്രോ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ എൻഡോജീനസ് ട്രീസും എക്സോജീനസ് ട്രീസും ആണ് മെയിൻ ആയിട്ടുള്ള ട്രീസ് ആയിട്ടുള്ളത്. ഇതിൽ എൻഡോജീനസ് ട്രീസ് ആണ് എൻഡ് വൈസ് ആയിട്ട് ലെങ്ത് വെച്ച് പോകുന്നത്. എക്സോജീനസ് ട്രീസ് എന്തായിരിക്കും, ഔട്ട്വേർഡ് ആയിട്ട് അതിന് ആ ഒരു ഫാറ്റ് ആയിട്ടായിരിക്കും പോകുന്നത്, ലെങ്ത് അല്ല അവിടെ കൂടുന്നത്. അപ്പോൾ ലെങ്ത് വൈസ് ആയിട്ട് പോകുന്നത് ആരായിരിക്കും, എൻഡോജീനസ് ട്രീസ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് പെർ IS 399/1963 ക്ലാസിഫിക്കേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ടിമ്പേഴ്സ് ആൻഡ് ദെയർ സോണൽ ഡിസ്ട്രിബ്യൂഷൻ. ഈ IS കോഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് തന്നെ വേണമെങ്കിൽ ചോദിക്കാം. XYZ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണെന്നുള്ളതാണ്. ടിമ്പറിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ബേസ്ഡ് ഓൺ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ബേസ്ഡ് ഓൺ അവൈലബിലിറ്റി, ബേസ്ഡ് ഓൺ ഡ്യൂറബിലിറ്റി, അങ്ങനെ പല പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ ബേസ്ഡ് ഓൺ അവൈലബിലിറ്റി ആണ് XYZ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. XYZ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ അവൈലബിലിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ എന്തായിരിക്കും, ബേസ്ഡ് ഓൺ അവൈലബിലിറ്റി. Next one, based on modulus of elasticity, timber used for construction purposes are classified as group B. Modulus of elasticity 3 വരുന്നുണ്ട്. ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C. അതിൽ ഗ്രൂപ്പ് B ആണെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി വാല്യൂ എന്നുള്ളതാണ്. ഗ്രൂപ്പ് B ആണെങ്കിൽ വരുന്ന വാല്യൂ ഇതാണ്. 9.8നും 12.5 kN/mm² ബിറ്റ്വീൻ ആയിട്ടായിരിക്കും ഗ്രൂപ്പ് B വരുന്നത്. അപ്പോൾ ഗ്രൂപ്പ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 12.5 kN/mm². ഗ്രൂപ്പ് B എന്ന് പറഞ്ഞാൽ 9.8 to 12.5 kN/mm². ഗ്രൂപ്പ് C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.6 to 9.8 kN/mm². ഇങ്ങനെയാണ് 3 ക്ലാസ് ചെയ്യുന്നത്. ഇവിടെ ഗ്രൂപ്പ് B ആണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത സെൻട്രൽ പാർട്ട് ഓഫ് ദി ട്രീ. ട്രീയുടെ സെൻട്രൽ പാർട്ട് എന്താണെന്നുള്ളത്, സ്ട്രക്ചർ ഓഫ് ട്രീ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സെക്ഷനിൽ തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ട്രീയുടെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. അതിലാണ് സെൻട്രൽ പാർട്ട് ഓഫ് ദി ട്രീ ചോദിച്ചിരിക്കുന്നത്. സെൻട്രൽ പാർട്ട് ഓഫ് ദി ട്രീയെ പറയുന്ന പേര് പിത്ത് എന്നാണ്. പിത്ത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ സ്ട്രക്ചറിൽ വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണിത്. സെൻട്രൽ പാർട്ട്, ഏറ്റവും സെൻട്രൽ കാണുന്നതിന് പറയുന്ന പേരാണ് പിത്ത്. ഇനി ഈ സെന്ററിന് ചുറ്റും കാണുന്ന ഈ ഹാർഡ് റിങ്സ് ഉണ്ടല്ലോ, ആനുലർ റിങ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അത്രയും ആനുവൽ റിങ്സ് ആണ്. ഈ ആനുവൽ റിങ്സ് ആണ് ശരിക്കും ട്രീയുടെ ഏജ് അല്ലെങ്കിൽ ലൈഫ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഈ ആനുവൽ റിങ്സ് ഡാർക്ക് ആയിട്ട് കാണുന്ന ആ പോർഷനെ മൊത്തം പറയുന്ന പേര് ഹാർട്ട് വുഡ് എന്നും. ഇതിന് ചുറ്റും പിന്നെയും ആനുവൽ റിങ്സ് വരുന്നുണ്ട്. പക്ഷെ അവരെങ്ങനെയാണ് പൊതുവെ ഇത്തിരി ലൈറ്റ് ആയിട്ടല്ലേ കാണുന്നത്. അതിനെ പറയുന്ന പേര് സാപ്പ് വുഡ് എന്നുമാണ്. ഹാർട്ട് വുഡ്, സാപ്പ് വുഡ്. ഇനി ഈ സാപ്പ് വുഡിന് ചുറ്റും വളരെ തിൻ ലെയർ വരുന്നുണ്ട്. അതിനോട് ചേർന്ന് സാപ്പ് വുഡിന് ചുറ്റുമായിട്ട് ഒരു തിൻ ലെയർ വരുന്നുണ്ട്. അത് റിങ് അല്ല. അതിനെ പറയുന്ന പേര് കാംബിയം ലെയർ എന്നാണ്. കാംബിയം
ലെയർ. ഇനി കാമ്പിയം ലെയറിന് ചുറ്റും 2 ബാർക്കാണ് വരുന്നത്. അകത്തിരിക്കുന്ന ബാർക്കിനെ പറയുന്ന പേര് ഇന്നർ ബാർക്ക് എന്നും ഏറ്റവും പുറത്തിരിക്കുന്ന ബാർക്കിനെ പറയുന്ന പേര് ഔട്ടർ ബാർക്ക് എന്നുമാണ്. അപ്പോൾ ഇതിന്റെ ഓർഡർ ഇങ്ങനെയാണ്: സെന്ററിൽ പിത്ത്, അതിനു ചുറ്റും ഹാർട്ട് വുഡ്, അതിനു ചുറ്റും സാപ്പ് വുഡ്, അതിനു ചുറ്റും കാമ്പിയം ലെയർ, അതിനു ചുറ്റും ഇന്നർ ബാർക്ക്, ഏറ്റവും ലാസ്റ്റ് ഔട്ടർ ബാർക്ക്. കൂടാതെ കുറച്ച് റേഡിയൽ ഫൈബേഴ്സ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയും ചെയ്യും. അത് എവിടെ തൊട്ട് എവിടെ വരെ എന്ന് വെച്ചാൽ പിത്ത് തൊട്ട് കാമ്പിയം ലെയർ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന റേസിനെ പറയുന്ന പേരാണ് മെഡുലറി റേസ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. മെഡുലറി റേസും ഇമ്പോർട്ടൻ്റ് ആണ്. പിത്ത് തൊട്ട് കാമ്പിയം ലെയർ വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്തത്. അവരുടെ ഫംഗ്ഷൻ തന്നെ ഈ ആനുവൽ റിങ്സിനെ എല്ലാം ഹോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ആനുവൽ റിങ്സ് എവിടേക്കാണ് കാണുന്നത്? ഹാർട്ട് വുഡിലും സാപ്പ് വുഡിലുമാണ് ആനുവൽ റിങ്സിനെ കാണുന്നുള്ളൂ. ആ ആനുവൽ റിങ്സിനെ നന്നായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് മെഡുലറി റേസിന്റെ ഫംഗ്ഷൻ. അപ്പോൾ ഈ ഒരു ഫിഗർ ഒന്നും കൂടി ശ്രദ്ധിച്ചോ. ഏറ്റവും ലാസ്റ്റ് കാണുന്ന ലെയർ ഔട്ടർ ബാർക്ക്, അതിനുള്ളിൽ കാണുന്ന ലെയർ ഇന്നർ ബാർക്ക്, അതിനുള്ളിൽ കാണുന്ന ചെറിയൊരു ലെയർ ആണ്, അതിനെ പറയുന്ന പേരാണ് കാമ്പിയം ലെയർ. അതിനുള്ളിൽ കാണുന്ന ലൈറ്റ് ആനുവൽ റിങ്സ് ആണ്, അത് സാപ്പ് വുഡ്. അതിനുള്ളിൽ കാണുന്നത് വളരെ ഡാർക്ക് ആയിട്ടുള്ള ആനുവൽ റിങ്സ് ആണ്, അതിനെ പറയുന്ന പേര് ഹാർട്ട് വുഡ് ആണ്. ഇനി ഏറ്റവും അകത്ത് കാണുന്നത് ഈ ഒരു പോർഷൻ ആണെന്ന് പറയുന്നത് പിത്ത് എന്ന് പറയുന്നത്, പിത്ത് അല്ലെങ്കിൽ മെഡുല്ല എന്ന് പറയും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രക്ചർ ഓഫ് ട്രീ, ആ ഓർഡേഴ്സ് അറിഞ്ഞിരിക്കുക. അതുകൂടാതെ ഇവിടുന്ന് ഈ പിത്ത് തൊട്ട് കാമ്പിയം ലെയർ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ആ ഒരു റേസിനെ പറയുന്ന പേരാണ് മെഡുലറി റേസ്. മെഡുലറി റേസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇതാണ് സ്ട്രക്ചർ ഓഫ് ട്രീയിൽ മെയിനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത് പാർട്ട് ഓഫ് ദ ട്രീ വിച്ച് ഹോൾഡ് ടുഗദർ ദ ആനുവൽ റിങ്സ് ഓഫ് ഹാർട്ട് വുഡ് ആൻഡ് സാപ്പ് വുഡ്. ഹാർട്ട് വുഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഹാർട്ട് വുഡിനെ സാപ്പ് വുഡിനെ ആനുവൽ റിങ്സിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ആരായിരിക്കും? അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, മെഡുലറി റേസ് ആയിരിക്കും. മെഡുലറി റേ. അടുത്തത് ആനുവൽ റിങ്സ് ആർ ദി കോമ്പിനേഷൻ ഓഫ്. എവിടെയൊക്കെയാണ് ആനുവൽ റിങ്സിനെ കാണുന്നത് എന്നുള്ളതാണ്. ആരുടെയൊക്കെ കോമ്പിനേഷൻ ആയിരിക്കും? ഹാർട്ട് വുഡിന്റെയും സാപ്പ് വുഡിന്റെയും കോമ്പിനേഷൻ ആണ് ആനുവൽ റിങ്സ് എന്ന് പറയുന്നത്. ഓപ്ഷൻ എന്തായിരിക്കും? ഓപ്ഷൻ എ. അടുത്ത വെൽ സീസൺ ടിമ്പർ മേ കണ്ടെയ്ൻ മോയ്സ്ചർ അപ് ടു. സീസണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സീസണിങ് തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും ടിമ്പറിന്റെ. അതിൽ തന്നെ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ്, അതായത് സീസണിങ് കഴിഞ്ഞതിന് ശേഷം എത്രയാണ് മോയ്സ്ചർ കണ്ടന്റ് വേണ്ടതെന്നുള്ളതാണ്. നമ്മൾ പൊതുവേ പറയുന്നത് 8 to 12% എന്നാണ്. പക്ഷെ ആ പെർസെൻറ്റേജ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൺഫ്യൂഷൻ വരും. ഇവിടെ 8 to 10ഉം 10 to 12ഉം കാണിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 to 12% ആണ്. 8 to 12% ആണ് പൊതുവേ പറയുന്നെങ്കിലും കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് പറയുന്ന വാല്യൂ എന്ത് തന്നെയാണ്? 10 to 12% ആണ്. അപ്പോൾ വെൽ സീസൺ ടിമ്പറിൽ എത്ര മോയ്സ്ചർ കണ്ടന്റ് പാടുള്ളൂ? 10 to 12% പാടുള്ളൂ. ഇനി ഇത് കൂടാതെ പറയുന്നതാണ്, നമ്മൾ ഈ ഒരു IS കോഡ് പ്രകാരം നമ്മൾ ടിമ്പറിന്റെ വെയിറ്റ് എല്ലാം സ്റ്റാൻഡേർഡൈസ് ചെയ്യേണ്ടത് എത്ര മോയ്സ്ചർ കണ്ടന്റ് എന്നാണ്. അതായത് എല്ലാ ടിമ്പറിന്റെയും വെയിറ്റ് എടുക്കുന്നത് ഇത്ര മോയ്സ്ചർ കണ്ടന്റിൽ എത്തിയിട്ട് വേണം. ഒരു 12% മോയ്സ്ചർ കണ്ടന്റിൽ എത്തിയിട്ട് വേണം നമ്മൾ ടിമ്പറിന്റെ വെയിറ്റ് എടുക്കാനായിട്ട്. ആ പറയുന്ന പെർസെൻറ്റേജ് ആണ് 12%. അപ്പോൾ സീസണിങ് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് 10 to 12%, വെയിറ്റ് എടുക്കുന്ന മോയ്സ്ചർ കണ്ടന്റ് 12% ആണ്. അടുത്തത് ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് IS 287/1993 India is divided into how many zones based on its relative humidity for air seasoning of timber. ഓക്കെ, ഈ 287/1993 പറയുന്നത് തന്നെ പെർമിസിബിൾ മോയ്സ്ചർ കണ്ടന്റ് ഓഫ് ടിമ്പറിനെ പറ്റിയിട്ടാണ്. ഓരോ സ്ഥലത്തും ഇത്ര മോയ്സ്ചർ കണ്ടന്റ് നമ്മൾ പറയുന്നുണ്ട്. അതിനെ ബേസ് ചെയ്ത് ആ ഒരു IS കോഡിൽ ഇന്ത്യയെ 4 സോണായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി കണ്ടീഷൻ അനുസരിച്ച് ഇന്ത്യയെ 4 സോണായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോൺ 1, 2, 3, 4. സോൺ 1 എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹ്യൂമിഡിറ്റി കണ്ടന്റ് ലെസ് ദാൻ 40% ആയിരിക്കും. സോൺ 2 എന്ന് പറഞ്ഞാൽ 40 to 50% ആയിരിക്കും. സോൺ 3 എന്ന് പറഞ്ഞാൽ 50 to 67% ആയിരിക്കും. സോൺ 4 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 67% ആയിരിക്കും അവിടുത്തെ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ 4 സോണായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 4 സോണിൽ തന്നെ ഓരോ പർപ്പസിന് യൂസ് ചെയ്യുന്നതനുസരിച്ച് മോയ്സ്ചർ കണ്ടന്റ് മാറുന്നുണ്ട്. അത് അത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക, സീസണിങ്ങിൽ വരുന്നതാണ്. ഓക്കെ, വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് റിമൂവിങ് മോയ്സ്ചർ പ്രസന്റ് ഇൻ ഫ്രഷ്ലി ഫെൽഡ് ടിമ്പർ. ഫ്രഷ്ലി ഫെൽഡ് ടിമ്പറിൽ നിന്ന് മോയ്സ്ചർ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്താന്നുള്ളത് വളരെ സിമ്പിൾ ആണ്, ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഡെഫിനിഷൻ ഇതുപോലെ തന്നെ വേണമെങ്കിൽ ചോദിക്കാം. പ്രോസസ് ഓഫ് ഡ്രൈയിങ് ഓഫ് ടിമ്പർ അല്ലെങ്കിൽ പ്രോസസ് ഓഫ് റിമൂവിങ് മോയ്സ്ചർ ഓഫ് ടിമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് സീസണിങ് ആയിരിക്കും. സീസണിങ്. ഇനി ഈ സീസണിങ് തന്നെ മെയിനായിട്ട് എങ്ങനെയൊക്കെ ചെയ്യാം? നാച്ചുറൽ സീസണിങ് മെത്തേഡും ഉണ്ട്, ആർട്ടിഫിഷ്യൽ സീസണിങ് മെത്തേഡും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുക. നാച്ചുറൽ സീസണിങ് മെത്തേഡിനെ തന്നെയാണ് നമ്മൾ എയർ സീസണിങ് എന്ന് പറയുന്നുണ്ട്. എയർ സീസണിങ്. നാച്ചുറൽ സീസണിങ് ആയതുകൊണ്ട് തന്നെ ഇതിന് കുറേ സമയം എടുക്കും, ഡ്യൂറേഷൻ വളരെ കൂടുതലാണ്. ആ ഡ്യൂറേഷൻ അത്ര എടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഏതിലേക്ക് പോകുന്നത് തന്നെ? ആർട്ടിഫിഷ്യൽ സീസണിങ്ങിലോട്ട് പോകുന്നത് തന്നെ. നാച്ചുറൽ സീസണിങ്ങിന്റെ ഡ്യൂറേഷൻ അറിഞ്ഞിരിക്കുക, 2 to 4 years ആണ് നാച്ചുറൽ സീസണിങ്ങിന് പൊതുവേ വേണ്ടി വരും. 2 to 4 years ആണ് അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ചീപ്പ് ആൻഡ് ഇക്കണോമിക്കൽ മെത്തേഡ് തന്നെയാണ്, പക്ഷേ ഇത്രയും സമയം എടുക്കും. അതുപോലെ തന്നെ നോൺ യൂണിഫോം സീസണിങ് ആയിരിക്കും, എല്ലായിടത്തും ഒരുപോലെ തന്നെ സീസൺ ആകണമെന്നില്ല. ഇനി ആർട്ടിഫിഷ്യൽ സീസണിങ്ങിൽ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ബോയിലിംഗ്. ആദ്യം ബോയിൽ ചെയ്തതിന് ശേഷം സീസൺ ചെയ്തെടുക്കുന്നതാണ്. ബോയിൽ ചെയ്യുന്ന ടൈം അറിയണം, 3 to 4 hours ആണ് പൊതുവേ ബോയിൽ ചെയ്യാനായിട്ട് എടുക്കുന്നത്. രണ്ടാമത്തതാണ് കെമിക്കൽ ഓർ സോൾട്ട് സീസണിങ്.
സോൾട്ട് അല്ലെങ്കിൽ കെമിക്കൽ യൂസ് ചെയ്തിട്ടുള്ള സീസണിംഗ് ആണ്. അപ്പോൾ അവിടെ വെച്ചാൽ എക്സ്ട്രീയുടെ ക്രാക്സ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കെമിക്കൽ സീസണിങ്. മൂന്നാമത്തത് ഇലക്ട്രിക്കൽ സീസണിങ്. കറണ്ട് പാസ് ചെയ്തിട്ട് സീസൺ ചെയ്യുന്നതാണ് ഏറ്റവും റാപ്പിഡ് ആൻഡ് എഫക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ സീസണിങ് ആണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പ്ലിറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട് ടിമ്പറിന്. ഇലക്ട്രിക്കൽ സീസണിങ് ഡിസഡ്വാൻറ്റേജ് ആണ് സ്പ്ലിറ്റിംഗ് എന്നുള്ളത്. അടുത്ത നാലാമത്തെ മെത്തേഡാണ് കിൽ സീസണിങ്. കില്ലിൽ വെച്ചിട്ട് ചേമ്പറിലൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ ഒരു ടെമ്പറേച്ചർ ഉണ്ട് 35 to 38 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും, റാപ്പിഡായിട്ട് സീസൺ ചെയ്യാം, അത് ലാർജ് സ്കെയിൽ ആണെങ്കിൽ നമുക്ക് എന്ത് സെലക്ട് ചെയ്യാം? കിൽ സീസണിങ്. ഇനി ജസ്റ്റ് റാപ്പിഡ് ആൻഡ് ഇഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരായിരിക്കും? ഇലക്ട്രിക്കൽ സീസണിങ്. അപ്പോൾ ഇലക്ട്രിക്കൽ സീസണിൽ നമുക്ക് ലാർജ് സ്കെയിൽ സീസണിങ് നടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ ഇതിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. റാപ്പിഡ് ഓൺ എ ലാർജ് സ്കെയിൽ എന്ന് എടുത്ത് പറയുകയാണെങ്കിൽ അത് കിൽ സീസണിങ് ആയിരിക്കും. ജസ്റ്റ് റാപ്പിഡ് ആൻഡ് ഇഫക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതാരായിരിക്കും? ഇലക്ട്രിക്കൽ സീസണിങ് ആയിരിക്കും. കിൽ സീസണിന് ടെമ്പറേച്ചറും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഡ്യൂറേഷൻ 10 to 20 ഡേയ്സ് ആണ് പറയുന്നത്. പൊതുവെ 2 ടൈപ്സ് ഓഫ് കില്ലിനും ഉണ്ട്. സ്റ്റേഷനറി അല്ലെങ്കിൽ കമ്പാർട്ട്മെന്റ് കില്ലിനുണ്ട്, പ്രോഗ്രസീവ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് കില്ലിനുണ്ട്. സ്റ്റേഷനറി അല്ലെങ്കിൽ കമ്പാർട്ട്മെന്റ് കില്ല് വെച്ചാൽ സ്മോൾ സ്കെയിലുണ്ട്, നമ്മൾ എടുത്ത് തുറന്നു വയ്ക്കും, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അതിന് എടുക്കും. പക്ഷേ കണ്ടിന്യൂസ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് കില്ലെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിന് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഒരു എൻഡ് വഴി നമുക്ക് കൊടുക്കുകയും ചെയ്യാം, മറ്റേ എൻഡ് വഴി നമുക്ക് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അതാണ് പ്രോഗ്രസീവ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് കില്ലിൻ്റെ പ്രത്യേകത. കില്ലിനപ്പോൾ 2 ടൈപ്സും ഉണ്ട്. ഇനി ലാസ്റ്റ് മെത്തേഡാണ് വാട്ടർ സീസണിങ്. വാട്ടറിനെ യൂസ് ചെയ്ത് സീസൺ ചെയ്യുന്നത് ഒരു 2 to 4 വീക്സ് അല്ലെങ്കിൽ 3 to 4 വീക്സ് ആണ് പൊതുവേ വാട്ടർ സീസണിൻ്റെ ഡ്യൂറേഷൻ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടതാണ് സീസണിൽ 2 മെത്തേഡ്സും ഓരോന്നിൻ്റെ ടൈമും അറിഞ്ഞിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദി ആർട്ടിഫിഷ്യൽ സീസണിങ് വൈൽ ടിമ്പർ ഇമ്മേഴ്സ്ഡ് ഇൻ എ സൊല്യൂഷൻ ഓഫ് സൂട്ടബിൾ സോൾട്ട്? സോൾട്ട് സൊല്യൂഷനിൽ ഇട്ടിട്ട് സീസൺ ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ സീസൺ ചെയ്യുന്ന മെത്തേഡ് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ആരായിരിക്കും അത്? കെമിക്കൽ സീസണിങ് മെത്തേഡാണ്. കെമിക്കൽ സീസണിങ് വഴിയാണ് എക്സ്റ്റേണൽ ക്രാക്സിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ ഓഫ് ടിമ്പർ വിത്തൗട്ട് യൂസിങ് എനി പ്രിസർവേറ്റീവ്സ്? ഇത് പ്രിസർവേഷനിൽ വരുന്നതാണ്. പ്രിസർവേഷനിൽ ഏത് മെത്തേഡിലാണ് പ്രിസർവേറ്റീവിനെ യൂസ് ചെയ്യാതെ തന്നെ ടിമ്പറിനെ പ്രിസർവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് ചാരിങ് പ്രോസസ്സിലാണ്. പ്രിസർവേറ്റീവ് ഒന്നും വേണ്ട, അവിടെ നമ്മൾ നോർമലി വെള്ളത്തിൽ ഇമ്മേഴ്സ് ചെയ്തതിനു ശേഷം മൊത്തം ടിമ്പർ സർഫസിനെ ഒന്ന് ബേൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 15 mm ലെയർ ഉള്ള ഒരു കോൾ ലെയർ എല്ലായിടത്തും ഫോം ചെയ്യും. അത് തന്നെ ഒരു ബാരിയറായിട്ട് ആക്ട് ചെയ്യും, മറ്റുള്ളതിനൊന്നും കടത്തി വിടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെയാണ് ചാരിങ് പ്രോസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അസ്ക്യൂ ഒക്കെ ഉണ്ട്. അസ്ക്യൂ ഒക്കെ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ സ്പ്രേയിങ് ബ്രഷിംഗ് ഒക്കെ പ്രോസസ് ഓഫ് പ്രിസർവേഷൻ ആണ്. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഡിഫക്റ്റ് ഇൻ ടിമ്പർ ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസ്? തന്നിരിക്കുന്നതിൽ ഏതാണ് നാച്ചുറൽ ഫോഴ്സസ് കാരണം അല്ലാത്ത ഡിഫക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ടത് ഡിഫക്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ടിമ്പറിന് ഡിഫക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും, നോട്ട് എ ഡിഫക്റ്റ് ഇൻ ടിമ്പർ ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സ്. നാച്ചുറൽ ഫോഴ്സ് കാരണം അല്ലാതെ ഡിഫക്റ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മസ്റ്റായിട്ട് നാച്ചുറൽ ഫോഴ്സ് കാരണമുള്ള ഡിഫക്ട്സ് അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. പൊതുവേ 5 കാരണങ്ങളാണ് ഡിഫക്ട്സിന് പറയുന്നത്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? കാലസും ബേൾസും ഒക്കെ നാച്ചുറൽ ഫോഴ്സിൽ വരുന്ന ഡിഫക്റ്റ് ആണ്. ബോ പക്ഷെ നാച്ചുറൽ ഫോഴ്സിൽ അല്ല വരുന്നത്, അത് സീസണിങ്ങിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും. അപ്പോൾ ഓരോന്നിലും ഏതൊക്കെ ഡിഫക്ട്സ് വരണം എന്നുള്ളത് മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ അതാണ് പറയാൻ പോകുന്നത്. ഡിഫക്ട്സ് ഇൻ ടിമ്പർ തന്നെ 5 റീസൺസ് പറയുന്നുണ്ട്. ഡ്യൂ ടു കൺവേർഷൻ, ഡ്യൂ ടു ഫംഗൈ, ഡ്യൂ ടു ഇൻസെക്ട്സ്, ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസ്, ഡ്യൂ ടു സീസണിങ്. അപ്പോൾ ഇതിൽ ഓരോന്നിലും മൊത്തത്തിൽ 38 ഡിഫക്ട്സ് ആണ് പഠിക്കാനായിട്ടുള്ളത്. അതിൽ തന്നെ കൺവേർഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന 4 ഡിഫക്ട്സ് ആണ്. ചിപ്പ് മാർക്ക്, ഡയഗണൽ ഗ്രെയിൻ, ടോൺ ഗ്രെയിൻ, വെയിൻ. ഈ 4 ഡിഫക്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിപ്പ് മാർക്ക് എന്ന് പറയുമ്പോൾ ഡ്യൂ ടു ഇംപ്രോപ്പർ പ്ലെയിനിങ് കാരണം ഉണ്ടാകുന്നതാണ്. ഡയഗണൽ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ഇംപ്രോപ്പർ സോയിങ് ആണ്. ടോൺ ഗ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂള് വീഴുന്നത് കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആണ്. വെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻസ് ഓഫ് ഒറിജിനൽ റൗണ്ടഡ് സർഫസ് എന്നാണ് പറയുന്നത്. ഈ 4 ഡിഫക്ട്സും ചോദിക്കുന്നതാണ്. ഇനി ഫംഗയുടെ അറ്റാക്ക് ഉണ്ടാകുന്നത് തന്നെ മോയ്സ്ചർ കണ്ടന്റ് കാണും. മോയ്സ്ചർ കണ്ടന്റ് ഗ്രേറ്റർ ദാൻ 20% ഉള്ളപ്പോഴാണ് പൊതുവെ ഫംഗയുടെ അറ്റാക്ക് നടക്കുന്നത്. അവിടെ തന്നെ ബ്ലൂ സ്റ്റെയിൻ, സാപ്പ് സ്റ്റെയിൻ, വൈറ്റ് റോഡ്, ബ്രൗൺ റോഡ്, ഹാർഡ് റോഡ്, കൂടാതെ വെറ്റ് റോട്ടും ഡ്രൈ റോട്ടും ഉണ്ട്. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫക്ട്സ് മാത്രമേ ഇപ്പോൾ എഴുതി പോകുന്നുള്ളൂ. വെറ്റ് റോട്ടും ഡ്രൈ റോട്ടും റിപ്പീറ്റ് ചെയ്ത് എക്സാംസിന് ചോദിക്കുന്നതാണ്. ഡ്രൈ റോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബ്സെൻസ് ഓഫ് എയർ അല്ലെങ്കിൽ ലാക്ക് ഓഫ് വെന്റിലേഷനിൽ ടിമ്പർ പൗഡർ ഫോമായിട്ട് റെഡ്യൂസ് ചെയ്യുന്നതാണ്. വെറ്റ് റോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റ് വെറ്റ് ആൻഡ് ഡ്രൈ കണ്ടീഷൻ വരുന്ന സമയത്താണ് വെറ്റ് റോട്ട് എന്ന് പറയുന്ന ഡിഫക്റ്റ് ഉണ്ടാകുന്നത്. ഇനി ഇൻസെക്ട്സ് 3 ഉള്ളൂ. ബീറ്റിൽസ്, മറൈൻ ബോറേഴ്സ്, പിന്നെ ടെർമൈറ്റ്സിന് തന്നെയാണ് വൈറ്റ് ആൻസ് ആയിട്ട് പറയുന്നത്, ചിതലൊക്കെ പറയുന്നത്. ഓക്കെ, അതാണ് ഇൻസെക്ട്സിൽ. ഇനി നാച്ചുറൽ ഫോഴ്സിൽ 14 ഡിഫക്റ്റ് വരുന്നുണ്ട്. അതിലാണ് ബേൾസ്, കാലസ്, കെമിക്കൽ സ്റ്റെയിൻ, കോഴ്സ് ഗ്രെയിൻ, ഡെഡ് വുഡ്, ഡ്രഗ്സിനസ്, ഫോക്സിനസ് ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. കൂടാതെ നോട്ടൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. റിൻഡുഗോൾ,
റിൻഡുഗോൾ, ഷേക്സിൽ തന്നെ 5 എണ്ണം വരുന്നുണ്ട്, അതും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ട്വിസ്റ്റഡ് ഫൈബർ, അപ്സെറ്റ് ഓർ റപ്ചർ, പിന്നെ വാട്ടർ സ്റ്റെയിൻസ് ഉണ്ട്, വിൻഡ് ക്രാക്സ് ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. ട്വിസ്റ്റഡ് ഫൈബറും റപ്ചർ അല്ലെങ്കിൽ അപ്സെറ്റ് ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ഈ ഷേക്സിലുള്ള 5 എണ്ണവും പ്രത്യേകം അറിഞ്ഞിരിക്കണം. പിന്നെയുള്ളത് സീസണിങ് കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആണ്. സീസണിങ് കാരണമാണ് ബോ, കപ്പ്, ട്വിസ്റ്റ്, വാർപ്പ്, ചെക്ക്, സ്പ്ലിറ്റ്, കൊളാപ്സ്, കേസ് ഹാർഡനിങ്, ഹണി കോമ്പിങ്, റേഡിയൽ ഷേക്ക് ഇങ്ങനെയുള്ള ഡിഫക്ട്സ് ഉണ്ടാകുന്നത്. അപ്പോൾ അതും അവിടെ അറിഞ്ഞിരിക്കണം. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഡിഫക്ട്സ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. എല്ലാ ഡിഫക്ട്സും 38 ഡിഫക്ട്സും പഠിക്കേണ്ടത് തന്നെയാണ്. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു സെക്ഷനാണ് ഡിഫക്ട്സ് ഇൻ ടിമ്പർ. അപ്പോൾ ഓരോ ഡിഫക്റ്റിന്റെ കീഴിലും ഏതൊക്കെ ഡിഫക്ട്സ് വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. തന്നിരിക്കുന്ന ഏതാണ് ഡിഫക്ട് ഡ്യൂ ടു സീസണിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീസണിങ് കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ് എല്ലാം അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാ ഡിഫക്ട്സും 38 ഡിഫക്ട്സിൻ്റെയും പേര് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇനി ഫ്രം ദി ഫോളോയിങ് വിച്ച് ഡിഫക്ട് ഒക്കർ ഡ്യൂ ടു സീസണിങ് ഓഫ് ടിമ്പർ. കണ്ടില്ലേ, ആ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. സീസണിങ് കാരണം ഉണ്ടാകുന്ന ഡിഫക്ട് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ട്വിസ്റ്റഡ് ഫൈബർ വരുന്നത് നാച്ചുറൽ ഫോഴ്സിലാണ്, ഡ്രൈ റോട്ട് വരുന്നത് ഫംഗയിലാണ്, ഹണി കോമ്പിംഗ് ആണ് സീസണിങ്ങിൽ വരുന്നത്, സ്പ്രേയിങ് നമ്മൾ പ്രിസർവേഷൻ മെത്തേഡിൽ പറയുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രഷിംഗ് ഓഫ് ഫൈബേഴ്സ് റണ്ണിംഗ് ട്രാൻസ്വേഴ്സ്ലി ഡ്യൂറിംഗ് ദി ഗ്രോത്ത് ഓഫ് ട്രീ ഡ്യൂ ടു സ്ട്രോങ് വിൻഡ്സ്. സ്ട്രോങ് വിൻഡ്സ് കാരണം ക്രഷിംഗ് ഓഫ് ഫൈബേഴ്സ് ക്രഷ് ചെയ്യണമെങ്കിൽ അത് എന്ത് ഡിഫക്റ്റ് എന്ന് വെച്ചാൽ അപ്സെറ്റ് അല്ലെങ്കിൽ റപ്ചർ ആയിരിക്കും. ഇനി സ്ട്രോങ് വിൻഡ്സ് തന്നെ കാരണം ട്രീ ഒരു ഡയറക്ഷനിലോട്ട് ടേൺ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേര് ട്വിസ്റ്റഡ് ഫൈബർ എന്നാണ്. അപ്പോൾ രണ്ട് മാറിപ്പോരുത്. സ്ട്രോങ് വിൻഡ് എന്ന് കാണുന്ന ഉടനെ നോക്കണം ക്രഷിംഗ് ഓഫ് ഫൈബർ എന്നാണോ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ട്രീ ടേൺസ് ഇൻ വൺ ഡയറക്ഷൻ ആണോ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കണം. ക്രഷിംഗ് ഓഫ് ഫൈബർ ആണെങ്കിൽ അപ്സെറ്റും, ടേൺ ഇൻ വൺ ഡയറക്ഷൻ ആണെങ്കിൽ അത് ട്വിസ്റ്റഡ് ഫൈബറും ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾട്ടർനേറ്റ് ഡ്രൈ ആൻഡ് വെറ്റ് കണ്ടീഷൻസ് കോസസ് ഡെവലപ്മെന്റ് ഓഫ് ഡാഷ് ആൻഡ് ടിമ്പർ. നേരത്തെ പറഞ്ഞതാണ് ഓൾട്ടർനേറ്റ് ഡ്രൈ ആൻഡ് വെറ്റ് കണ്ടീഷൻ. ഈ കണ്ടീഷൻ വെച്ചിട്ടായിരിക്കും ചോദിക്കുന്നത്. ഓൾട്ടർനേറ്റ് വെറ്റ് ആൻഡ് ഡ്രൈ കണ്ടീഷൻ, ഡ്രൈ ആൻഡ് വെറ്റ് കണ്ടീഷൻ കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റിനെ പറയുന്ന പേര് വെറ്റ് റോട്ട് എന്നാണ്. ഡ്രൈ റോട്ട് എന്ന് പറയുമ്പോൾ അവിടെ ആബ്സെൻസ് ഓഫ് എയർ അല്ലെങ്കിൽ ലാക്ക് ഓഫ് വെന്റിലേഷൻ ആയിരിക്കും റീസൺ ആയിട്ട് പറയുന്നത്. അതേപോലെ തന്നെ ഡ്രൈ റോട്ട് നടക്കുമ്പോൾ എന്തായി മാറും എന്ന് ചോദിക്കുന്നുണ്ട്. ടിമ്പർ പൗഡർ ഫോം ആയിട്ട് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അടുത്തത്, ദ പോർഷൻ ഫ്രം വിച്ച് ദ ബ്രാഞ്ച് ഈസ് റിമൂവ്ഡ് റിസീവ് നറിഷ്മെന്റ്സ് ഫ്രം ദി ട്രങ്ക് ആൻഡ് ഡാർക്ക് റിംഗ്സ് വിച്ച് ആർ നോൺ ആസ്. അതായത് ഏതോ ഒരു പോർഷനിൽ നിന്ന് നമ്മൾ ബ്രാഞ്ച് റിമൂവ് ചെയ്യും. ബ്രാഞ്ച് റിമൂവ് ചെയ്തത് അറിയാതെ ന്യൂട്രിയൻസ് വന്നിട്ട് അവിടെ ഡിപ്പോസിറ്റ് ചെയ്ത് ഡാർക്ക് ഹാർഡ് റിംഗ്സ് ഫോം ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ള ഡിഫക്റ്റിനെ പറയുന്ന പേരാണ് നോട്ട്സ്. നോട്ട്സ് സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് നോട്ട്സിനെ പറ്റി. നോട്ട്സ് എന്ന് പറയുന്ന ഡിഫക്റ്റ് ആണ് ഇത് ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സിൽ വരുന്നതാണ്. അടുത്ത, സൈസ് ഓഫ് പിൻ നോട്ട്. നോട്ടിൽ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് നോട്ട് ബേസ്ഡ് ഓൺ സൈസ് പറയുന്നുണ്ട്. അപ് ടു 6.50 mm ഡയമീറ്റർ ആണെങ്കിൽ അത് പിൻ നോട്ടാണ്. 6.5 to 20 ആണെങ്കിൽ അത് സ്മോൾ നോട്ടാണ്. 20 to 40 mm ആണെങ്കിൽ അത് മീഡിയം നോട്ടാണ്. ഗ്രേറ്റർ ദാൻ 40 mm ആണെങ്കിൽ അത് ലാർജ് നോട്ടാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് നോട്ടും അറിഞ്ഞിരിക്കുക. ഇത് കൂടാതെ ടൈപ്സ് ഓഫ് നോട്ടും ഇപ്പോൾ പറയുന്നുണ്ട്. ഡെഡ് നോട്ട്, ലൂസ് നോട്ട്, ലൈവ് നോട്ട്, ടൈറ്റ് നോട്ട്, റൗണ്ട് നോട്ട്, ഡീക്കേഡ് നോട്ട്. ഈ ടൈപ്സ് ഓഫ് നോട്ട്സും അറിഞ്ഞിരിക്കുക. ഓക്കെ, ഫ്രം ദി ഫോളോയിങ് വിച്ച് വൺ ഈസ് നോട്ട് ആൻ ഇൻഡസ്ട്രിയൽ ടിമ്പർ. അപ്പോൾ നമ്മൾ ആ ഫോംസ് ഓഫ് ടിമ്പറിലോട്ട് വന്നിട്ടുണ്ട്. മാർക്കറ്റ് ഫോംസ് ഓഫ് ടിമ്പറും ഇൻഡസ്ട്രിയൽ ഫോംസ് ഓഫ് ടിമ്പറും. തന്നിരിക്കുന്നതിൽ ഏതാണ് ഇൻഡസ്ട്രിയൽ ഫോമിൽ വരാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെനീർ ഇൻഡസ്ട്രിയൽ ഫോമിൽ വരുന്നതാണ്. തിൻ സ്ലൈസസ് ഓഫ് വുഡിനെ പറയുന്ന പേരാണ് വെനീർ. സ്കാൻലിംഗ് മാർക്കറ്റ് ഫോമിൽ വരുന്നത്. മാർക്കറ്റ് ഫോമിൽ സ്കാൻലിംഗിന്റെ പ്രത്യേകത തന്നെ അറിയിക്കണം. അതിന്റെ തിക്നെസ്സും വിഡ്ത്തും എല്ലാം ഗ്രേറ്റർ ദാൻ 50 mm ആണ്. പക്ഷേ ലെങ്ത് ലെസ് ദാൻ 200 mm. ഇവിടെ ലെങ്ത് വെച്ചിട്ടാണ് മനസ്സിലാക്കേണ്ടത്. സ്കാൻലിംഗിലെ ലെങ്ത് എങ്ങനെയായിരിക്കും? ലെസ് ദാൻ 200 mm ആയിരിക്കും. പിന്നെ ഇംബ്രക് ടിമ്പർ ഇൻഡസ്ട്രിയൽ ഫോമിൽ വരുന്നതാണ്. പാർട്ടിക്കിൾ ബോർഡും ഇൻഡസ്ട്രിയൽ ഫോമിൽ വരുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഫോമിൽ അല്ലാത്തത് ആരാണ് ഇവിടെ? സ്കാൻലിംഗ് ആണ്. മാർക്കറ്റ് ഫോമിൽ മെയിൻ ആയിട്ട് വരുന്ന ടിമ്പേഴ്സ് അറിഞ്ഞിരിക്കുക ഏതൊക്കെയാണെന്നുള്ളത്. ലോഗ്, പോൾ, പിന്നെ ബാറ്റൻ പ്ലാങ്ക് ബോർഡ്, പിന്നെ ഉള്ളത് ഡീൽ, സ്കാൻലിംഗ്, അതേപോലെ തന്നെ ബോൾക്ക്, ക്വാർട്ടറിംഗ്, എൻഡ്. ഈ 10 എണ്ണമാണ് മാർക്കറ്റ് ഫോംസിൽ വരുന്നത്. ബാക്കി ഇതെല്ലാം ഇൻഡസ്ട്രിയൽ ഫോമിൽ വരുന്നതാണ്. ഓക്കെ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് തിൻ ഷീറ്റ്സ് ഓഫ് വുഡ്? വേരീസ് ഫ്രം 0.4 mm to 6 mm. തിൻ ഷീറ്റ്സ് ഓഫ് വുഡ് ആണ്. അതിനെ പറയുന്ന പേരെന്താണ്? അതിന്റെ തിക്നെസ് ആണ് ഈ പറയുന്നത് 0.4 to 6 mm. ഇത് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. വെനീറിന്റെ തിക്നെസ് എത്രയാണെന്നുള്ളത്. ഇതിനെ പറയുന്ന പേരാണ് വെനീർ. തിൻ ഷീറ്റ്സ് ഓഫ് വുഡിനെ പറയുന്ന പേരാണ് വെനീർ. അതിന്റെ തിക്നെസ്സും അറിഞ്ഞിരിക്കുക. Okay, next one. What is the market form of timber with parallel sides having thickness less than 50 mm and its width exceeding 50 mm? Thickness less than 50 mm ആണെങ്കിൽ നമ്മൾ 3 എണ്ണം പറയുന്നുണ്ട്. ബാറ്റൻ, പ്ലാങ്ക്, ബോർഡ്. അതിൽ തന്നെ വിഡ്ത്ത് എക്സീഡിങ് 50 mm ആണെങ്കിൽ ആ സെൻട്രൽ വരുന്ന പ്ലാങ്ക് ആയിരിക്കും ആൻസർ. വിഡ്ത്തും ലെസ് ദാൻ 50 mm ആയിരുന്നെങ്കിൽ അതെന്തായി മാറിയനെ? ബാറ്റൻ ആയനെ. വിഡ്ത്ത് ഗ്രേറ്റർ ദാൻ 150 mm അല്ലെങ്കിൽ 120 mm ആയിരുന്നെങ്കിൽ അത് ബോർഡായിട്ട് മാറിയനെ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വിഡ്ത്ത് ഗ്രേറ്റർ ദാൻ 50 mm എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? പ്ലാങ്ക് ആയിരിക്കും ഇവിടുത്തെ ആൻസർ. അപ്പോൾ നമ്മൾ ആ പഠിക്കുമ്പോൾ തന്നെ പറയുന്നതാണ്. ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ആ ഡയമെൻഷൻസ് എല്ലാം ഓർമ്മയിരിക്കുകയും ചെയ്യും.
ഓക്കെ, ആസ് പെർ IS 14315 നമ്മുടെ വെനീറിന്റെ IS കോഡാണ് പറഞ്ഞിരിക്കുന്നത്. മാക്സിമം തിക്നെസ് ഓഫ് കൊമേഴ്ഷ്യൽ വെനീർ, മാക്സിമം തിക്നെസ് ഓഫ് വെനീർ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വെനീർ തിക്നെസ് എങ്ങനെ വേരി ചെയ്യുന്നത് 0.4 to 6 mm ആണ്. അപ്പോൾ മാക്സിമം തിക്നെസ് ഓഫ് വെനീർ എത്രയായിരിക്കും? 6 mm ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി. The name of timber piece whose breadth and thickness exceed 50 mm but the length is less than 200 mm. ഞാൻ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ, വിട്ടും തിക്നെസ്സും എല്ലാം 50 mm കൂടും, പക്ഷേ ലെങ്ത് ലെസ് ദാൻ 200 mm ആയിരിക്കും. അത് ആരായിരിക്കും? സ്കാൻലിംഗ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. സ്കാൻലിംഗ്. ഇനി ഇവിടെ ലെങ്ത് ഗ്രേറ്റർ ദാൻ 200 mm ആയിരുന്നെങ്കിൽ അത് ബോൾക്കായിട്ട് മാറിയേനെ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കാം. അടുത്തത്, വിച്ച് റിജിഡ് ബോഡി ഈസ് നോൺ ആസ് പ്രസ്ഡ് ബോർഡ്. പ്രസ്ഡ് ബോർഡ് അല്ലെങ്കിൽ റീകൺസ്ട്രക്റ്റഡ് വുഡ് എന്നൊക്കെ പറയുന്നത് ഫൈബർ ബോർഡിനെയാണ്. ഫൈബർ ബോർഡ്, ഫൈബർ ബോർഡിന്റെ തിക്നെസ് പറഞ്ഞിരിക്കുക 3 mm to 12 mm ആണ് ഫൈബർ ബോർഡിന്റെ തിക്നെസ് നോർമലി വരുന്നത്. ഇനി ഫൈബർ ബോർഡിന് പല പല വെറൈറ്റീസ് ഉണ്ട്. MDF, HDF. MDF എന്ന് വെച്ചാൽ മീഡിയം ഡെൻസിറ്റി ഫൈബർ ബോർഡ്, HDF എന്ന് പറഞ്ഞാൽ ഹൈ ഡെൻസിറ്റി ഫൈബർ ബോർഡ്. അങ്ങനെ പല ടൈപ്സ് ഓഫ് ഫൈബർ ബോർഡ്സ് വരുന്നുണ്ട്. കൂടാതെ ഫൈബർ ബോർഡിന്റെ ട്രേഡ് നെയിംസ് പറയുന്നുണ്ട്. അതിനകത്ത് തന്നെ ഇന്ത്യാനൈറ്റ്, യുറേക്ക അതൊക്കെ പറയുന്നത് നമ്മുടെ ഫൈബർ ബോർഡിന്റെ ട്രേഡ് നെയിംസ് ആണ്. ഇതിൽ തന്നെ ഇംബ്രക് ടിമ്പറിനും ട്രേഡ് നെയിംസ് ഒക്കെ പറയുന്നുണ്ട്. അതിനകത്ത് ഫോമൈക്ക, സൺമൈക്ക, സൺ ഗ്ലോസ് എന്ന് പറയുന്നത് ഇംബ്രക് ടിമ്പറിൻ്റെതാണ്. ഇവരുടേത് പറയുമ്പോൾ ഇന്ത്യാനൈറ്റ്, മെസോണൈറ്റ്, അതേപോലെ തന്നെ യുറേക്ക, ഇത് മൂന്നുമാണ് ഫൈബർ ബോർഡിന്റെ ട്രേഡ് നെയിംസ്. ഇന്ത്യാനൈറ്റും മെസോണൈറ്റും യുറേക്കയും ആണ് ഫൈബർ ബോർഡിന്റെ ട്രേഡ് നെയിംസ്. ഈ ട്രേഡ് നെയിംസ് എന്നൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അടുത്തത്, മെൻഷൻ ദി കോഡ് ഓഫ് പ്രാക്ടീസ് ഫോർ ഡിസൈൻ ഓഫ് സ്ട്രക്ചറൽ ടിമ്പർ. ടിമ്പറിന്റെ കോഡ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ തന്നെ ഡിസൈൻ ഓഫ് സ്ട്രക്ചറൽ ടിമ്പറിനെ പറ്റി പറയുകയാണെങ്കിൽ അത് 883 ഒന്നാണ്. IS 883 ഡിസൈൻ ഓഫ് സ്ട്രക്ചറൽ ടിമ്പറിനെ പറ്റി പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് സ്റ്റോൺസ് എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് റോക്ക് ഹാസ് എ മെയിൻ കണ്ടന്റ് ഓഫ് സിലിക്ക. തന്നിരിക്കുന്നതിൽ ഏതാണ് സിലിക്ക കണ്ടന്റ് ഉള്ള റോക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്കിനെ പറ്റി നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് പറയാം സിലിക്ക ഉണ്ടെങ്കിൽ ആ റോക്കിനെ പറയുന്ന പേരെന്തായിരിക്കും? സിലീഷ്യസ് റോക്ക് ആയിരിക്കും. കാൽക്കേരിയസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തിന്റെ പ്രസൻസ് ആയിരിക്കും ഉള്ളത്? കാൽഷ്യത്തിന്റെ പ്രസൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ആ ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് പറയാം. റോക്സിന് പൊതുവെ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ, കെമിക്കൽ ക്ലാസിഫിക്കേഷൻ, ഇത് കൂടാതെ പ്രാക്ടിക്കൽ അതായത് യൂസസ് അനുസരിച്ച് കുറച്ച് റോക്സ് പറയുന്നുണ്ട്. അത് എക്സ്ട്രാ ആയിട്ട് പറയുന്നതാണ്. മെയിൻ ആയിട്ട് ഈ 3 ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത്. അതിൽ ജിയോളജിക്കലിൽ തന്നെ മെയിൻ ആയിട്ട് വരുന്നതാണ് ഇഗ്നിയസ് റോക്സും സെഡിമെന്ററി റോക്സും മെറ്റമോർഫിക് റോക്സും. ഇഗ്നിയസ്, സെഡിമെന്ററി ആൻഡ് മെറ്റാമോർഫിക് റോക്സ്. ഇഗ്നിയസ് റോക്സ് എന്ന് പറഞ്ഞാൽ മാഗ്മ കൂൾ ചെയ്ത് ഉണ്ടാകുന്ന റോക്കാണ് ഇഗ്നിയസ് റോക്ക്. അതിൽ തന്നെ 3 എണ്ണം ഉണ്ട്. കൺസിഡറബിൾ ഡെപ്തിൽ ഫോം ചെയ്യുന്നത് പ്ലൂട്ടോണിക്, ഷാലോ ഡെപ്തിൽ ഫോം ചെയ്യുന്നത് ഹൈപ്പബൈസിൽ, അറ്റ് ദി എർത്ത് സർഫസിലാണ് ഫോം ചെയ്യുന്നത് അതെന്തായിരിക്കും? വോൾക്കാനിക് ആയിരിക്കും. 3ന്റെ എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കാം. ഇനി സെഡിമെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പോസിഷൻ നടന്നിട്ടാണ് സെഡിമെന്ററി റോക്സ് ഫോം ചെയ്തത്. മെറ്റമോർഫിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇഗ്നിയസിനും സെഡിമെന്ററിക്കും ചേഞ്ചസ് സംഭവിച്ചിട്ടാണ് മെറ്റമോർഫിക് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ എല്ലാത്തിൻ്റെയും എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കാം. ഇഗ്നിയസ് റോക്സിന്റെ മെയിൻ എക്സാമ്പിൾ ആണ് ട്രാപ്പ്, ബസാൾട്ട്, ഗ്രാനൈറ്റ്. സെഡിമെന്ററി റോക്കിന്റെ എക്സാമ്പിൾ ലൈം സ്റ്റോൺ, സാൻഡ് സ്റ്റോൺ, അതുപോലെ തന്നെ മഡ് സ്റ്റോൺ, ഷെയില്, പിന്നെ കൺകാർ, ചോക്ക്, ഇതെല്ലാം സെഡിമെന്ററി റോക്കിന്റെ എക്സാമ്പിൾ ആണ്. അടുത്ത മെറ്റമോർഫിക് റോക്കിന്റെ എക്സാമ്പിൾ ആണ് മാർബിള്, സ്ലേറ്റ് ഒക്കെ. അതിൽ തന്നെ ട്രാൻസ്ഫോർമേഷൻ ഉൾപ്പെടെ അറിയിക്കണം. ഗ്രാനൈറ്റ് നീസ് ആയിട്ട് മാറും, നീസ് അപ്പം മെറ്റമോർഫിക് ആണ്. ലൈം സ്റ്റോൺ മാർബിൾ ആയിട്ട് മാറും, മാർബിൾ അപ്പം മെറ്റമോർഫിക് ആണ്. സാൻഡ് സ്റ്റോൺ ക്വാർട്സൈറ്റ് ആയിട്ട് മാറും, അതായത് ക്വാർട്സൈറ്റ് മെറ്റമോർഫിക് ആണ്. ഇനി ബസാൾട്ടും ട്രാപ്പും ലാറ്ററൈറ്റ് ഷിസ്റ്റ് ആയിട്ട് മാറും, അപ്പോൾ ലാറ്ററൈറ്റും ഷിസ്റ്റും എല്ലാം മെറ്റമോർഫിക് ആണ്. കൂടാതെ ഷെയിൽ, മഡ് സ്റ്റോൺ എന്ന് പറയുന്നത് സ്ലേറ്റ് ആയിട്ട് മാറും, അപ്പോൾ സ്ലേറ്റ് എന്താണ്? ഒരു മെറ്റമോർഫിക് റോക്കാണ്. മാർബിൾ, സ്ലേറ്റ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾസ് ഒക്കെ മസ്റ്റ് ആയിട്ട് പഠിക്കണം. ക്ലാസ് തന്നെ ഇതെല്ലാം പറഞ്ഞു പോകുന്നത് എക്സാമ്പിൾസ് നിർബന്ധമായിട്ട് ഇവിടുന്ന് പഠിച്ചേ വരുള്ളൂ. കാരണം അത് വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇനി ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ വരുന്ന 3 എണ്ണമാണ് സ്ട്രാറ്റിഫൈഡ്, അൺസ്ട്രാറ്റിഫൈഡ്, ഫോളിയേറ്റഡ്. സ്ട്രാറ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ ലേയേഴ്സ് ഉള്ള റോക്സ് ആണ്, അതായത് സെഡിമെന്ററി റോക്സ് ആണ് പൊതുവെ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പം ലൈം സ്റ്റോൺ വരുന്നുണ്ട്, സാൻഡ് സ്റ്റോൺ വരുന്നുണ്ട്, കൂടാതെ നമ്മളെ സ്ലേറ്റും ഇവിടെ എക്സാമ്പിൾ ആയിട്ട് വരുന്നുണ്ട്. ഇനി അൺസ്ട്രാറ്റിഫൈഡ് എന്ന് വെച്ചാൽ ലേയേഴ്സ് ഒന്നും ഇല്ലാത്തതാണ്. അപ്പോൾ നമ്മളെ ഗ്രാനൈറ്റ്, ട്രാപ്പ്, ബസാൾട്ട് എല്ലാം വരും. കൂടാതെ മാർബിൾ ഒരു അൺസ്ട്രാറ്റിഫൈഡ് റോക്കിന്റെ എക്സാമ്പിൾ ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോളിയേറ്റഡിന്റെ മെയിൻ എക്സാമ്പിൾ നീസ് ആണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്നത് നീസ് തന്നെയായിരിക്കും. ഇനി കെമിക്കൽ ക്ലാസിഫിക്കേഷനിലാണ് സിലീഷ്യസ്, കാൽക്കേരിയസ്, ആർജിലേഷ്യസ്. സിലീഷ്യസ് എന്ന് വെച്ചാൽ സിലിക്ക കണ്ടന്റ് ആയിരിക്കും. കാൽക്കേരിയസ് എന്ന് വെച്ചാൽ കാൽഷ്യത്തിന്റെ കണ്ടന്റ്, ലൈം ആയിരിക്കും. ആർജിലേഷ്യസ് എന്ന് വെച്ചാൽ ക്ലേ അല്ലെങ്കിൽ അലൂമിനിയുടെ കണ്ടന്റ് ആയിരിക്കും. സിലീഷ്യസിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് സാൻഡ് സ്റ്റോൺ, ഗ്രാനൈറ്റ്, നീസ്, ഇതെല്ലാം സിലീഷ്യസിൽ വരുന്നതാണ്. ക്വാർട്സൈറ്റ് എല്ലാം സിലീഷ്യസ് ആണ്. കാൽക്കേരിയസിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ലൈം സ്റ്റോണും മാർബിളും ഡോളോമൈറ്റും പറയുന്നുണ്ട്. ആർജിലേഷ്യസിന്റെ എക്സാമ്പിൾ ആയിട്ട് ലാറ്ററൈറ്റ്, സ്ലേറ്റ്, ഷിസ്റ്റ്, ഇതെല്ലാം ആർജിലേഷ്യസിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ക്ലാസിഫിക്കേഷൻ തന്നെയാണ് റോക്സ് എന്ന് ചോദിക്കുന്നത്. സ്റ്റോൺസിന്റെ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ക്ലാസിഫിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ നല്ല വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് പോകാൻ പറ്റും.
ഓക്കെ, മോസ്റ്റ് വെതർ റെസിസ്റ്റന്റ് മെറ്റമോർഫിക് റോക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മെറ്റമോർഫിക് റോക്കിൽ തന്നെ മെറ്റമോർഫിക് റോക്കിന്റെ എക്സാമ്പിൾസ് അപ്പോൾ ഓർത്തെടുക്കണം. നീസ്, മാർബിൾ, ക്വാർട്സൈറ്റ്, ലാറ്ററൈറ്റ്, ഷിസ്റ്റ്, പിന്നെ സ്ലേറ്റ്. ഇതിൽ മോസ്റ്റ് വെതർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള റോക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ മോസ്റ്റ് വെതർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള മെറ്റമോർഫിക് റോക്ക് എന്ന് പറയുന്നത് ക്വാർട്സൈറ്റ് ആയിരിക്കും. ക്വാർട്സൈറ്റ് ആണ് മോസ്റ്റ് വെതർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള മെറ്റമോർഫിക് റോക്ക്. അടുത്ത, വാട്ട് ഈസ് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് മാർബിൾ? തന്നിരിക്കുന്നതിൽ മാർബിളിന്റെ ക്ലാസിഫിക്കേഷൻ എവിടെ വരും എന്നുള്ളതാണ്. മാർബിൾ നമ്മൾ ജിയോളജിക്കലി നോക്കിക്കഴിഞ്ഞാൽ മെറ്റമോർഫിക്കിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. മെറ്റമോർഫിക് റോക്കിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് മാർബിൾ. ഇനി ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് നോക്കുന്നതെങ്കിൽ അൺസ്ട്രാറ്റിഫൈഡ് ആയിരിക്കും. കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് നോക്കുന്നതെങ്കിൽ അത് കാൽക്കേരിയസ് ആയിരിക്കും. ഇവിടെ പിന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല, വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം: ജിയോളജിക്കലി മാർബിൾ ഈസ് ക്ലാസിഫൈഡ് ആസ്, അല്ലെങ്കിൽ കെമിക്കലി മാർബിൾ ഈസ് ക്ലാസിഫൈഡ് ആസ്, അല്ലെങ്കിൽ ഫിസിക്കലി മാർബിൾ ഈസ് ക്ലാസിഫൈഡ് ആസ്. അപ്പോൾ ഈ ഒരു ചാർട്ട് അറിഞ്ഞാൽ മാത്രമേ അതിന് ചെയ്യാൻ പറ്റൂ. ജിയോളജിക്കലിലാണെങ്കിൽ മാർബിൾ മെറ്റമോർഫിക്, ഫിസിക്കലിലാണെങ്കിൽ മാർബിൾ അൺസ്ട്രാറ്റിഫൈഡ്, കെമിക്കലിലാണെങ്കിൽ മാർബിൾ കാൽക്കേരിയസ്. അപ്പോൾ ആ ഒരു ചാർട്ട് നന്നായിട്ട് എല്ലാത്തിൻ്റെ എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും ക്ലാസിഫിക്കേഷൻ ഓഫ് മാർബിൾ? മെറ്റമോർഫിക് റോക്ക് ആയിരിക്കും. അടുത്ത ടെസ്റ്റിനെ പറ്റിയാണ് പറയുന്നത്. വിച്ച് ടെസ്റ്റ് ഈസ് കണ്ടക്ടഡ് ഓൺ സ്റ്റോൺ ടു സ്റ്റഡി മൈനർ കോൺസ്റ്റിറ്റ്യൂവൻസ് ലൈക്ക് ഗ്രെയിൻ സൈസ് ഒക്കെ? വളരെ ചെറിയ കാര്യങ്ങൾ, ഗ്രെയിൻ സൈസിനെയൊക്കെ പറ്റിയുള്ള സ്റ്റഡി ഒക്കെ ചെയ്യുന്നത് മൈക്രോസ്കോപ്പിക് ടെസ്റ്റിലാണ്. ഫ്രീസിംഗ് ആൻഡ് തോയിങ് ടെസ്റ്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീസിംഗും തോയിങ്ങും ചെയ്യുന്നതാണ്. ടെമ്പറിംഗ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യുന്നില്ല. ഹാർഡ്നെസ് ടെസ്റ്റ് എന്തിനായിരിക്കും? സ്റ്റോണിന്റെ ഹാർഡ്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഡോറീസ് മെഷീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അടുത്ത, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ടെസ്റ്റ് ദാറ്റ് ടു ഡിറ്റർമൈൻ ദ ഡ്യൂറബിലിറ്റി ഓർ വെതറിംഗ് ക്വാളിറ്റി? ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ വെതറിംഗ് ക്വാളിറ്റി ചെയ്യുന്നത് ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ് വഴിയാണ്. ക്രഷിംഗ് ടെസ്റ്റ് സ്റ്റോണിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി. സ്മിത്ത് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് സ്റ്റോണിലുള്ള എർത്തി മാറ്റർ അല്ലെങ്കിൽ സോലബിൾ മാറ്ററിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്മിത്ത് ടെസ്റ്റ് ചെയ്യുന്നത്. ഇമ്പാക്ട് ടെസ്റ്റ് ചെയ്യുന്നത് സ്റ്റോണിന്റെ ടഫ്നെസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് പല എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇമ്പാക്ട് ടെസ്റ്റ് എന്ന് വെച്ചാൽ ടഫ്നെസ് കണ്ടുപിടിക്കാൻ, സ്മിത്ത് ടെസ്റ്റ് എന്ന് വെച്ചാൽ ആ സ്റ്റോണിലുള്ള സോലബിൾ മാറ്റർ അല്ലെങ്കിൽ എർത്തി മാറ്ററിന്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ, ക്രഷിംഗ് ടെസ്റ്റ് എന്ന് വെച്ചാൽ കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ, ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ് ആണ് ഡ്യൂറബിലിറ്റിയും വെതറിംഗ് ക്വാളിറ്റിയും കണ്ടുപിടിക്കാനായിട്ട് ചെയ്യുന്നത്. അടുത്ത, വിച്ച് റോക്ക് ഹാസ് മെയിൻ കണ്ടന്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്? കാൽഷ്യം കാർബണേറ്റിന്റെ കണ്ടന്റുള്ള റോക്ക് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് ആരായിരിക്കും? കാൽക്കേരിയസ് റോക്ക് ആയിരിക്കും. നമ്മൾ ലൈം സ്റ്റോൺ, മാർബിൾ ഒക്കെ കാൽക്കേരിയസ് റോക്കിന്റെ എക്സാമ്പിളുമാണ്. അടുത്ത, ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് എ ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. കംപ്രസീവ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ക്രഷിംഗ് സ്ട്രെങ്ത് ചോദിച്ചിരിക്കുന്നത് സ്റ്റോണിന്റെ എപ്പോഴും ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 100 ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ പറയാം? ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 100 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. 100 ന്യൂട്ടൺ പെർ mm സ്ക്വയറിനേക്കാൾ കുറയാൻ പാടില്ല. കൂടാതെ സ്പെസിഫിക് ഗ്രാവിറ്റി അറിഞ്ഞിരിക്കുക. സ്പെസിഫിക് ഗ്രാവിറ്റി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 2.7 എന്നാണ് പറയുന്നത്. ഈ കംപ്രസീവ് സ്ട്രെങ്തും സ്പെസിഫിക് ഗ്രാവിറ്റി ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ, എ ഗുഡ് സ്റ്റോൺ ഷുഡ് നോട്ട് അബ്സോർബ് വാട്ടർ മോർ ദാൻ ഡാഷ് പെർസെൻറ്റേജ് വാട്ടർ ബൈ ഇറ്റ്സ് വെയിറ്റ്. ഒരു ഗുഡ് സ്റ്റോൺ ആണെങ്കിൽ ഇത്ര പെർസെൻറ്റേക്കാൾ കൂടുതൽ വാട്ടർ അബ്സോർബ് ചെയ്യാൻ പാടില്ല. നല്ലൊരു സ്റ്റോൺ ആണെങ്കിൽ വാട്ടറിനെ അബ്സോർബ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ എത്ര പെർസെൻറ്റേജിൽ കൂടുതൽ അബ്സോർബ് ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാൽ 5% കൂടുതൽ അബ്സോർബ് ചെയ്യാനേ പാടില്ല. ഇനി നമ്മൾ എപ്പോഴാണ് ഒരു സ്റ്റോണിനെ റിജക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ അബ്സോർപ്ഷൻ ഒരു 10% ആയി കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റോണിനെ യൂസ് ചെയ്യാനേ പാടില്ല, കംപ്ലീറ്റ് ആയിട്ട് റിജക്ട് ചെയ്യണം. 10% അതിന് കൂടുതലോ ആയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ആ സ്റ്റോണിനെ റിജക്ട് ചെയ്യണം. അപ്പോൾ റിജക്ട് ചെയ്യേണ്ട വാട്ടർ അബ്സോർപ്ഷൻ ആണ് 10%. എപ്പോഴാണ് ആ സ്റ്റോൺ എപ്പോഴും എത്രയേക്കാൾ കുറച്ചേ പാടുള്ളൂ? 5%-നേക്കാൾ കുറച്ച് മാത്രമേ വാട്ടർ അബ്സോർപ്ഷൻ പാടുള്ളൂ. 10% എത്തിക്കഴിഞ്ഞാലാണ് സ്റ്റോണിനെ റിജക്ട് ചെയ്യേണ്ടത്. ഈ രണ്ട് കൺസെപ്റ്റും അറിഞ്ഞിരിക്കുക. ഷുഡ് ബി ലെസ് ദാൻ 5% ആണ് പറയുന്നത് വാട്ടർ അബ്സോർപ്ഷൻ. ഇനി എത്ര എത്തുമ്പോഴാണ് റിജക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാലാണ് 10% പറയുന്നത്. അടുത്തത്, ദ പ്രിപ്പറേഷൻ ഓഫ് സർഫസ് ഓഫ് സ്റ്റോൺ ടു ഒബ്റ്റെയിൻ പ്ലെയിൻ എഡ്ജസ് ആൻഡ് ടു ഒബ്റ്റെയിൻ സ്റ്റോൺസ് ഓഫ് റിക്വയർഡ് സൈസ് ആൻഡ് ഷേപ്പ്. കറക്റ്റ് എല്ലാ സർഫസ് എല്ലാം ക്ലീൻ ആക്കി കറക്റ്റ് ഷേപ്പിലും സൈസിലും ആക്കി എടുക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺസ്. ക്വാറി ചെയ്തതിന് ശേഷം ഉടനെ തന്നെ എന്ത് ചെയ്തിരിക്കണം? ഡ്രസ്സിങ് ചെയ്തിരിക്കണം. അതും ചോദിക്കുന്നതാണ്. ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺസ് എപ്പോഴാണ് ചെയ്യുന്നത്? ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ക്വാറിയിങ് തന്നെ എന്ത് ചെയ്തിരിക്കണം? ഡ്രസ്സിങ് ചെയ്തിരിക്കണം. അടുത്ത പെയിന്റ് എന്നുള്ള ക്വസ്റ്റൻ ആണ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് ഡ്രയേഴ്സ് ഇൻ പെയിന്റ്? പെയിന്റിൽ യൂസ് ചെയ്യുന്ന ഡ്രയർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പെയിന്റിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രയർ ലിത്താർജ് ഉണ്ട്, റെഡ് ലെഡ് ഉണ്ട്, മാംഗനീസ് സൾഫേറ്റ് ഉണ്ട്, കോബാൾട്ട്, അതേപോലെ തന്നെ വനേഡിയം, സെറിയം, ഇതെല്ലാം ഡ്രയേഴ്സ് ആണ്. ഇതിൽ തന്നെ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഡ്രയർ എന്ന് പറയുന്നത് ലിത്താർജ് ആയിരിക്കും. ഇവിടെ തന്നിരിക്കുന്നതിൽ ലിത്താർജ് ആണ് ആൻസർ. അപ്പോൾ ഇതും ഈ പറയുന്ന പോലെ പെയിന്റിലുള്ള കോമ്പോസിഷൻ ബേസിക് ആയിട്ട് അറിയണം. അതായത് ബേസ് എന്ന് പറഞ്ഞൊരു കമ്പോണന്റ് ഉണ്ട്, വെഹിക്കിൾ ഉണ്ട്, ഡ്രയർ ഉണ്ട്, സോൾവെന്റ് ഉണ്ട്, പിഗ്മെന്റ് ഉണ്ട്. ഓരോന്നിന്റെയും എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കണം. കാര്യം വെച്ചാൽ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. തന്നിരിക്കുന്ന ഏതാണ് ഡ്രയർ, തന്നിരിക്കുന്ന ഏതാണ് വെഹിക്കിൾ, തന്നിരിക്കുന്ന ഏതാണ് ബേസ്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോന്നിന്റെയും എക്സാമ്പിൾസ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ടങ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഹിക്കിളിന്റെ എക്സാമ്പിൾ ആണ്. വൈറ്റ് ലെഡ് എന്ന് വെച്ചാൽ ബേസിന്റെ എക്സാമ്പിൾ ആണ്. നാഫ്തം പിന്നെ നമ്മൾ പറയുന്നത് അത് സോൾവെന്റ് എക്സാമ്പിൾ ആയിട്ടേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ലിത്താർജ് ആണ് തന്നിരിക്കുന്നതിൽ ഡ്രയറിന്റെ എക്സാമ്പിൾ. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. മെയിനായിട്ട് ബേസ്, വെഹിക്കിൾ ഓർ കാരിയർ ഓർ ബൈൻഡർ, പിന്നെ കളറിംഗ് പിഗ്മെന്റ്സ്,
ഡ്രയേഴ്സ്, സോൾവെന്റ് ഓർ തിന്നർ. ഇത് ഇത്രയാണ് മെയിനായിട്ട് പെയിന്റിലുള്ളത്. അതിൽ തന്നെ ബേസ് എന്ന് വെച്ചാൽ ഏറ്റവും സോളിഡ് സബ്സ്റ്റൻസ് ആണ്, ഫൈൻ സ്റ്റേറ്റ് ഓഫ് ഡിവിഷനിൽ ഇരിക്കുന്നതാണ്. പെയിന്റിന്റെ ആ ഒരു ക്യാരക്ടർ തന്നെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ബേസ് വെച്ചിട്ടാണ്. ബേസിന്റെ എക്സാമ്പിൾസ് നിർബന്ധമായിട്ട് അറിയാം. നമ്മളൊരു കോഡ് വെച്ചിട്ടാണ് പറയുന്നത്, റോട്ടാൽ എന്ന് പറയുന്ന കോഡ് വെച്ചിട്ടാണ് ഇത് പഠിക്കുന്നത്. അടുത്ത വെഹിക്കിൾ ഓർ കാരിയർ ഓർ ബൈൻഡർ. അപ്പോൾ ഏതാണ് ലിക്വിഡ് ആയിട്ടിരിക്കുന്ന മീഡിയം, ഇതിനെല്ലാം കലക്കാനായിട്ട് എടുക്കുന്നതാണ് വെഹിക്കിളിനെ. വെഹിക്കിളിന്റെ 4 എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക: പോപ്പി ഓയിൽ, ലിൻസീഡ് ഓയിൽ, നട്ട് ഓയിൽ ആൻഡ് ടങ് ഓയിൽ. അപ്പോൾ പെയിന്റിലുള്ള മെയിൻ ആയിട്ടുള്ള ഇത്ര ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയെന്ന് അറിഞ്ഞിരിക്കുക. ബേസ് ഉണ്ട്, വെഹിക്കിൾ ഓർ കാരിയർ ഓർ ബൈൻഡർ എന്ന് പറയും, കളറിംഗ് പിഗ്മെന്റ്സ് ഉണ്ട്, ഡ്രയേഴ്സ് ഉണ്ട്, പിന്നെ സോൾവെന്റ് അല്ലെങ്കിൽ തിന്നർ എന്നും പറയും. ഇതിൽ തന്നെ ബേസ് ആണ് സോളിഡ് ആയിട്ടിരിക്കുന്ന സബ്സ്റ്റൻസ്, നല്ല ഫൈൻ പൗഡർ ആയിട്ടിരിക്കുന്നതാണ്. ഈ പെയിന്റിന്റെ ആ ഒരു ക്യാരക്ടറും അതിന്റെ ബൾക്കിനെസ്സും എല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത് ബേസ് വെച്ചിട്ടാണ്. ബേസിന്റെ 8 എക്സാമ്പിൾസ് ഉണ്ട്, നമ്മളൊരു കോഡ് വെച്ചിട്ടൊക്കെ പഠിക്കുന്നത്. റോട്ടാൽ എന്ന് പറഞ്ഞിട്ട് കോഡ് വെച്ചിട്ടാണ്. എക്സാമ്പിൾസ് എല്ലാം നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക. ഇതിൽ തന്നെ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബേസ് ഏതെന്ന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വൈറ്റ് ലെഡ് ആണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബേസ് ആയിട്ട് പറയുന്നത്. ഇനി വെഹിക്കിൾ ഓർ കാരിയർ ഓർ ബൈൻഡർ എന്നും പറയും. ഇതാണ് ലിക്വിഡ് ആയിട്ടിരിക്കുന്ന മീഡിയം. എല്ലാത്തിനെയും കലക്കാൻ വേണ്ടിയിട്ടാണ് വെഹിക്കിൾ യൂസ് ചെയ്യുന്നത്. വെഹിക്കിളിൽ 4 എക്സാമ്പിൾസ് ഉണ്ട്: പോപ്പി ഓയിൽ, ലിൻസീഡ് ഓയിൽ, നട്ട് ഓയിൽ, ടങ് ഓയിൽ. ഇവിടെയും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ മോസ്റ്റ് കോമൺലി യൂസ്ഡ് വെഹിക്കിൾ ഏതെന്നുള്ളതാണ്. അത് ലിൻസീഡ് ഓയിൽ ആണ്. നട്ട് ഓയിലും ടങ് ഓയിലും പോപ്പി ഓയിലും യൂസ് ചെയ്യുന്നുണ്ട്. ടങ് ഓയിൽ സുപ്പീരിയർ ക്വാളിറ്റി പെയിന്റിലാണ് യൂസ് ചെയ്യുന്നത്, നട്ട് ഓയിൽ ഓർഡിനറി പെയിന്റിലാണ് യൂസ് ചെയ്യുന്നത്. പോപ്പി ഓയിൽ കളർ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോപ്പി ഓയിൽ യൂസ് ചെയ്യുന്നത്. ഇനി കളറിംഗ് പിഗ്മെന്റ്സ് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പറയുന്നത് തന്നെ ചീഫ് ഇൻഗ്രീഡിയന്റ് ഓഫ് പെയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കളറിംഗ് പിഗ്മെന്റ്സ് ആയിരിക്കും, പിഗ്മെന്റ്സ് ആണ്. ഇനി ഡ്രയേഴ്സ് എന്തിനായിരിക്കും? ഒരു റീസണബിൾ ടൈം എടുത്ത് തന്നെ ഡ്രൈ ആകാൻ വേണ്ടിയിട്ടാണ് ഡ്രയേഴ്സ് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ലിത്താർജിനെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. കോമൺലി യൂസ്ഡ് ഡ്രയർ ഏതെന്ന് ചോദിക്കും, അത് നമ്മുടെ ലിത്താർജ് ആണ്. കൂടാതെ റെഡ് ലെഡ്, മാംഗനീസ് സൾഫേറ്റും ഒക്കെ ഉണ്ട്. ഈ റെഡ് ലെഡ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ബേസ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്, ഡ്രയർ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്, ചില സമയത്ത് നമ്മൾ പിഗ്മെന്റിലും യൂസ് ചെയ്യുന്നതാണ് റെഡ് ലെഡിനെ. ഇനി സോൾവെന്റ് തന്നെ തിന്നർ എന്ന് പറയാം. മോസ്റ്റ് കോമൺലി യൂസ്ഡ് സോൾവെന്റ് ഏതെന്ന് വെച്ചാൽ അത് ടർപ്പൻറ്റൈൻ ആണ്. ടർപ്പൻറ്റൈൻ ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പെയിനെ ഒന്ന് തിന്നാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ സോൾവെന്റിനെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് എല്ലാം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നതും ഈ ഒരു ഏരിയ തന്നെയാണ്. എക്സാമ്പിൾസ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് the most common material used as vehicle in a paint? Most common material used as vehicle എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരായിരിക്കും ഇതിനകത്ത് മോസ്റ്റ് കോമൺലി യൂസ്ഡ് വെഹിക്കിൾ? ആരായിരിക്കും? ലിൻസീഡ് ഓയിൽ ആയിരിക്കും. ടങ് ഓയിൽ ആണെങ്കിൽ നമ്മൾ സുപ്പീരിയർ ക്വാളിറ്റിയിലെ യൂസ് ചെയ്യുള്ളൂ. പോപ്പി ഓയിൽ ആണെങ്കിൽ കളറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യത്തുള്ളൂ, കളർ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ അത് ഓർഡിനറി വർക്സിന് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. അടുത്ത നെയിം ഓഫ് ദി കാരിയർ യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് പെയിന്റ്സ് ഓഫ് സുപ്പീരിയർ ക്വാളിറ്റി. കാരിയർ എന്ന് വെച്ചാൽ ആര് തന്നെയാണ്? വെഹിക്കിൾ തന്നെയാണ് പറയുന്നത്. വെഹിക്കിൾ അല്ലെങ്കിൽ കാരിയർ ഓർ ബൈൻഡർ. സുപ്പീരിയർ ക്വാളിറ്റി പെയിന്റ് ആണ് വേണമെന്നെങ്കിൽ എടുക്കുന്നത് ആരെയായിരിക്കും? അപ്പോൾ ടങ് ഓയിലിനായിരിക്കും എടുക്കുന്നത്. ടങ് ഓയിൽ, ഓപ്ഷൻ ബി. അടുത്ത ദ PVC റേഞ്ച് ഓഫ് 25 to 40 ടൈപ്പ് പെയിന്റ് ആർക്കാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ PVCN എന്താണെന്ന് അറിയിക്കണം. PVCന്റെ ഫുൾ ഫോം ഒക്കെ പല എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്. പിഗ്മെന്റ് വോളിയം കോൺസെൻട്രേഷൻ നമ്പർ, ഇതാണ് PVCN. ആ ഒരു നമ്പർ കൂടിക്കഴിഞ്ഞാൽ പെയിന്റിന്റെ ക്വാളിറ്റി കുറയും എന്നാണ് മീനിങ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പൊതുവെ 5 നമ്പേഴ്സ് പഠിക്കാറുണ്ട്: 25 to 40, 28 to 40, 35 to 40, 35 to 45 ആൻഡ് ലാസ്റ്റ് വൺ 50 to 75. ഈ 25 to 40 ഏറ്റവും നല്ല പെയിന്റ് ആയിരിക്കും, കാരണം നമ്പർ കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ യൂസ് ചെയ്യുന്നത് പ്രൈം കോട്ടൺ മെറ്റൽസിലാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ. 25 to 40 ആണെങ്കിൽ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? മെറ്റൽ സർഫസിലായിരിക്കും യൂസ് ചെയ്യുന്നത്. അടുത്ത 28 to 40 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ്റ്റീരിയർ സർഫസ് ഓഫ് ഹൗസസിലാണ്. അടുത്ത 35 to 40 ആണെങ്കിൽ നമ്മൾ പ്രൈം കോട്ടൺ വുഡൻ സർഫസിലാണ് യൂസ് ചെയ്യുന്നത്, വുഡിലാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത 35 to 45 ആണെങ്കിൽ അതിന് പറയുന്ന പേര് സെമി ഗ്ലോസ് പെയിന്റ് എന്നും. ലാസ്റ്റ് 50 to 75 ആണെങ്കിൽ അതിനെ പറയുന്ന പേര് ഫെയിൻറ്റ് പെയിന്റ് എന്നുമാണ്. ഈ 5 നമ്പേഴ്സും അറിഞ്ഞിരിക്കുക. ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? പ്രൈം കോട്ട് 25 to 40 ആണെങ്കിൽ എവിടെയായിരിക്കും യൂസ് ചെയ്യുന്നത്? മെറ്റൽ സർഫസിലായിരിക്കും. അടുത്തത് ഡ്യൂക്കോ ഈസ് ദി ട്രേഡ് നെയിം ഫോർ. ഡ്യൂക്കോ എന്തിന്റെ ട്രേഡ് നെയിം ആണെന്നുള്ളത്? സെല്ലുലോസ് പെയിന്റിന്റെ ട്രേഡ് നെയിം ആണ് ഡ്യൂക്കോ എന്ന് പറയുന്നത്. സെല്ലുലോസ് പെയിന്റിൽ യൂസ് ചെയ്യുന്ന സോൾവെന്റ് ഈഥൈൽ അമൈൽ അസറ്റേറ്റും ആണ്, അതും അറിഞ്ഞിരിക്കാം. അടുത്തത് പെയിന്റ് മോസ്റ്റ് റെസിസ്റ്റന്റ് ടു ഫയർ. ഏറ്റവും കൂടുതൽ ഫയറിന് റെസിസ്റ്റ് ചെയ്യുന്ന പെയിന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ആസ്ബെസ്റ്റോസ് പെയിന്റ് ആണ്. ആസ്ബെസ്റ്റോസ് പെയിന്റ് ആണ് മോസ്റ്റ് ഫയർ റെസിസ്റ്റന്റ് പെയിന്റ് എന്ന് പറയുന്നത്. ആസ്ബെസ്റ്റോസ് പെയിന്റ്, ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത, അപ്പോൾ ഈ ടൈപ്സ് ഓഫ് പെയിന്റ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതിൽ തന്നെ യൂസസ് ആണ് മെയിനായിട്ട് അറിയേണ്ടത്. സ്ഥിരം ചോദിക്കുന്ന കുറച്ച് ടൈപ്സും ഉണ്ട്.
അലൂമിനിയം പെയിന്റ് എവിടെ യൂസ് ചെയ്യുന്ന പറഞ്ഞിരിക്കുക. ആന്റി കൊറോസീവ് പെയിന്റിൽ റെഡ് ലെഡിന്റെ പ്രസൻസ് ഉണ്ട്. ആസ്ബസ്റ്റോസ് പെയിന്റ് മോസ്റ്റ് ഫയർ റെസിസ്റ്റന്റ് പെയിന്റ് ആണ്. ബിറ്റുമിനസ് പെയിന്റിന്റെ യൂസ് അയൺ വർക്ക്സ് അണ്ടർ വാട്ടർ ചോദിക്കാറുള്ളതാണ്. അയൺ വർക്ക്സ് അണ്ടർ വാട്ടറിൽ യൂസ് ചെയ്യുന്ന പെയിന്റ് ഏതാണെന്നുള്ളത്. പിന്നെ സെല്ലോസ് പെയിന്റ് എക്സ്ട്രീം ഡിഗ്രീസ് ഓഫ് ഹീറ്റ് ആൻഡ് കോൾഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. സിമെന്റ് പെയിന്റിലുള്ള സോൾവെന്റ് ചോദിക്കും. സിമെന്റ് ഏതാണെന്ന് ചോദിക്കും. സിമെന്റ് പെയിന്റിലെ സിമെന്റ് വൈറ്റ് സിമെന്റ്, സോൾവെന്റ് വാട്ടർ ആണ്. വൈറ്റ് സിമെന്റും വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ പിഗ്മെന്റ്സ് ആഡ് ചെയ്തിട്ടാണ് സിമെന്റ് പെയിന്റ് എടുക്കുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. കൊളോയിഡൽ പെയിന്റ്, ഇമൾഷൻ പെയിന്റിലുള്ളത് പോളിവിനൽ അസറ്റേറ്റും സിന്തറ്റിക് റെസിൻസും ആണ്. ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന പെയിന്റാണ് ഇമൾഷൻ പെയിന്റ്. പിന്നെ ഇനാമൽ പെയിന്റിൽ സ്പിരിറ്റ് അല്ലെങ്കിൽ വാർണിഷിന്റെ പ്രസൻസ് ഉണ്ട്. ഗ്രാഫൈറ്റ് പെയിന്റിന്റെയും യൂസ് ഇമ്പോർട്ടന്റ് ആണ്. മൈൻസ് ആൻഡ് അണ്ടർഗ്രൗണ്ട് റെയിൽവേസ്, അതുപോലെ തന്നെ അയൺ സർഫസ് എക്സ്പോസ്ഡ് വിത്ത് അമോണിയ, ക്ലോറിൻ, സൾഫർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഗ്രാഫൈറ്റ് പെയിന്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ ഇനോഡറസ് പെയിന്റ് ആണ്, സ്മെൽ ഇല്ലാത്ത പെയിന്റ് ആണ്, ടർപ്പന്റിൻ കാണില്ല. ലൂമിനസ് പെയിന്റ് ഷൈൻ ചെയ്യുന്ന പെയിന്റ് ആണ്, റിഫ്ലക്ടേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഓയിൽ പെയിന്റ്, പ്ലാസ്റ്റിക് പെയിന്റ് ഷോറൂംസിലും ഓഡിറ്റോറിയത്തിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് പ്ലാസ്റ്റിക് പെയിന്റ്. പ്ലാസ്റ്റിക് പെയിന്റിലും യൂസ് ചെയ്യുന്ന സോൾവെന്റ് വാട്ടർ ആണ്. അപ്പോൾ വാട്ടർ ആയിട്ട് സോൾവെന്റ് വരുന്നത് എവിടെയൊക്കെയാണ്? ഈ ഒരു സിമെന്റ് പെയിന്റിലും വരുന്നുണ്ട്, പ്ലാസ്റ്റിക് പെയിന്റിലും വരുന്നുണ്ട്. പിന്നെ സിമെന്റ് പെയിന്റിൽ യൂസ് ചെയ്യുന്ന സിമെന്റ് ഏതെന്ന് അറിഞ്ഞിരിക്കുക. വൈറ്റ് സിമെന്റ് ആണ് സിമെന്റ് പെയിന്റിൽ യൂസ് ചെയ്യുന്ന സിമെന്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. Okay, what is the defect in formation of bubbles on painted surface due to water vapor? Okay, defects in paint പറ്റിയാണ്. ഇവിടെയും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് defects in paint പറ്റി. അപ്പോൾ formation of bubbles due to water vapor എന്നാണ് പറയുന്നത്. ബബിൾസ് ആയിട്ട് ഫോം ചെയ്തിരിക്കുന്നെങ്കിൽ അതിനെ പറഞ്ഞ പേര് ബ്ലിസ്റ്ററിംഗ് എന്നാണ്. ബ്ലിസ്റ്ററിംഗ്. ബ്ലൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഡൾ പാച്ചസ് ആയിരിക്കും. ഫെയ്ഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ ഇല്ലാത്തതാണ്, ഫെയ്ഡ് ചെയ്ത് പോകുന്നത്. ഗ്രാജുവൽ ലോസ് ഓഫ് കളറാണ് ഫെയ്ഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്ലാഷിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്ലോസി പാച്ച് ആയിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടുത്തെ എല്ലാം കീ വേർഡ്സ് ആണ് മെയിനായിട്ട് അറിയേണ്ടത്. ഇവിടെ ഫോർമേഷൻ ഓഫ് ബബിൾസ് എന്ന് പറഞ്ഞാൽ അത് ആരായിരിക്കും? ബ്ലിസ്റ്ററിംഗ് എന്ന് പറയുന്ന ഡിഫക്റ്റ് ആയിരിക്കും. അത് ഓർത്തിരുന്നാൽ മതി. ഇനി കുറച്ച് ഡിഫക്ട്സ് നോക്കിക്കോ. ഇതിൽ തന്നെ ഈ കീ വേർഡ്സ് വെച്ചിട്ടാണ് പഠിക്കേണ്ടത്. ബ്ലിസ്റ്ററിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബബിൾസിന്റെ ഫോർമേഷൻ ആണ് ഡ്യൂ ടു വാട്ടർ വേപ്പർ. ബ്ലൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൾ പാച്ചസ് ആണ്. അടുത്ത ഫെയ്ഡിംഗ് എന്ന് വെച്ചാൽ ഗ്രാജുവൽ ലോസ് ഓഫ് കളർ ആണ്. ഗ്രാജുവൽ ലോസ് ഓഫ് കളർ. ഫ്ലേക്കിംഗ് എന്ന് വെച്ചാൽ ഫ്ലേക്കിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ലൂസായിട്ട് ഇളകി വരുന്നതാണ്. ലൂസായിട്ട് പ്രോപ്പർ അഡീഷൻ ഇല്ലാതെ ഇളകി വരുന്നതിന് പറയുന്ന പേരാണ് ഫ്ലേക്കിംഗ്. ഫ്ലാഷിംഗ് എന്ന് വെച്ചാൽ ഗ്ലോസി പാച്ചസ് ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. ഗ്രിന്നിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. അതായത് ലാക്ക് ഓഫ് ഒപ്പേസിറ്റി, കറക്റ്റ് ആയിട്ട് മറയ്ക്കുന്നില്ല, ആ ബാക്ക്ഗ്രൗണ്ടിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത് അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. റണ്ണിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മൂത്ത് സർഫസ് പെയിന്റ് ചെയ്യുമ്പോഴത്തേനും കുറച്ച് പെയിന്റ് റൺ ബാക്ക് ചെയ്യും. ഇനി സാഗിങ് എന്ന് വെച്ചാൽ വെർട്ടിക്കൽ അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് സർഫസ് ഒരുപാട് തിക്കായിട്ട് പെയിന്റ് ചെയ്യുമ്പോഴാണ് സാഗിങ് ഉണ്ടാവുന്നത്. ഇനി ഇത് തന്നെ ഹൊറിസോണ്ടൽ സർഫസ് തിക്കായിട്ട് പെയിന്റ് ചെയ്യുമ്പോഴാണ് റിംഗ്ലിങ്ങും ഉണ്ടാവുന്നത്. അത് പറഞ്ഞിരിക്കുക. ലാസ്റ്റ് സാപ്പോണിഫിക്കേഷൻ എന്ന് വെച്ചാൽ സോപ്പി പാച്ചസ് ആണ്. അപ്പോൾ പാച്ചസ് തന്നെ മൂന്നെണ്ണം പറയുന്നുണ്ട്. സോപ്പി പാച്ചസ് ആണെങ്കിൽ സാപ്പോണിഫിക്കേഷൻ, അടുത്തത് ഡൾ പാച്ചസ് ആണെങ്കിൽ ബ്ലൂം, പിന്നെ ഗ്ലോസി പാച്ചസ് ആണെങ്കിൽ ഫ്ലാഷിങ്. ലൂസ് ആയിട്ട് ഇളകി വരികയാണെങ്കിൽ അത് ഫ്ലേക്കിംഗ്, ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ അത് ഗ്രിന്നിങ്, ബബിൾസ് കാണുന്നുണ്ടെങ്കിൽ അത് ബ്ലിസ്റ്ററിങ്. മറ്റുള്ള ഡിഫക്ട്സും അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇതാണ് ഡിഫക്ട്സിൽ മെയിനായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദി ഡിഫക്ട് ഇൻ പെയിന്റിംഗ് ദാറ്റ് ലൂസ് സ്മോൾ പോർഷൻ ഡ്യൂ ടു പുവർ അഡീഷൻ. പുവർ അഡീഷൻ കാരണം ഇളകി വരുന്ന ലൂസായിട്ട് വരുന്നത് എന്തായിരിക്കും? ഫ്ലേക്കിംഗ് എന്ന് പറയുന്ന ഡിഫക്റ്റ് ആയിരിക്കും. അടുത്ത വാട്ട് ഈസ് ദി ഡിഫക്ട് ഇൻ പെയിന്റിംഗ് സീൻ ആസ് ഗ്ലോസി പാച്ചസ്. ഗ്ലോസി പാച്ചസ് ആണ് കാണുന്നതെങ്കിൽ അതെന്തായിരിക്കും? ഫ്ലാഷിംഗ് ആയിരിക്കും. ഓക്കെ, അടുത്തത് വാട്ട് വിൽ ഹാപ്പൻ വെൻ വെർട്ടിക്കൽ ആൻഡ് ഇൻക്ലൈൻഡ് സർഫസ് ആർ ടു തിക്നെസ് പെയിന്റ്. വെർട്ടിക്കൽ അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് സർഫസ് ടു തിക്ലി പെയിന്റഡ് ആണെങ്കിൽ അതെന്തായിരിക്കും? സാഗിങ് ആയിരിക്കും. സാഗിങ്. ഇനി ഹൊറിസോണ്ടൽ സർഫസ് ആണ് ടു തിക്ലി പെയിന്റഡ് ആണെങ്കിൽ അതെന്തായിരിക്കും? റിംഗ്ലിംഗ് ആയിരിക്കും. മാറിപ്പോകരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി സ്റ്റേജ് ഓഫ് ആന്റി ടെർമൈറ്റ് ട്രീറ്റ്മെന്റ് ഡൺ ബിഫോർ ലേയിങ് ദി ഫ്ലോർ എൻറ്റയർ ലെവൽ സർഫസ് ആർ ട്രീറ്റഡ് അറ്റ് ദി റേറ്റ് ഓഫ് 5 ലിറ്റർ ഓഫ് ഇമൾഷൻ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇത് വരുന്ന പോർഷൻ ആന്റി ടെർമൈറ്റ് ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ ടെർമൈറ്റ് പ്രൂഫിങ്ങിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ടെർമൈറ്റ് പ്രൂഫിങ്ങിനെ പറ്റിയിട്ട്. അപ്പോൾ ഇത് ഏത് സ്റ്റേജ് ആണെന്ന് അറിയുന്നതിന് മുന്നേ എന്തൊക്കെയാണ് ടെർമൈറ്റ് പ്രൂഫിങ്ങിൽ വരുന്നതെന്ന് ജസ്റ്റ് ഒരു ഓവറോൾ ഞാൻ പറഞ്ഞുതരാം. മെത്തേഡ്സ് ഓഫ് ആന്റി ടെർമൈറ്റ് ട്രീറ്റ്മെന്റ്. 2 രീതിയിൽ ആന്റി ടെർമൈറ്റ് ട്രീറ്റ്മെന്റ് ഉണ്ട്. ഒന്ന് പ്രീ കൺസ്ട്രക്ഷൻ ട്രീറ്റ്മെന്റും ഉണ്ട്, രണ്ടാമത് പോസ്റ്റ് കൺസ്ട്രക്ഷനും ഉണ്ട്. പ്രീ കൺസ്ട്രക്ഷന് മുന്നേയും ചെയ്യാറുണ്ട്, പോസ്റ്റ് കൺസ്ട്രക്ഷന് ശേഷവും ചെയ്യാറുണ്ട്. കൺസ്ട്രക്ഷന് ശേഷം ആയതുകൊണ്ട് തന്നെ അത് എന്ത് ട്രീറ്റ്മെന്റ് ആണ്? ഒരു മെയിൻ്റനൻസ് ട്രീറ്റ്മെന്റ് ആണ്. അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ്. നമ്മൾ ആ ഒരു സർഫസ്, ആ ബിൽഡിങ്ങിന് ചുറ്റും തന്നെ എർത്ത് ഓപ്പൺ ചെയ്ത് അതിനെ കെമിക്കൽസ് വെച്ച് ട്രീറ്റ് ചെയ്യുന്നതാണ് പോസ്റ്റ് കൺസ്ട്രക്ഷൻ ട്രീറ്റ്മെന്റിൽ. പക്ഷേ പ്രീ കൺസ്ട്രക്ഷനിൽ തന്നെ 3 എണ്ണം വരുന്നുണ്ട്. സൈറ്റ് പ്രിപ്പറേഷനും, സോയിൽ ട്രീറ്റ്മെന്റും, സ്ട്രക്ചറൽ ബാരിയേഴ്സും.
അതിൽ സൈറ്റ് പ്രിപ്പറേഷനിലാണ് നമ്മൾ അവിടെയുള്ള സംഭവങ്ങൾ സ്റ്റംസ് അങ്ങനെയുള്ള വേസ്റ്റ് എല്ലാം റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് സൈറ്റ് ട്രീറ്റ്മെന്റിൽ വരുന്നത്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽസ്, ഈ കെമിക്കൽസ് തന്നെയാണ് എല്ലായിടത്തും യൂസ് ചെയ്യുന്നത്. ഈ കെമിക്കൽസിന്റെ പേരും ഇമ്പോർട്ടൻ്റ് ആണ്. DDT, BHC, ആൽഡ്രിൻ, ക്ലോർഡൈൻ, ഹെപ്റ്റാക്ലോർ, ഈ 5 കെമിക്കൽസ് യൂസ് ചെയ്തിട്ടാണ് ആന്റി ടെർമൈറ്റ് ട്രീറ്റ്മെന്റ് പൊതുവേ ചെയ്യുന്നത്. ഈ കെമിക്കൽസ് തന്നെയാണ് പലയിടത്തായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ കെമിക്കൽസ് 5 എക്സാമ്പിൾസ് അറിയിക്കണം. DDT, BHC, ആൽഡ്രിൻ, ക്ലോർഡൈൻ, ഹെപ്റ്റാക്ലോർ, ഈ 5 കെമിക്കൽസ് യൂസ് ചെയ്തിട്ടാണ് ആന്റി ടെർമൈറ്റ് ട്രീറ്റ്മെന്റ് മൊത്തത്തിൽ നടക്കുന്നത്. ആദ്യം സൈറ്റ് പ്രിപ്പയർ ചെയ്യും, അതിനുശേഷം സോയിൽ ട്രീറ്റ്മെന്റ് ചെയ്യും. ഇതാണ് ഇതിനകത്തെ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സോയിൽ ട്രീറ്റ്മെന്റ് ആണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ബെസ്റ്റ് മെത്തേഡ് ഫോർ ആന്റി ടെർമൈറ്റ് ട്രീറ്റ്മെന്റ് ഇൻ പ്രീ കൺസ്ട്രക്ഷൻ എന്ന് ചോദിക്കാം. അതേതായിരിക്കും? സോയിൽ ട്രീറ്റ്മെന്റ് മെത്തേഡ് ആയിരിക്കും. അതിനുശേഷം ഈ സോയിൽ ട്രീറ്റ്മെന്റ് മെത്തേഡിലാണ് സ്റ്റേജ് 1ഉം സ്റ്റേജ് 2ഉം സ്റ്റേജ് 3ഉം പറയുന്നത്. ഇതെല്ലാം ഓർത്തിരിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായാൽ മതി സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3യിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത്. ഇപ്പൊ നമുക്ക് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യനിൽ 5 liters ഓഫ് ഇമൾഷൻ യൂസ് ചെയ്യുന്ന പ്രോസസ്സ് ഏതെന്നാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ അത് സ്റ്റേജ് 3യിലാണ് ചെയ്യുന്നത്. സ്റ്റേജ് 1ഉം സ്റ്റേജ് 2ഉം സ്റ്റേജ് 3ഉം എന്നൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ലാസ്റ്റ് വൺ ആണ് പോസ്റ്റ് കൺസ്ട്രക്ഷൻ ട്രീറ്റ്മെന്റ്. അതൊരു മെയിൻ്റനൻസ് ട്രീറ്റ്മെന്റ് ആണ്. ബിൽഡിങ്ങിന് ചുറ്റും പിന്നെ എർത്ത് ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഇതേ ഉള്ളൂ. ആന്റി ടെർമൈറ്റ് ട്രീറ്റ്മെന്റ് തന്നെ 2 ഉണ്ട്. പ്രീ കൺസ്ട്രക്ഷനും പോസ്റ്റ് കൺസ്ട്രക്ഷനും ഉണ്ട്. പോസ്റ്റ് കൺസ്ട്രക്ഷൻ ഒരു മെയിൻ്റനൻസ് ട്രീറ്റ്മെന്റ് ആണ്. പ്രീ കൺസ്ട്രക്ഷനിലാണ് ആദ്യം സൈറ്റ് പ്രിപ്പറേഷൻ, പിന്നെ സോയിൽ ട്രീറ്റ്മെന്റ്, മൂന്നാമതായിട്ട് സ്ട്രക്ചറൽ ബാരിയേഴ്സ്. ഇതിൽ സൈഡ് പ്രിപ്പറേഷൻ്റെ അവിടെ നമ്മൾ വേസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യുന്നത്. സോയിൽ ട്രീറ്റ്മെന്റ് ആണ് ബെസ്റ്റ് മെത്തേഡ് ആയിട്ട് പറയുന്നത്. സ്ട്രക്ചറൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളായിട്ട് തന്നെ അവിടെ മെറ്റൽ ഷീറ്റ് അല്ലെങ്കിൽ കോൺക്രീറ്റ് ലെയർ ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ഒരു ബാരിയർ പോലെ ക്രിയേറ്റ് ചെയ്ത് ആക്കുന്നത്. പിന്നെ ലാസ്റ്റ് വൺ ആണ് പോസ്റ്റ് കൺസ്ട്രക്ഷൻ ട്രീറ്റ്മെന്റ്. ഈ സോയിൽ ട്രീറ്റ്മെന്റ് ബെസ്റ്റ് മെത്തേഡിൽ തന്നെയാണ് ഈ 3 സ്റ്റേജസ് വരുന്നത്. ഇത് ഇത്രയും ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ഈ കെമിക്കൽസിന്റെ പേര്, ഈ 5 കെമിക്കൽസിന്റെ പേരും അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദി സ്റ്റേജ് ഓഫ് ആന്റി ടെർമൈറ്റ് ട്രീറ്റ്മെന്റ് ഡൺ ബിഫോർ ലേയിങ് ദി ഫ്ലോർ എൻറ്റയർ ലെവൽ സർഫസ് ആർ ട്രീറ്റഡ് അറ്റ് ദി റേറ്റ് ഓഫ് 5 liters ഓഫ് ഇമൾഷൻ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇത് ഏത് സ്റ്റേജ് വരുന്നതാണ്? സ്റ്റേജ് 3യിൽ വരുന്നതാണ്. സ്റ്റേജ് 3. ഓക്കെ, അടുത്ത വാട്ട് ഈസ് ദി ട്രീറ്റ്മെന്റ് ടു പ്രൊട്ടക്ട് ദി ബിൽഡിംഗ് അഗെയിൻസ്റ്റ് ടെർമൈറ്റ്സ് ടു റിമൂവ് സ്റ്റംസ്, റൂട്ട്സ്, ലോഗ്സ് ആൻഡ് വേസ്റ്റ്. നമ്മൾ പറഞ്ഞു ആ സ്റ്റംസ് റിമൂവ്, അതിൻ്റെ ലോഗ്സ്, എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് ഏതാണെന്നുള്ളത്. പ്രീയിൽ വരുന്നതാണ്, പ്രീ കൺസ്ട്രക്ഷനിൽ തന്നെ വരുന്നതാണ്. അതിൽ തന്നെ ആദ്യം പറഞ്ഞ സൈറ്റ് പ്രിപ്പറേഷനിൽ വരുന്നതാണ്. പക്ഷെ ഇവിടെ സൈറ്റ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല. നോക്കിക്കേ, ഈ ഒരു പ്രീ കൺസ്ട്രക്ഷൻ ട്രീറ്റ്മെന്റിൽ തന്നെ സൈറ്റ് പ്രിപ്പറേഷനിലാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സൈറ്റ് പ്രിപ്പറേഷൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് സെലക്ട് ചെയ്യാം? അത് പ്രീ കൺസ്ട്രക്ഷൻ ട്രീറ്റ്മെന്റിൽ വരുന്നതാണെന്ന് സെലക്ട് ചെയ്യാം. സോയിൽ ട്രീറ്റ്മെന്റിൽ വരുന്നതല്ല. സോയിൽ ട്രീറ്റ്മെന്റിൽ അതല്ല ചെയ്യുന്നത്. അവിടെ ഓരോന്നും പ്രത്യേകം കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ആ ഒരു വേസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യുന്നതെല്ലാം പ്രീ കൺസ്ട്രക്ഷൻ ട്രീറ്റ്മെന്റിൽ വരുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ബേസ് മെറ്റീരിയൽ ഫോർ ഡിസ്റ്റെമ്പർ. ഡിസ്റ്റെമ്പർ എന്ന് പറയുന്ന മെറ്റീരിയൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്റ്റെമ്പറിലെ ബേസ് മെറ്റീരിയൽ ഏതൊക്കെയെന്ന് അറിയണം. ബേസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ചോക്കിനെയാണ്, ചോക്ക്. അതുപോലെ തന്നെ സോൾവെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വാട്ടറിനെയാണ്. അപ്പോൾ ചോക്കും വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഡിസ്റ്റെമ്പർ കിട്ടുന്നത്. ഡിസ്റ്റെമ്പറിനെ നമ്മൾ ഇന്റീരിയർ സർഫസിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. വെതറിന്റെ എക്സ്പോഷർ ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ, വെതറിന് എക്സ്പോഷർ ഇല്ലാത്ത സ്ഥലങ്ങളിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഡിസ്റ്റെമ്പറിലെ ബേസ് മെറ്റീരിയൽ ആരായിരിക്കും? ചോക്കായിരിക്കും. സോൾവെന്റ് ആരായിരിക്കും? വാട്ടർ ആയിരിക്കും. അപ്പോൾ ഒരു വാട്ടർ ബേസ്ഡ് പെയിന്റ് ആണ് ആരെന്ന് പറയുന്നത്? ഡിസ്റ്റെമ്പർ എന്ന് പറയുന്നത്. അടുത്ത ഡിസ്റ്റെമ്പർ ഈസ് യൂസ്ഡ് ഇൻ, എവിടെയാണ് യൂസ് ചെയ്യുന്നുള്ളത്? പ്ലാസ്റ്റർ സർഫസ് നോട്ട് എക്സ്പോസ്ഡ് ടു വെതർ. വെതറിന് എക്സ്പോഷർ ഇല്ലാത്ത സ്ഥലങ്ങളിൽ മാത്രമേ ഡിസ്റ്റെമ്പർ യൂസ് ചെയ്യാറുള്ളൂ. അടുത്ത വിച്ച് സബ്സ്റ്റൻസ് ഈസ് പ്രിപ്പയർഡ് ഫ്രം റെസിൻസ്. റെസിൻസ് പ്രിപ്പയർ ചെയ്യുന്നത് ആരെയാണ്? ഇതിനകത്ത് വാർണിഷിലാണ്. വാർണിഷിലാണ് മെയിനായിട്ട് റെസിനും സോൾവെന്റും ഡ്രയറും ഉള്ളത്. വാർണിഷിലാണ് റെസിൻ മെയിനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രോസസ് ഓഫ് വാർണിഷും അതിന്റെ ടൈപ്സ് ഓഫ് വാർണിഷും ഒക്കെ അറിഞ്ഞിരിക്കുക. സ്പിരിറ്റ് വാർണിഷ് എന്ന് പറഞ്ഞ ടൈപ്പ് ഉണ്ട്. സ്പിരിറ്റ് വാർണിഷ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്പിരിറ്റ് ഉണ്ട്. ആഡ് ചെയ്യുന്ന റെസിൻ എന്ന് പറഞ്ഞാൽ ലാക്ക് അല്ലെങ്കിൽ ഷെല്ലാക്ക് ആയിരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ എന്തായിരിക്കും? സ്പിരിറ്റും ഷെല്ലാക്കും കൂടെ ആഡ് ചെയ്തിട്ടാണ് സ്പിരിറ്റ് വാർണിഷ് വരുന്നത്. ഇനി പ്രോസസ് ഓഫ് വാർണിഷിനെ പറ്റി പറയാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് പ്രസന്റ് ഇൻ വാർണിഷ്. തന്നിരിക്കുന്നതിൽ വാർണിഷിൽ ഇല്ലാത്തത് ഏതെന്നാണ്? വാർണിഷിൽ ആരായിരിക്കും കാണാത്തത്? പിഗ്മെന്റ് കാണുമോ വാർണിഷിൽ? നമ്മൾ കളർ കൊടുക്കാറുണ്ടോ വാർണിഷിൽ? ഇല്ല. പിഗ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഭവം വാർണിഷിൽ കാണില്ല. അടുത്തത് വാട്ട് ഈസ് ദി ടൈം യൂസ്ഡ് ഫോർ ദ പോർസ് ഓൺ ദി സർഫസ് ആർ ഫിൽഡ് അപ്പ് വിത്ത് ബോയിൽഡ് ലിൻസീഡ് ഓയിൽ. ബോയിൽഡ് ലിൻസീഡ് ഓയിൽ വെച്ച് ആ ഒരു സർഫസിനെ ഫില്ല് ചെയ്യുന്ന പ്രോസസ്സിനെ പറഞ്ഞ പേരെന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ വാർണിഷിലാണെങ്കിലും ശരി, പെയിന്റിങ്ങിലാണെങ്കിലും ശരി, ഈ പ്രോസസ്സ് വരുന്നുണ്ട്. വാർണിഷിൽ പറയുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് 4 പ്രോസസ്സാണ് പറയുന്നത്. പ്രിപ്പറേഷൻ ഓഫ് സർഫസ്, നോട്ടിംഗ്, സ്റ്റോപ്പിംഗ്, ലാസ്റ്റ് കോട്ടിംഗ്.
ഇതാണ് നമ്മൾ വാർണിഷിങ്ങിൽ പൊതുവെ പറയുന്ന പ്രോസസ്സുകൾ. ഇതിൽ നോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടിമ്പറിലുള്ള നോട്ട് എന്ന് പറഞ്ഞ ഡിഫക്റ്റ് ഇല്ലേ, അതിനെ കവർ ചെയ്യുന്നത് അല്ലെങ്കിൽ കില്ല് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് നോട്ടിംഗ്. നോട്ടിംഗ് തന്നെ പല രീതിയിൽ ചെയ്യാറുണ്ട്. നമ്മൾ ലൈം വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ ലൈം നോട്ടിംഗ് എന്നും, വാർണിഷ് വെച്ച് തന്നെയാണ് നോട്ട് കവർ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ പേറ്റന്റ് നോട്ടിംഗ് എന്നും, ഇനി അവിടെ തന്നെ നമ്മൾ ലിൻസീഡ് ഓയിലിനെയാണ് എടുക്കുന്നതെങ്കിൽ അതിനെ പറയുന്ന പേര് സൈസ് നോട്ടിംഗ് അല്ലെങ്കിൽ ഓർഡിനറി നോട്ടിംഗ് എന്നുമാണ്. ആ വകയുള്ള ക്വസ്റ്റ്യൻസ് ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സൈസ് അല്ലെങ്കിൽ ഓർഡിനറി നോട്ടിംഗ് എന്ന് വെച്ചാൽ ലിൻസീഡ് ഓയിൽ വെച്ചിട്ടാണ് അവിടെ നോട്ടിംഗ് ചെയ്യുന്നത്. ഓക്കെ, ലിൻസീഡ് ഓയിൽ അല്ല, റെഡ് ലെഡ് വെച്ചിട്ടാണ് അവിടെ നോട്ടിംഗ് ചെയ്യുന്നത്. അടുത്ത സ്റ്റോപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മളെ ഒരു സർഫസിനെ റബ്ബ് ചെയ്യുന്ന പ്രോസസ്സാണ് സ്റ്റോപ്പിംഗ് എന്ന് പറഞ്ഞാൽ. നമ്മളൊരു സർഫസിനെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡാമേജ് ഒക്കെ അല്ലെങ്കിൽ ഒരു പോഴ്സ് അല്ലെങ്കിൽ ക്രാക്സ് ഉണ്ടായിരുന്നെങ്കിൽ ആ ക്രാക്കിനെ ആദ്യം പുട്ടി വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം. പുട്ടി വെച്ച് ആ ക്രാക്ക് ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം ആ സർഫസിനെ സ്മൂത്ത് ആക്കി എടുക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്റ്റോപ്പിംഗ്. റബ്ബ് ചെയ്യുന്ന പ്രോസസ്സാണ് സ്റ്റോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പുട്ടി വെച്ച് ഫില്ല് ചെയ്യണമെങ്കിൽ പുട്ടിയുടെ ഉള്ളിൽ എന്ത് വേണം? ചോക്കും അല്ലെങ്കിൽ നമ്മുടെ ലൈമും ലിൻസീഡ് ഓയിൽ വേണം ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ലിൻസീഡ് ഓയിൽ വെച്ചിട്ട് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് സ്റ്റോപ്പിങ്ങിലാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്താണ്, വാട്ട് ഈസ് ദി ടേം യൂസ്ഡ് ഫോർ ദി പോർസ് ഓൺ ദി സർഫസ് ആർ ഫിൽഡ് അപ്പ് വിത്ത് ബോയിൽഡ് ലിൻസീഡ് ഓയിൽ. ബോയിൽഡ് ലിൻസീഡ് ഓയിൽ വെച്ച് ഫില്ല് ചെയ്യണമെങ്കിൽ അത് എന്തായിരിക്കും എന്ന് വെച്ചാൽ സ്റ്റോപ്പിംഗ് ആണ്. നോട്ടിങ്ങിൽ വരുന്ന 3 കാറ്റഗറീസ് ആണ്. നോട്ടിങ്ങിൽ വരുന്ന 3 ഓർഡിനറി ഓർ സൈസ് നോട്ടിംഗ്, പേറ്റന്റ് നോട്ടിംഗ്, ലൈം നോട്ടിംഗ്. ഇതിൽ ലൈം നോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈം വെച്ച് തന്നെയാണ് നോട്ടിംഗ് ചെയ്യുന്നത്, ആ നോട്ടിനെ കവർ ചെയ്യുന്നത്. പേറ്റന്റ് നോട്ടിംഗ് എന്ന് വെച്ചാൽ വാർണിഷിനെ വെച്ച് തന്നെയാണ് അവിടെ ആ നോട്ടിനെ കവർ ചെയ്യുന്നത്. ഇനി ഓർഡിനറി അല്ലെങ്കിൽ സൈസ് നോട്ട് എന്ന് പറയുമ്പോൾ റെഡ് ലെഡിനെ യൂസ് ചെയ്തിട്ടായിരിക്കും അവിടെ നോട്ടിനെ കവർ ചെയ്യുന്നത്. റെഡ് ലെഡിനെ യൂസ് ചെയ്തിട്ട് നോട്ടിനെ കവർ ചെയ്യണമെങ്കിൽ അതെന്തായിരിക്കും? ഓർഡിനറി അല്ലെങ്കിൽ സൈസ് നോട്ടിംഗ് ആയിരിക്കും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സർഫസിനെ ഫില്ല് ചെയ്യുന്നത് ബോയിൽഡ് ലിൻസീഡ് ഓയിൽ വെച്ചിട്ടാണെങ്കിൽ അതെന്തായിരിക്കും? സ്റ്റോപ്പിംഗ് ആയിരിക്കും. നമ്മൾ ഈ ക്രാക്സിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോയിൽഡ് ലിൻസീഡ് ഓയിൽ യൂസ് ചെയ്യുന്നത് ലൈമിന്റെ കൂടെ. അതപ്പോൾ എന്തായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് പറയുന്നത്? സ്റ്റോപ്പിംഗ് ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പ്രോസസ് ഓഫ് സർഫസ് സ്മൂത്തൻഡ് ബൈ റബ്ബിംഗ് വിത്ത് സാൻഡ് പേപ്പർ ഓർ പ്യൂമിസ് സ്റ്റോൺ ഫോർ വാഷിംഗ്? നമ്മൾ ആ ഒരു സർഫസിനെ റബ്ബ് ചെയ്യുന്ന പ്രോസസ്സ് ഏതാ ചോദിച്ചത്? ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. എന്താണ്? നല്ല പ്ലെയിൻ ആക്കി എടുക്കാൻ വേണ്ടി റബ്ബ് ചെയ്യുന്ന പ്രോസസ്സ് ഏതായിരിക്കും ഇതിനകത്ത്? അപ്പോൾ ഇതിനകത്ത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല ഏതാന്നുള്ളത്. ശരിക്കും ആ സ്റ്റോപ്പിംഗ് പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ ഇത് പ്രിപ്പറേഷൻ ഓഫ് സർഫസിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. സർഫസിനെ പ്രിപ്പയർ ചെയ്യുന്നത് തന്നെയാണ് നല്ല സ്മൂത്ത് ആക്കി എടുക്കുക എന്നുള്ളത്. ആപ്ലിക്കേഷനിൽ വരുന്നതല്ല, ക്ലീനിങ്ങിൽ വരുന്നതല്ല, ഫിനിഷിങ്ങിലും വരുന്നതല്ല. നമ്മൾ ആ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് തന്നെയാണ്. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പ്രിപ്പറേഷൻ തന്നെയാണ് ആൻസർ ആയിട്ട് പറയുന്നത്. അടുത്തത്, വാട്ട് ഈസ് ദി ടേം യൂസ്ഡ് ഫോർ കവറിംഗ് ഓർ കില്ലിംഗ് ഓഫ് ഓൾ നോട്ട്സ് ഇൻ വുഡ് വർക്ക് ബൈ റെഡ് ലെഡ്? ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇതാണ്. കവറിംഗ് ഓർ കില്ലിംഗ് ഓഫ് ഓൾ നോട്ട്സ് ഇൻ വുഡ് സർഫസ് ബൈ റെഡ് ലെഡ്. റെഡ് ലെഡ് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്യണമെങ്കിൽ, നമ്മൾ റെഡ് ലെഡിനെ വെച്ച് തന്നെയാണ് കവർ ചെയ്യുന്നെങ്കിൽ എടുത്ത് പറയുന്നൊരു പേരാണ് ഓർഡിനറി അല്ലെങ്കിൽ സൈസ് നോട്ടിംഗ്. ഇവിടെ അങ്ങനെ എടുത്ത് ചോദിച്ചിട്ടില്ല, ജസ്റ്റ് നോട്ടിംഗ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് സെലക്ട് ചെയ്യാം? നോട്ടിംഗ് തന്നെയാണ് ആൻസർ എന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ റെഡ് ലെഡിന് എടുത്ത് പറയുകയാണെങ്കിൽ ശരിക്കും ഓർഡിനറി അല്ലെങ്കിൽ സൈസ് നോട്ടിംഗ് ആണ്. ഇവിടെ വാർണിഷ് വെച്ച് തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ അത് പേറ്റന്റ് നോട്ടിംഗ് ആണ്. ഇനി അത് കൂടാതെ ലൈം വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിലുണ്ടെങ്കിലാണ് അത് ലൈം നോട്ടിംഗ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ആ പുതിയ കാര്യങ്ങളാണ് അതെല്ലാം. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് തന്നെയാണ് ഈ നോട്ടിങ് സ്റ്റോപ്പിംഗ് ഒക്കെ എന്താണെന്നുള്ളത്. ഇതെല്ലാം നമ്മളെല്ലാം ഈ പ്രിപ്പറേഷൻ ഓഫ് സർഫസിൽ എല്ലാത്തിലും വരുന്ന പ്രോസസ്സ് തന്നെയാണ്. ഇതൊക്കെ ചെയ്തിട്ട് മാത്രമേ നമുക്ക് കോട്ടിങ് ലാസ്റ്റ് കോട്ട് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, വിച്ച് സർഫസ് ആർ റെക്കമെൻഡഡ് വിത്ത് സിമെന്റ് പെയിന്റ്, ഇമൾഷൻ പെയിന്റ്, ഓയിൽ പെയിന്റ് ആൻഡ് സിൽവറേറ്റ് പെയിന്റ്? എല്ലാ പെയിന്റും കൊടുക്കാൻ പറ്റുന്നത് നമ്മളെ പ്ലാസ്റ്റേഡ് സർഫസിനാണ്. ഓപ്ഷൻ ബി ആണ്. അത് വിച്ച് ടൈപ്പ് ഓഫ് പെയിന്റ് ഈസ് അപ്ലൈഡ് ഫോർ അയൺ വർക്ക് അണ്ടർ വാട്ടർ? അയൺ വർക്ക് അണ്ടർ വാട്ടറിൽ കൊടുക്കുന്നത് ഏതാണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞത് ബിറ്റുമിനസ് പെയിന്റ് ആണ് മെയിനായിട്ട് അയൺ വർക്ക് അണ്ടർ വാട്ടറിൽ യൂസ് ചെയ്യുന്നത്. അടുത്തത്, ടൈൽസ് എന്ന് പറയുന്ന ക്വസ്റ്റൻ ആണ്. ഹോളോ ടേപ്പേഡ് ടൈൽസ് ആർ നോൺ ആസ്? ഹോളോ ടേപ്പേഡ് ടൈൽ അല്ലെങ്കിൽ കോണിക്കൽ ഷേപ്ഡ് ടൈൽസ് എല്ലാം ഗുണ ടൈൽസ് ആണ്. ഇനി ഫ്ലെമിഷ് ടൈൽസ് ആണ് എസ് ഷേപ്ഡ് ആയിട്ടുള്ളത്. അടുത്ത പാൻ ടൈൽസ്, പോട്ട് ടൈൽസ് ഉണ്ട്, അതിൽ പോട്ട് ടൈൽസ് ആണ് സെമി സർക്കുലർ ഷേപ്പ് ആയിട്ടുള്ളത്. അടുത്തത്, ഹൗ മെനി ലെയേഴ്സ് ഈസ് ദി എൻകോസ്റ്റി ടൈൽ മേഡ് അപ്പ് ഓഫ്? എൻകോസ്റ്റി ടൈലിൽ എത്ര ലെയേഴ്സ് ഉണ്ടെന്നാണ്? 3 ലെയേഴ്സ് ആണ് എൻകോസ്റ്റി ടൈലുള്ളത്. ആദ്യം ഫേസ്, പിന്നെയുള്ളത് സെന്റർ ഓർ ബോഡി, ലാസ്റ്റ് ഉള്ളത് ബാക്ക് എന്ന് പറയുന്ന ലെയർ ആണ്. 3 ലെയേഴ്സ്. അടുത്ത, ബേണിംഗ് ഓഫ് ടൈൽസ് ഈസ് ഡൺ ഇൻ? ടൈലിന്റെ ബേണിംഗ് നടക്കുന്നത് എവിടെയാണെന്നുള്ളത്? സിയാൽകോട്ട് കില്ലിലാണ് ടൈലിന്റെ ബേണിംഗ് നടക്കുന്നത്. ഇനി ടെറാക്കോട്ടയുടെ ബേണിംഗ് നടക്കുന്നത് മഫിൾ ഫർണസിലാണ്. ടെമ്പറേച്ചർ 2 അറിഞ്ഞിരിക്കുക. ടൈലിന്റെ ബേണിംഗ് നടക്കുന്നത് 1300 ഡിഗ്രി സെൽഷ്യസിലും ടെറാക്കോട്ടയുടെ ബേണിംഗ് നടക്കുന്നത് 1200 ഡിഗ്രി സെൽഷ്യസിലുമാണ്. മാറിപ്പോവുകയും ചെയ്യരുത്. അടുത്തത്, ഗ്ലേസിംഗ് ഈസ് യൂസ് ടു മേക്ക് ദി എർത്ത് ആൻഡ് വെയർ? ഗ്ലേസിംഗ് എന്തിനാണ് ചെയ്യുന്നത്? ഗ്ലേസിംഗ് നമ്മൾ കൊടുക്കാറുണ്ട്, നല്ല ഒരു ഷൈനിങ് അപ്പിയറൻസ് മറ്റുള്ളതിനൊന്നും കടത്തി വിടാതിരിക്കാൻ വേണ്ടിയാണ് ഗ്ലേസിംഗ് കൊടുക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇംപെർവിയസ് ആക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്നിനെ അകത്തോട്ട് കടത്തി വിടാതിരിക്കാൻ വേണ്ടിയാണ് ഗ്ലേസിംഗ് കൊടുക്കുന്നത്. ഗ്ലേസിംഗ് തന്നെ ട്രാൻസ്പെറൻറ്റ് ഗ്ലേസിംഗ് കൊടുക്കാറുണ്ട്, ഒപ്പേക്ക് ഗ്ലേസിംഗ് കൊടുക്കാറുണ്ട്. ട്രാൻസ്പെറൻറ്റ് നമ്മൾ സോൾട്ട് ഗ്ലേസിംഗ് ഒക്കെ ചെയ്തത് ട്രാൻസ്പെറൻറ്റ് ഗ്ലേസിംഗിലാണ്. ഒരു 1200 to 1300 ഡിഗ്രി സെൽഷ്യസിലാണ് പൊതുവേ ട്രാൻസ്പെറൻറ്റ് ഗ്ലേസിംഗ് ആയിട്ടുള്ള സോൾട്ട് ഗ്ലേസിംഗ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഗ്ലേസിംഗ് എന്താണ് കൊടുക്കുന്നത്? സർഫസിനെ ഇംപെർവിയസ് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും.
ഓക്കെ, ഇനി ആ പോർസിലിന്റെ കേസും കൂടെ പറയാം. പോർസിലിൻ വെച്ചാൽ വളരെ വൈറ്റ് ആയിട്ടുള്ള തിൻ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്, സെമി ട്രാൻസ്പെറന്റ് മെറ്റീരിയലാണ്. വൈറ്റ് വെയർ എന്നും പറയാറുണ്ട്. പോർസിലിൻ തന്നെ പല ടൈപ്സ് ഉണ്ട്. പല ടൈപ്സ് ഓഫ് പോർസിലിനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിന്റെ യൂസസ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതിൽ ഈ സിർക്കോൺ പോർസിലിൻ ഒക്കെ ചോദിച്ചു കടന്നുള്ളതാണ്. സിർക്കോൺ പോർസിലിൻ ഒക്കെ യൂസ് ചെയ്യുന്നത് സ്പാർക്ക് പ്ലഗ് ഒക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ചും കൂടി ഹൈ വോൾട്ടേജ് പോർസിലിനാണ്. സ്പാർക്ക് പ്ലഗ് ഒക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിർക്കോൺ പോർസിലിൻ യൂസ് ചെയ്യുന്നത്. ഈ ജസ്റ്റ് ഈ ചാർട്ട് ഒന്ന് നോക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. അടുത്തത്, ദ ഓപ്പറേഷൻ ഓഫ് റിമൂവൽ ഓഫ് ഇമ്പ്യൂരിറ്റീസ് അധിയറിംഗ് ടു അയൺ ഓർസ്. അയൺ ഓർസിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് ഏതെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അയൺ ഓറിനെ ആദ്യം എടുക്കുന്നത് ബ്ലാസ്റ്റ് ഫർണസിലോട്ടായിരിക്കും. അപ്പോൾ ബ്ലാസ്റ്റ് ഫർണസിലോട്ട് ഇടുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുറച്ച് ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ് അവിടെ പറയുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് ഡ്രസ്സിംഗ്. അയൺ ഓർസിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡ്രസ്സിംഗ്. ഡ്രസ്സിംഗ് ചെയ്തതിനു ശേഷമാണ് കാൽസിനേഷനും റോസ്റ്റിംഗും ചെയ്യുന്നത്. അതിനുശേഷമാണ് സ്മെൽറ്റിംഗ് ചെയ്യുന്നത്. ഈ സ്മെൽറ്റിംഗ് ആണ് ബ്ലാസ്റ്റ് ഫർണസിൽ നടക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് എന്തായിരിക്കും? ഡ്രസ്സിംഗ് പ്രോസസ്സ് ആയിരിക്കും. അടുത്തത്, വാട്ട് ഈസ് ദി ഓർ ഓഫ് അലൂമിനിയം? അലൂമിനിയത്തിന്റെ ഓർ ഇതിനകത്ത് ഏതാന്നുള്ളത്. ഇതിനകത്ത് ഏതായിരിക്കും അലൂമിനിയത്തിന്റെ ഓർ? ബോക്സൈറ്റ് ആയിരിക്കും അലൂമിനിയത്തിന്റെ ഓർ. അലൂമിനിയത്തിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഇമ്പോർട്ടന്റ് ആണ്. അലൂമിനിയത്തിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 2.7 ആണ്. അതുപോലെ തന്നെ മെൽറ്റിംഗ് പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. 658 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് 660 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുന്നത്. അലൂമിനിയത്തിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 2.7, മെൽറ്റിംഗ് പോയിന്റ് 658 ഡിഗ്രി സെൽഷ്യസും ആണ്. ഓക്കെ, ദ മെറ്റൽ എക്സ്ട്രാക്റ്റഡ് ഫ്രം ഗലീന. ഗലീനയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന മെറ്റൽ ഏതാണെന്നുള്ളത്? ലെഡ് ആണ് ഗലീനയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓസ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. സിങ്കിന്റെ ഓറായിട്ട് കുറേ പറയുന്നുണ്ട്. അതിനകത്ത് തന്നെ ബ്ലാക്ക് ജാക്ക് ഒക്കെയാണ് പ്രത്യേകിച്ച് സിങ്കിന്റെ ഓറായിട്ട് പറയുന്നത്. അതേപോലെ കുപ്രൈറ്റ് ഒക്കെ കോപ്പറിന്റെ ഓറാണ്. അങ്ങനെയുള്ള കുറച്ച് ഓർസും മെറ്റൽസ് ഏതൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത്, അയൺ ഓർ വിച്ച് കണ്ടെയ്ൻസ് മാക്സിമം എമൗണ്ട് ഓഫ് അയൺ. ഏത് അയൺ ഓറിലാണ് മാക്സിമം അയൺ കണ്ടന്റ് ഉള്ളതാണ്? അപ്പോൾ അയൺ ഓർസ് നമ്മൾ 5 എണ്ണമാണ് മെയിനായിട്ട് പറയുന്നത്. ആ ഒരു കോഡ് വെച്ച് നമ്മൾ പറയും MHLPS എന്ന് പറഞ്ഞിട്ട് പറയും. മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, പൈറൈറ്റ്, സിഡറൈറ്റ്. ഈ 5 അയൺ ഓർസ് ആണ് മെയിനായിട്ടുള്ളത്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ അയൺ കണ്ടന്റ് ഉള്ളത് മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്ന അയൺ ഓറിലായിരിക്കും. ആദ്യം നമ്മൾ പറയുന്ന മാഗ്നറ്റൈറ്റിലാണ് ഏറ്റവും കൂടുതൽ അയൺ കണ്ടന്റ് ഉള്ളത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആയിരിക്കും. അടുത്തത്, ദ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഇൻ സ്റ്റീൽ. സ്റ്റീലിൽ എത്ര പെർസെൻറ്റേജ് കാർബൺ ഉണ്ടെന്നുള്ളത്. ഇതിനകത്ത് എത്രയായിരിക്കും? 0.15 to 1.5% ആയിരിക്കും കാർബൺ കണ്ടന്റ് ഉള്ളത്. അപ്പോൾ പിഗ് അയൺ, കാസ്റ്റ് അയൺ, റോട്ട് അയൺ, സ്റ്റീൽ ഇവരുടെ 4 പേരുടെയും കാർബൺ കണ്ടന്റ് അറിഞ്ഞിരിക്കുക. പിഗ് അയൺ എന്ന് പറയുമ്പോൾ ഏകദേശം കാർബൺ കണ്ടന്റ് എത്ര വരും? 5 to 6% വരും. അടുത്ത കാസ്റ്റ് അയൺ എന്ന് പറയുമ്പോൾ 2 to 4% വരും. റോട്ട് അയൺ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 0.15% ആയിരിക്കും റോട്ട് അയണിൽ. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ എന്ന് പറയുന്നത് റോട്ട് അയണിനെയാണ്. ഇംപ്യൂർ ഫോം ഓഫ് അയൺ എന്ന് പറയുന്നത് പിഗ് അയണിനെയാണ്. പിന്നെ സ്റ്റീലിന്റെ അറിഞ്ഞിരിക്കുക. സ്റ്റീലിൽ തന്നെ ഡെഡ് സ്റ്റീലും ലോ കാർബൺ സ്റ്റീലും മീഡിയം കാർബൺ സ്റ്റീലും ഹൈ കാർബൺ സ്റ്റീലും ഉണ്ട്. ഇവരുടെ 4 പേരുടെയും കൂടെ കാർബൺ കണ്ടന്റ് പറഞ്ഞിരിക്കണം. ഓക്കെ, അടുത്തത്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് വിൽ ഡിക്രീസ് വെൻ ദി പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഇൻക്രീസസ്. ഇത് ബേസിക്കായിട്ട് അറിയേണ്ട ഒരു റിലേഷൻ ആണ്. കാർബൺ കണ്ടന്റ് കൂടുമ്പോഴത്തേനും ഹാർഡ്നെസ് ആണ് കൂടുന്നത്. പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയാണ് അവിടെ ഉണ്ടാകുന്നത്. പക്ഷേ കാർബൺ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഡക്റ്റിലിറ്റി, മാലിബിലിറ്റി പ്രോപ്പർട്ടി എല്ലാം കുറവായിരിക്കും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? when the percentage of carbon increases, ductility എന്തായിരിക്കും? കുറയുകയാണ് ചെയ്യുന്നത്. ആരാണ് ഡിക്രീസ് ചെയ്യുന്നില്ല ചോദിക്കുന്നത്? കാർബൺ കൂടിക്കഴിഞ്ഞാൽ ബ്രിട്ടിൽ ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ, ഡക്റ്റിലിറ്റി കുറവായിരിക്കും. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും. അടുത്തത്, സബ്സ്റ്റൻസ് ഒക്കറിങ് എലോങ് വിത്ത് ഓർ. ഓറിന്റെ കൂടെ കുറച്ച് ഇമ്പ്യൂരിറ്റീസ് കാണും. മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്ത് മാറ്റുന്നത് കൂടാതെ കുറച്ച് ഇമ്പ്യൂരിറ്റീസ് കാണും. ആ ഇമ്പ്യൂരിറ്റീസിനെ പറഞ്ഞ പേരാണ് ഗ്യാൻ. മെറ്റൽസ് ഒക്കറിങ് എലോങ് വിത്ത് ഓർ, ഓറിന്റെ കൂടെ വരുന്നതാണ് പറയുന്ന പേരാണ് ഗ്യാൻ. നെക്സ്റ്റ് വൺ, നമ്മൾ സ്റ്റോൺ മേസണറിയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് മേസണറി ഹാസ് റെഗുലർ സ്റ്റോൺസ് ഓഫ് സ്ക്വയർ ഓർ റെക്ടാംഗുലർ ഷേപ്പ് വിത്ത് ആക്യുറേറ്റ് ബെഡ് ജോയിൻസ്. കറക്റ്റ് ബെഡ് ജോയിൻസ്, റെഗുലർ ഷേപ്പ് എല്ലാം ഉള്ളത് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അഷ്ലാർ ഫൈൻ മേസണറിക്കാണ്. അഷ്ലാർ മേസണറിക്കാണ് കറക്റ്റ് നമ്മൾ ഇത്ര ജോയിൻസ് ആയിട്ട് കറക്റ്റ് ഷേപ്പ് എല്ലാം സ്റ്റോൺസ് എല്ലാം എടുക്കുന്നത്. അഷ്ലാർ ഇതിൽ തന്നെ ഫൈൻ മേസണറിക്കാണ്. അഷ്ലാർ ഫൈൻ മേസണറി. നെക്സ്റ്റ് വൺ, വിച്ച് സ്റ്റോൺ ജോയിന്റ് ഈസ് യൂസ്ഡ് ഫോർ കോപ്പിംഗ്. കോപ്പിങ്ങിന് യൂസ് ചെയ്യുന്ന സ്റ്റോൺ ജോയിന്റ് ഏതാ ചോദിക്കുന്നത്? കോപ്പിംഗ് എന്ന് വെച്ചാൽ തന്നെ ഒരു കവറിംഗ് ആണ്. ഒരു തരത്തിലും വാട്ടറിനെ അകത്തോട്ട് അലോ ചെയ്യാതിരിക്കുന്നതാണ് കോപ്പിങ്ങിന്റെ പ്രൈം ഫംഗ്ഷൻ തന്നെ. അപ്പോൾ കോപ്പിങ്ങിൽ യൂസ് ചെയ്യുന്ന ജോയിന്റ് എന്ന് പറഞ്ഞാൽ അത് പ്ലഗ് ജോയിന്റ് ആയിരിക്കും. പ്ലഗ് ജോയിന്റ് ആണ്, നല്ല വാട്ടർ ടൈറ്റ് ജോയിന്റ് ആണ് പ്ലഗ് ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോപ്പിങ്ങിൽ യൂസ് ചെയ്യുന്ന ജോയിന്റ് ആരായിരിക്കും? പ്ലഗ് ജോയിന്റ് ആയിരിക്കും. അടുത്തത്, ഇതിനകത്ത് ടേബിൾഡ് ജോയിന്റ് ഒക്കെ പറയുന്നുണ്ട്. ടേബിൾഡ് ജോയിന്റ് എന്ന് വെച്ചാൽ ടെൻഷനും കംപ്രഷനും എല്ലാം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോയിന്റ് ആണ് ടേബിൾ ജോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ക്രാംഡ് ജോയിന്റും എക്സ്ട്രാ പറയുന്നുണ്ട്. ക്രാമ്പ്, ഒരു മെറ്റൽ ക്രാമ്പ് ഒക്കെ കൊടുത്തിട്ടാണ് ക്രാമ്പ് ജോയിന്റ് ചെയ്യുന്നത്. അടുത്തടുത്തിരിക്കുന്നത് തമ്മിൽ പരസ്പരം വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് ക്രാമ്പ് കൊടുക്കുന്നത്. ജോഗിൾഡ് ജോയിന്റ് അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നില്ല. ഈ 3 ജോയിന്റ്സ് ഒക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. അതിൽ തന്നെ കോപ്പിംഗിൽ കൊടുക്കുന്നത് പ്ലഗ് ജോയിന്റ് ആണ്. ടെൻഷനും കംപ്രഷനും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത് ടേബിൾഡ് ജോയിന്റിനാണ്. അടുത്ത, വിച്ച് മേസണറി ഹാസ് പ്രൊവിഷൻ ഫോർ ക്ലാംസ് ഓർ ഡബിൾസ് ബിറ്റ്വീൻ ദി ഫേസിംഗ് ആൻഡ് ബാക്കിംഗ് വോൾ.
ഫേസിംഗ് വാളും ഉണ്ട്, ബാക്കിംഗ് വാളും ഉണ്ട്. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ക്ലാംസ് അല്ലെങ്കിൽ ഡവൽസ് കൊടുത്തിട്ടാണ് രണ്ടിനെയും പിടിച്ച് നിർത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് എന്തായിരിക്കും വെച്ചാൽ കോമ്പോസിറ്റ് മേസൺറി ആയിരിക്കും. ഇപ്പോൾ ഫേസിംഗ് വാൾ ചിലപ്പോൾ ബ്രിക്ക് ആയിരിക്കും, ബാക്കിംഗ് വാൾ ചിലപ്പോൾ ഇതായിരിക്കും, എന്താണ് നമ്മുടെ സ്റ്റോൺ ആയിരിക്കും. അപ്പോൾ രണ്ട് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്ക്സ്, ഇത് നമ്മുടെ മെറ്റീരിയൽസ് വന്നിട്ട് അവരെ ഇങ്ങനെ ഡവൽസ് അല്ലെങ്കിൽ ക്ലാംസ് ഒക്കെ വെച്ച് ജോയിൻ ചെയ്ത് നിർത്തുന്നെങ്കിൽ അതെന്തായിരിക്കും, കോമ്പോസിറ്റ് മേസൺറി ആയിരിക്കും. മറ്റുള്ളതൊന്നും അല്ല, രണ്ടെണ്ണം ഡിഫറെൻ്റ് ആകുമ്പോഴത്തേനും ഇങ്ങനെ നമ്മൾ ക്ലാംസ് കൊടുത്തിട്ട് നമുക്ക് പിടിച്ച് നിർത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും, കോമ്പോസിറ്റ് മേസൺറി. അടുത്ത വിച്ച് സ്റ്റോൺ ജോയിന്റ് ഈസ് യൂസ്ഡ് ഇൻ ആർച്ച് വർക്ക്. ആർച്ച് വർക്കിലൊക്കെ യൂസ് ചെയ്യുന്നത് എപ്പോഴും റിബേറ്റഡ് ജോയിന്റ് ആയിരിക്കും. റിബേറ്റഡ് ജോയിന്റ് ആണ് ആർച്ച് വർക്ക്സിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ആർച്ചിൽ യൂസ് ചെയ്യുന്നത് റിബേറ്റഡ് ജോയിന്റ് ആണ്. അടുത്തത് വാട്ട് ഫോർ ദി കൊറുഗേറ്റഡ് ഷീറ്റ് ഫോം ഓഫ് സ്റ്റീൽ ഈസ് മോസ്റ്റ്ലി യൂസ്ഡ്. കൊറുഗേറ്റഡ് ഷീറ്റ്സ് യൂസ് ചെയ്യുന്നത് എന്തിനാന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി അറിയാം, കൊറുഗേറ്റഡ് ഷീറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന റൂഫിംഗ് ഷീറ്റ്സ് ഇല്ലേ, അത് തന്നെയാണ് കൊറുഗേറ്റഡ് ഷീറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ യൂസ് ചെയ്യുന്നത് എന്തിനായിരിക്കും, റൂഫ് കവറിങ്ങിനാണ് പൊതുവെ കൊറുഗേറ്റഡ് ഷീറ്റ്സ് യൂസ് ചെയ്യുന്നത്. അടുത്ത വിച്ച് മെറ്റൽ ഹാസ് കണ്ടന്റ് ഓഫ് അലൂമിനിയം അലോയ് 94%, കോപ്പർ 4%. ഇത് വേറെ ഒന്നുമില്ല, ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അലൂമിനിയം 94%, കോപ്പർ 4% ഉള്ളത് ആർക്കായിരിക്കും എന്നുള്ളത്. ഇത് അലൂമിനിയത്തിന്റെ അലോയ് ആണ്. അതിൽ തന്നെ ഡ്യൂറാലുമിൻ ആണ് 94% അലൂമിനിയം, 4% കോപ്പർ ഉള്ളത്. ബാക്കി 2% മറ്റുള്ള ഇമ്പ്യൂരിറ്റീസ് ആണ്. അപ്പോൾ ഡ്യൂറാലുമിൻ ആണ് ഇവിടുത്തെ ആൻസർ. ഡ്യൂറാലുമിൻ കൂടാതെ അലൂമിനിയത്തിന്റെ അലോയ്സ് ആയിട്ട് പറയുന്നതാണ് വൈ അലോയ് പറയുന്നുണ്ട്, പിന്നെ അൽക്ലാഡ് ഓർ അൽഡുറാൽ, അവർ രണ്ടുപേരും എവിടെ വരുന്നത് തന്നെയാണ്, ഈ ഒരു അലൂമിനിയത്തിന്റെ അലോയ്സിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ആൻസർ എന്തായിരിക്കും, ഓപ്ഷൻ ഡി. അടുത്ത വിച്ച് മെറ്റൽ കൺസിസ്റ്റ് ഓഫ് കോപ്പർ ആൻഡ് ടിൻ. ഏതിലാണ്, ഇതൊരു അലോയ് ആണ് ചോദിച്ചിരിക്കുന്നത്. കോപ്പറും ടിന്നും ഉള്ളത് ആർക്കാണെന്നുള്ളതാണ്. കോപ്പറും ടിന്നും ആണെങ്കിൽ അത് ബ്രോൺസ് ആയിരിക്കും, കോപ്പറും സിങ്കും ആണെങ്കിൽ അതെന്തായിരിക്കും, ബ്രാസ് ആയിരിക്കും. മിക്ക എക്സാമിന് മാറി മാറി ചോദിക്കുന്നതാണ്. ഇവിടെ ചോദിക്കുന്ന കോപ്പറും ടിന്നും ആണ്, അപ്പോൾ എന്തായിരിക്കും അത് ബ്രോൺസ് ആയിരിക്കും. കോപ്പറും ടിന്നും ആണെങ്കിൽ ബ്രോൺസ്. അടുത്ത വിച്ച് മെറ്റൽ ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ മേക്കിംഗ് കാസ്റ്റിംഗ് ഓഫ് മെഷീനറി പാർട്സ്. മെഷീനറി പാർട്സിലൊക്കെ യൂസ് ചെയ്യുന്നത് എപ്പോഴും ഗ്രേ കാസ്റ്റൈൻ ആണ്. കാസ്റ്റൈനിൽ തന്നെ പല പല കാറ്റഗറീസ് ഉണ്ട്. വൈറ്റ് കാസ്റ്റൈൻ, ഗ്രേ കാസ്റ്റൈൻ, മോട്ടിൽഡ് കാസ്റ്റൈൻ. ഈ മോട്ടിൽഡ് കാസ്റ്റൈനൊക്കെ നമ്മൾ ഹെവി ഫൗണ്ടറി കാസ്റ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത്. ഈ ഓർണമെന്റൽ വർക്സിനൊന്നും മോട്ടിൽഡ് കാസ്റ്റൈൻ പറ്റത്തില്ല. ഹെവി ഫൗണ്ടറി വർക്സിനാണ് മോട്ടിൽഡ് കാസ്റ്റൈൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ മെഷീനറി പാർട്സിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ആരെന്ന് വെച്ചാൽ ആരെ പറയാം, ഗ്രേ കാസ്റ്റൈൻ എന്ന് പറയാം. ഓപ്ഷൻ എ. അടുത്ത് വിച്ച് മെറ്റൽ കണ്ടെയ്ൻസ് അയൺ ആസ് ദി മേജർ ഇൻഗ്രീഡിയൻറ്റ്. അയൺ കൂടുതലായിട്ടുള്ളത് ഇതിനകത്ത് ആർക്കാണെന്നുള്ളത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. എന്തായിരിക്കും, ഫെറസ് മെറ്റലിലാണ് കൂടുതലായിട്ട് അയൺ കണ്ടന്റ് കാണുന്നത്. ഫെറസ് മെറ്റൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്തായിരിക്കും, പ്രസൻസ് ഓഫ് അയൺ ആയിരിക്കും. ഓക്കെ, വിച്ച് മെറ്റൽ കാനോട്ട് ബി ഫോർജ്ഡ്. ഫോർജ് ചെയ്യാൻ പറ്റാത്തത്, അതായത് നമുക്ക് ഇങ്ങനെ അടിച്ചു പരത്തി പല ഷേപ്പായിട്ട് മാറ്റാൻ പറ്റാത്തത് ആരെയാണ് ചോദിച്ചിരിക്കുന്നത്. അലോയ് സ്റ്റീൽ, മൈൽഡ് സ്റ്റീൽ, സ്റ്റീൽ കാസ്റ്റൈൻ. ഇതിൽ ഈ സ്റ്റീലിന്റെ വെറൈറ്റീസ് എല്ലാം അവർക്കെല്ലാം ടെൻഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും ഫോർജ് ചെയ്ത് മാറ്റാൻ പറ്റും. പക്ഷേ കാസ്റ്റൈൻ ടെൻഷനിൽ വീക്കാണ്, അവർ കംപ്രഷനിലാണ് പിന്നെയും സ്ട്രോങ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും ഫോർജ് ചെയ്യാൻ പറ്റുന്നതിനകത്ത് ആരായിരിക്കും, കാസ്റ്റൈൻ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത വിച്ച് ഫർണസ് ഈസ് യൂസ്ഡ് ടു ഗെറ്റ് പിഗ് അയൺ ഫ്രം അയൺ ഓർ. അയൺ ഓറിന്ന് പിഗ് അയണിനെ ആദ്യം കിട്ടണമെങ്കിൽ ഏത് ഫർണസ് ആണ് യൂസ് ചെയ്യുന്നത്, ബ്ലാസ്റ്റ് ഫർണസ് ആണ് യൂസ് ചെയ്യുന്നത്. പിഗ് അയണിനെ കിട്ടാൻ വേണ്ടി ബ്ലാസ്റ്റ് ഫർണസ്. ഇനി കാസ്റ്റൈനെ കിട്ടാൻ വേണ്ടി കുപ്പോള ഫർണസ്. റോട്ടൈനെ കിട്ടാൻ വേണ്ടി റിവർബറേറ്ററി ഫർണസ് അല്ലെങ്കിൽ പഡ്ലിംഗ് ഫർണസ് എന്ന് പറയും. ഇനി ഇലക്ട്രിക് ഫർണസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റീലിലാണ്. സ്റ്റീലിൽ ഓപ്പൺ ഹാർത്ത് ഉണ്ട്, അതേപോലെ തന്നെ ബെസമർ പ്രോസസ് ഉണ്ട്, ഇലക്ട്രിക് പ്രോസസ് ഉണ്ട്, LD പ്രോസസ് ഉണ്ട്, അങ്ങനെ കുറേ പ്രോസസ്സുകൾ സ്റ്റീലിൽ വരുന്നുണ്ട്. ഇത് മൂന്നും അറിഞ്ഞിരിക്കുക, ബ്ലാസ്റ്റ് ഫർണസ്, പിഗ് അയൺ, കുപ്പോള, കാസ്റ്റൈൻ, റിവർബറേറ്ററി, റോട്ടയൺ. ഇനി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കുറച്ച് കിൽസ് ഉണ്ട്. റോട്ടറി കിൽ വരുന്നത് സിമെന്റിലാണ്, സിയാൽകോട്ട് കിൽ വരുന്നത് ടൈലിലാണ്, മഫിൾ ഫർണസ് വരുന്നത് ടെറാക്കോട്ടയിലാണ്. അപ്പോൾ ഈ ഓരോന്നിന്റെ കിലിന് അല്ലെങ്കിൽ ഫർണസിന്റെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുകയും ചെയ്യരുത്. ഓക്കെ, വിച്ച് ഈസ് ബ്രിട്ടിൽ മെറ്റീരിയൽ. തന്നിരിക്കുന്നത് ഏതാണ് ബ്രിട്ടിൽ ആയിട്ടുള്ളത്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്. സ്റ്റീൽ, മൈൽഡ് സ്റ്റീൽ, അലോയ് സ്റ്റീലൊക്കെ ബ്രിട്ടിൽ ആകില്ല. പക്ഷേ കാസ്റ്റ് അയൺ എന്തായിരിക്കും, ബ്രിട്ടിൽ ആകും. കാരണം അതിനകത്ത് കാർബൺ കണ്ടന്റ് ഇവരെക്കാളും കൂടുതലല്ലേ. കാസ്റ്റ് അയണിൽ 2 to 4% ആണ് കാർബൺ കണ്ടന്റ്. ഇവർക്ക് അതിനേക്കാൾ കുറവാണ്, അപ് ടു 1.5 ഒക്കെ വരെ വരുള്ളൂ. അപ്പോൾ കാർബൺ കൂടിക്കഴിഞ്ഞാലാണ് പെട്ടെന്ന് തന്നെ ബ്രിട്ടിൽ ആവാൻ സാധ്യതയുള്ളത്. അപ്പോൾ എന്തായിരിക്കും, കാസ്റ്റ് അയൺ ആണ് ഇതിനകത്ത് ബ്രിട്ടിൽ മെറ്റീരിയൽ. അടുത്തത് വിച്ച് അലോയ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് പ്രഷ്യസ് ഇൻസ്ട്രുമെന്റ്സ്. പ്രഷ്യസ് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവോർ സ്റ്റീലിനെ യൂസ് ചെയ്യുന്നത്. ഇൻവോർ ടേപ്പ് ഒക്കെ നമ്മൾ സർവേയിലൊക്കെ പഠിക്കുക. അപ്പോൾ പ്രഷ്യസ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻവോർ സ്റ്റീൽ യൂസ് ചെയ്യുന്നത്. മാംഗനീസ് സ്റ്റീൽ യൂസ് ചെയ്യുന്ന സ്ഥലമുണ്ട്. റെയിൽവേസിൽ പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് മാംഗനീസ് സ്റ്റീലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദി കളർ ഓഫ് എ മെറ്റൽ പീസ് വെൻ ഹീറ്റഡ് ടു 250°C വൈൽ ഡൂയിങ് ദി ടെമ്പറിംഗ് പ്രോസസ്. ടെമ്പറിംഗ് പ്രോസസ് ചെയ്യുന്ന സമയത്ത് 250°C ആകുമ്പോൾ തന്നെ എന്ത് കളറാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഈ ടെമ്പറിംഗ് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡൻ ആയിരിക്കുന്ന സ്റ്റീലിനെ ചെറിയ തോതിലും ഡക്റ്റിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെമ്പറിംഗ് പ്രോസസ് ചെയ്യുന്നത്. അപ്പോൾ ടെമ്പറിംഗിന്റെ സമയത്ത് പല കളർ, ഓരോ ടെമ്പറേച്ചർ വരുമ്പോഴത്തേനും പല പല കളേഴ്സ് ഫോം ചെയ്യും. അങ്ങനെ ആ ഒരു കളർ ചാർട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഏകദേശം 250°C ഒക്കെ ആകുമ്പോൾ ഒരു യെല്ലോ ബ്രൗൺ കളർ, ഒരു ബ്രൗണിലോട്ട് പോകുന്ന രീതിയിലാണ് കാണിക്കുന്നത്. യെല്ലോ ഒക്കെ 230 അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 250 ആണ്. അപ്പോൾ എന്ത് പറയാം, നമുക്ക് ബ്രൗൺ കളർ ആയിരിക്കും കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ. യെല്ലോ അല്ല, ബ്രൗൺ ആണ് ആൻസർ. ഓപ്ഷൻ ബി.
അപ്പോൾ ഇതൊക്കെ പുതിയതായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത, വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് വെയർ ദി മെറ്റൽ ഈസ് ഹീറ്റഡ് ആൻഡ് ക്വെഞ്ച്ഡ് ഇൻ വാട്ടർ ഓർ ഓയിൽ? അതായത് ഹീറ്റ് ചെയ്തതിനു ശേഷം ക്വെഞ്ചിങ് ചെയ്യുന്നുണ്ട്. ക്വെഞ്ചിങ് എന്ന് വെച്ചാൽ തന്നെ അത് ഹാർഡനിങ്ങിൽ വരുന്ന മെത്തഡാണ്, ഒരു കൺട്രോൾ റേറ്റിൽ കൂൾ ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ എന്തായിരിക്കും ഇത്? ഹാർഡനിങ്ങിൽ വരുന്നതാണ് ഈ ഒരു ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്. ഹാർഡനിങ്ങിലാണ് ക്വെഞ്ചിങ് വരുന്നത്. അടുത്ത, വിച്ച് പ്രോസസ് സ്റ്റീൽ ഈസ് ഹീറ്റഡ് ഇൻ എ കാർബണേഷ്യസ് അറ്റ്മോസ്ഫിയർ ഫോർ ദ പെനിട്രേഷൻ ഓഫ് കാർബൺ? കാർബണേഷ്യസ് അറ്റ്മോസ്ഫിയറിൽ കാർബണിന് കൊടുക്കാൻ വേണ്ടി സ്റ്റീലിന് വെച്ചിരിക്കുന്നത് എന്തായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ പൊതുവേ പറയുന്നത് കാർബൺ കൊടുക്കുന്നത് സിമെന്റേഷൻ പ്രോസസ് അല്ലെങ്കിൽ കാർബറൈസേഷൻ പ്രോസസ് എന്നാണ് പറയുന്നത്. കാർബറൈസിങ് പ്രോസസ് നമ്മൾ കാർബണിന് കൊടുക്കുന്ന പ്രോസസ്സാണ്. നൈട്രജനാണ് കൊടുത്തിരുന്നെങ്കിൽ അത് നൈട്രേറ്റിംഗ് ആയനെ. ഇനി കാർബണും നൈട്രജനും വന്നില്ലെങ്കിൽ അത് സയനൈഡിങ് ആയേനെ. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് കാർബൺ ആണ് കൊടുക്കുന്നതെങ്കിൽ അത് എന്തായിരിക്കും? കാർബറൈസിങ് പ്രോസസ് ആയിരിക്കും. അടുത്ത, വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് ഡൺ ടു റിലീവ് സ്ട്രെയിൻ ആൻഡ് സ്ട്രെസ്? നമ്മൾ ഏത് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സിലാണ് സ്ട്രെയിൻ സ്ട്രെസ് എല്ലാം റിലീവ് ചെയ്യുന്നത്, അതായത് സ്റ്റീലിനെ സോഫ്റ്റ് ആക്കുന്നത്? ഇങ്ങനെ തന്നെ ചോദിക്കും, സ്റ്റീലിനെ സോഫ്റ്റ് ആക്കുന്നത് അല്ലെങ്കിൽ സ്ട്രെയിനെ സ്ട്രെസ്സിനെ എല്ലാം റിലീവ് ചെയ്യുന്ന പ്രോസസ്സ് ഏതാണെന്നുള്ളത്. അത് അനീലിംഗ് പ്രോസസ്സാണ്, സ്റ്റീലിനെ സോഫ്റ്റ് ആക്കുന്നത്. ഇതിന്റെ നേരെ തിരിച്ചാണ് ഹാർഡനിങ്, റിവേഴ്സ് ആണ്. അതായത് സ്റ്റീലിനെ ഹാർഡ് ആക്കുന്ന പ്രോസസ്സാണ് ഹാർഡനിങ്. ഹാർഡനിങ്ങിലാണ് ആ ക്വെഞ്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ് വരുന്നത്, കൺട്രോൾ റേറ്റിൽ കൂൾ ചെയ്യുന്നത്. അടുത്തത്, വാട്ട് ആർ ദ വേരിയസ് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്? തന്നിരിക്കുന്നത് ഏതൊക്കെയാണ് വേരിയസ് ആയിട്ടുള്ള ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് എന്നുള്ളതാണ്. അനീലിംഗ് ഉണ്ട്, നോർമലൈസിംഗ് ഉണ്ട്, ഹാർഡനിങ് ഉണ്ട്, ടെമ്പറിംഗ് ഉണ്ട്. ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ. ഇവിടെ കൂളിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്, പെയിന്റിംഗ് ഇല്ല, പാക്കിംഗ് ഇല്ല, പാക്കിംഗ് സെല്ലിംഗ് ഒന്നുമില്ല. ഓപ്ഷൻ എ തന്നെയാണ്. അനീലിംഗ് ചെയ്യുന്നുണ്ട് സ്റ്റീലിനെ സോഫ്റ്റ് ആക്കാൻ. നോർമലൈസിംഗ് ചെയ്യുന്ന എന്തിനാണ്? ഡിഫക്റ്റ് വന്ന സ്റ്റീലിനെ തിരിച്ച് പഴയ കണ്ടീഷനിലോട്ട് കൊണ്ടുവരുന്നതാണ് നോർമലൈസിംഗ്. ഹാർഡനിങ് എന്ന് വെച്ചാൽ സ്റ്റീലിനെ ഹാർഡ് ആക്കാൻ. അടുത്ത, ടെമ്പറിംഗ് എന്ന് വെച്ചാൽ ഹാർഡനായിരിക്കുന്ന സ്റ്റീലിന് കുറച്ച് തോതിൽ ഡക്റ്റിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടെമ്പറിംഗ് ചെയ്യുന്നത്. ഈ ടെമ്പറിംഗ് ചെയ്യുന്നത് വഴി ഡക്റ്റിലിറ്റി ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യും, ബ്രിട്ടിൽനെസ് കുറയുകയും ചെയ്യും. അതാണ് അതിന്റെ പ്രത്യേകത. അടുത്ത, വാട്ട് ടെമ്പറേച്ചർ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് സെറ്റ്സ് പെർമനന്റ്ലി? ഇത് പ്ലാസ്റ്റിക്കിൽ വരുന്ന ക്വസ്റ്റൻ ആണ്. നമ്മൾ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് പെർമനന്റ് സെറ്റ് ആകുന്ന ടെമ്പറേച്ചർ എത്ര എന്നുള്ളതാണ്. 127 to 177 ഡിഗ്രി സെൽഷ്യസിലാണ് പ്ലാസ്റ്റിക് പെർമനന്റ് സെറ്റ് ആകുന്നത്. ഇനി അതിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിനൊന്നും സംഭവിക്കില്ല. പക്ഷേ ഒരു 343 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോഴത്തേനും പ്ലാസ്റ്റിക്കിൽ ചാരിങ് സംഭവിക്കും. നമ്മൾ നേരത്തെ ടിമ്പറിൽ പഠിച്ച പോലെ തന്നെ ഒരു ബ്ലാക്ക് ലെയർ ഫോം ചെയ്യും. അപ്പോൾ ചാരിങ് ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 343 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. പെർമനന്റ് സെറ്റ് ആകുന്ന ടെമ്പറേച്ചർ ആണ് 127 to 177 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, വാട്ട് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ ടു അബ്സോർബ് വാട്ടർ വേപ്പർ ഫ്രം എയർ? വാട്ടർ വേപ്പറിനെ അബ്സോർബ് ചെയ്യുന്ന പ്രോപ്പർട്ടി പറയുന്ന പേര് എന്താണ്? ഹൈഗ്രോസ്കോപ്പിസിറ്റി. അടുത്തത്, കപ്പാസിറ്റി ഓഫ് മെറ്റീരിയൽ ടു പെർമിറ്റ് വാട്ടർ ടു പാസ് ത്രൂ ഇറ്റ് അണ്ടർ പ്രഷർ. അതിനകത്തൂടെ വാട്ടറിനെ പെർമിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേര് എന്തായിരിക്കും? പ്രോപ്പർട്ടി എന്തായിരിക്കും? പെർമിയബിലിറ്റി ആയിരിക്കും. പ്രഷർ കൊടുക്കുമ്പോഴത്തേനും വാട്ടറിനെ പെർമിറ്റ് ചെയ്യുന്നെങ്കിൽ അത് പെർമിയബിലിറ്റി. അടുത്തത്, വാട്ട് ഈസ് ദി വെയിറ്റ് ഓഫ് പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ഇൻ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്? PCCയുടെ വെയിറ്റ് ആണ് ചോദിക്കുന്നത്. പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് 2400 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. RCC ആണെങ്കിൽ 2500 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയിരുന്നു. ഈ വെയിറ്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് അറിയിക്കുക. ലൈറ്റ് വെയിറ്റ് ഏകദേശം ഒരു 400 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും. ഹെവി വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേനും 3400 to 4000 kg പെർ മീറ്റർ ക്യൂബ് വരെയും ചെയ്യും. ഇവിടെ PCC ആണ് 2400, RCC ആകുമ്പോൾ 2500. അടുത്ത, വാട്ട് ഈസ് ദി വെയിറ്റ് ഓഫ് സ്റ്റീൽ ഇൻ kg പെർ മീറ്റർ ക്യൂബ്? സ്റ്റീലിന്റെ വെയിറ്റ് ആണ് 7850 kg പെർ മീറ്റർ ക്യൂബ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിൾ ആണ്, പക്ഷേ ചോദിക്കാൻ സാധ്യതയുള്ളത് തന്നെയാണ്. ഇതൊക്കെ പെട്ടെന്ന് സിമ്പിൾ ആകുമ്പോഴത്തേനും കയറി റോങ് ഒന്നും ആക്കി കളയാനുള്ള സാധ്യത കൂടുതലാണ്. അതൊന്ന് ശ്രദ്ധിച്ച് വേണം ഇതിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റീൽ എന്ന് പറയുമ്പോഴത്തേനും 7850 kg പെർ മീറ്റർ ക്യൂബ്. അശ്രദ്ധ ഉണ്ടാവാൻ പാടില്ല പെട്ടെന്ന് കാണുമ്പോൾ. അടുത്ത, വാട്ട് ഈസ് ദി മാക്സിമം സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ഹാർഡ് റോക്ക് വിത്തൗട്ട് ഡിഫക്ട്? ഡിഫക്റ്റ് ഒന്നും ഇല്ലാത്ത ഹാർഡ് റോക്കിന്, അതായത് നമ്മൾ ലാമിനേറ്റഡ് റോക്സ്, നോൺ ലാമിനേറ്റഡ് റോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് സെക്ഷൻസ് പഠിക്കും. ഈ ഒരു ചാർട്ടിൽ പറയുന്നതാണ് ഹാർഡ് റോക്സ് വിത്തൗട്ട് ലാമിനേഷൻസ് ഓർ ഡിഫക്ട്സ്. ലാമിനേഷൻസോ ഡിഫക്ട്സോ ഒന്നും ഇല്ലാത്ത റോക്സ് ആണ് ഹാർഡ് റോക്സ്. അതിന്റെ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഇൻ ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് ചോദിച്ചിരിക്കുന്നത്. 330 ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇനി ലാമിനേറ്റഡ് റോക്സ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് 165 ആയിരിക്കും. ഇനി റെസിഡ്യൂവൽ ഡെപ്പോസിറ്റ്സ് ഓഫ് ഷാറ്റേഡ് ബെഡ് റോക്ക്, ഹാർഡ് ഷെയിൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് 90 ആയിരിക്കും. സോഫ്റ്റ് റോക്ക് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് 45 ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. ഈ സോഫ്റ്റ് റോക്ക് ചോദിച്ചിട്ടുണ്ട്. സോഫ്റ്റ് റോക്കിന്റെ ചോദിച്ചിട്ടുണ്ട്. kg പെർ സെന്റിമീറ്റർ സ്ക്വയറിലോ ടൺ പെർ മീറ്റർ സ്ക്വയറിലോ ഏത് യൂണിറ്റിലാണെങ്കിലും ചോദിക്കാം. അപ്പോൾ ആ യൂണിറ്റും കൂടി അറിഞ്ഞിരിക്കണം. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ ഇതാണ്, ഹാർഡ് റോക്ക് വിത്തൗട്ട് ഡിഫക്റ്റ് ഒന്നും ഇല്ലാത്ത ഹാർഡ് റോക്ക്, നമ്മുടെ ആ ഒരു നോൺ ലാമിനേറ്റഡ് റോക്സ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ എന്തായിരിക്കും? 330 ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയാണ് മെയിനായിട്ട് നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ കവർ ചെയ്തിരിക്കുന്ന പോർഷൻസ്. നമ്മളെ സിലബസിൽ ഏകദേശം എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പഠിച്ചതിന് ശേഷമാണെങ്കിലും ഒന്നും കൂടി ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കി നിങ്ങൾ തന്നെ ഒരു ടെക്സ്റ്റ് ബുക്ക് പോലെ ചെയ്ത് നോക്കുമ്പോഴത്തേനും എവിടേക്കാണ് പോർഷൻസ് വിട്ട് പോയിരിക്കുന്നതും എല്ലാ കാര്യങ്ങളും കിട്ടും. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഈ എക്സാം എഴുതണം. മാക്സിമം നമുക്ക് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.